എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളുടെ വിഷയം തൂക്കം കുറയ്ക്കാൻ ഭക്ഷണക്രമം എങ്ങനെയാവണം എന്നുള്ളതാണ്. ആദ്യമായിട്ട് ഡോക്ടർ ജോളിയോട് ചോദിക്കാനുള്ളത്, പലപ്പോഴും ഈ തൂക്കത്തിൻ്റെ കാര്യം പറയുമ്പോൾ ഒരു പൊതുവേ ഉള്ള ഒരു ധാരണ ഈ BMI എന്നുള്ള ഒരു കണക്ക് വെച്ചാണ് ഇതൊക്കെ നോക്കുന്നത് അല്ലെങ്കിൽ അറിയേണ്ടത് എന്നൊക്കെയാണ്. ഈ BMI എന്ന് പറയുന്നത് എന്താണ് ഉദ്ദേശിക്കുന്നത്? BMI എന്ന് പറയുമ്പോൾ നമ്മളുടെ വെയിറ്റും ഹൈറ്റും തമ്മിലുള്ള ഒരു പ്രൊപ്പോർഷനാണ്. അത് നമ്മൾ നോക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരാളുടെ ഹൈറ്റ് ഡിവൈഡഡ് ബൈ വെയിറ്റ് ഇൻ കിലോഗ്രാംസ് ഡിവൈഡഡ് ബൈ ഹൈറ്റ് ഇൻ സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ്. അപ്പോൾ ഇപ്പം ഒരാൾക്ക് 80 കിലോ ഉണ്ട്, അത് ആളുടെ ഹൈറ്റ് 150 സെൻറ്റിമീറ്റേഴ്സ് ആണെങ്കിൽ 150 ഇൻ മീറ്റേഴ്സ് ആണ്. 1.5 ഇൻറ്റു 1.5 ഡിവൈഡ്. അതാണ് ഒരു കാൽക്കുലേഷൻ. അതിപ്പോൾ നമ്മൾ അത്ര കഷ്ടപ്പെട്ട് നോക്കേണ്ട കാര്യമില്ല. ഇന്നിപ്പം BMI കാൽക്കുലേറ്റർ എന്നും പറഞ്ഞുകൊണ്ട് നെറ്റിലൊക്കെ നമ്മൾ അടിച്ചു നോക്കി ഇഷ്ടം പോലെ കിട്ടും. സോ BMI അതായത് ഹൈറ്റ് ഡിവൈഡഡ് ബൈ വെയിറ്റ് ഡിവൈഡഡ് ബൈ ഹൈറ്റ് ഇൻ മീറ്റേഴ്സ് സ്ക്വയർ, അതാണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ നമ്മൾ സർഫസ് ഏരിയയുടെ ഒരു കാൽക്കുലേഷൻ വെച്ച് എത്ര ആകാമെന്ന് നോക്കുന്നതാണ്. അപ്പം ബേസിക്കലി നമ്മൾ സായിപ്പ് പഴയ കാലത്ത് എല്ലാം നമ്മൾ സായിപ്പാണല്ലോ നമ്മളെ ഇത് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ മോഡേൺ മെഡിസിനിൽ നമ്മളെല്ലാം അപ്പോൾ വെസ്റ്റേൺ കൺട്രീസിൽ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് വെച്ചാണ്. അപ്പോൾ നമ്മളതിന് മാക്സിമം 25 ആണ് BMI പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പം നമ്മൾ കുറച്ചും കൂടെ അവെയറായി ഇന്ത്യൻസിന് വേണ്ടിയിട്ട് സെറ്റ് ചെയ്യുന്ന മാക്സിമം ആകാവുന്നത് 23 ആണ്. അപ്പം ഇന്ത്യൻസിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇപ്പോൾ സായിപ്പിനാണെങ്കിൽ ഒരു 25 ആകുമ്പോൾ തന്നെ റീസണബിളി ഫിറ്റ് ആയിട്ടുള്ള ഒരു അത്യാവശ്യം എക്സസൈസ് ഒക്കെ ചെയ്യുന്ന ഒരാളാണെങ്കിൽ അവർക്ക് കുടവയറ് വരാൻ തുടങ്ങില്ല. പക്ഷേ ഇന്ത്യൻസിന് റീസണബിളി എക്സസൈസ് ഒക്കെ ചെയ്യുന്ന, അതായത് ഫിസിക്കൽ ആക്ടിവിറ്റി ഉള്ള ഒരാൾക്കും ഒരു 23 BMI എത്തുമ്പോഴേക്കും കുടവയറ് വരാൻ തുടങ്ങും. സോ BMIയുടെ മാക്സിമം അല്ല നോർമൽ. അതാണ് എല്ലാവരും മനസ്സിലാക്കേണ്ടത്. അപ്പം പലരും ഇല്ല എൻ്റെ 25 BMI കൊണ്ട് ഇത്രയും കുടവയറും ഉണ്ടെങ്കിൽ പറയും, ഇല്ല എനിക്ക് എൻ്റെ BMI എല്ലാം കറക്റ്റാണ് എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ്. അത് ഇച്ചിരി കൂടുതലുണ്ടല്ലോ, 27 ഉണ്ടല്ലോ, എനിക്ക് 2 കൂടുതലുള്ളെന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിലാണ് നമ്മളുടെ ഇപ്പോഴത്തെ ജനറൽ പോപ്പുലേഷൻ, നമ്മുടെ സൊസൈറ്റിയുടെ ഒരു കൺസെപ്റ്റാണത്. പക്ഷെ ശരിക്കും നമുക്ക് എന്താ വേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പിന്നെ ലോ BMI എന്ന് പറയുന്നത് 18.5 ആണ് നമ്മൾ വെസ്റ്റേണേഴ്സ് വെച്ചിരിക്കുന്നത്. പക്ഷെ ഇന്ത്യൻസിനെ സംബന്ധിച്ചിടത്തോളം 18 to 123 ആണ് നോർമൽ റേഞ്ച് എന്ന് പറയുന്നത്. പിന്നെ കൂടി വരുന്നത് ആർക്കാ? 23 വരെ വരാവുന്നത് മോർ ഫിസിക്കൽ ആക്ടിവിറ്റി ഉള്ള മസ്കുലർ ആയിട്ടുള്ള ഒരാൾക്ക് 23 ആവാം. മസിൽ കുറവുള്ളവർക്ക് ആയാൽ 18 വരാൻ പാടുള്ളൂ. ഈവൻ കുട്ടികൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതും വ്യത്യാസമുണ്ട്. കുട്ടികൾക്ക് അത് ഓരോരുത്തരുടെ ഏജിൻ്റെയും അവരുടെ ഡെവലപ്മെൻറ്റിൻ്റെയും കൂടെ അനുസരിച്ചിരിക്കും. 14 to 18 ആണ് കുട്ടികൾക്ക് വരാവുന്നത്. പിന്നെ അവരുടെ ഒരു ഏജ് കൂടുന്നതനുസരിച്ച് അവർക്ക് 14 to 21 വരെ വരാം. അത് അവരുടെ പ്രൊപ്പോർഷൻ, അവരുടെ കൊഴുപ്പ് എത്ര ഉണ്ട്, മസിലും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിക്ക് പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത് ഈ BMI ഒക്കെ ഫൈനലി വരുന്നത് ജസ്റ്റ് ആ BMIയിൽ നമുക്ക് എടുക്കാൻ പറ്റില്ല. നമ്മുടെ ബോഡിയിൽ എത്ര കൊഴുപ്പുണ്ട്, എത്ര കൊഴുപ്പിതര വസ്തുക്കൾ, അതാണ് ലീൻ മാസ് ഫാറ്റ് മാസ് റേഷ്യോ എന്ന് പറയുന്നത്. അതാണ് ശരിക്കും നോക്കേണ്ടത്. അപ്പം അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ പലപ്പോഴും ഈ വെയിറ്റിൻ്റെ കാര്യം നമ്മൾ ശ്രദ്ധിച്ചാൽ, ഏതെങ്കിലും ഒരു അസുഖം വന്നു, അപ്പം നമ്മൾ കുറേ നാൾ അല്ലെങ്കിൽ കുറച്ച് നാൾ കിടക്കേണ്ടി വന്നു, അധികം മൂവ്മെൻ്റ് ഇല്ലാതെ. അത് കഴിയുമ്പോഴത്തേക്കുമാണ് സഡനായിട്ട് ഈ വെയിറ്റ് കൂടുന്നത്. അപ്പം പിന്നെ ആ വെയിറ്റ് തിരിച്ചെടുക്കാനായിട്ട് കുറേ കൂടെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇങ്ങനെ ഒരു കുറച്ച് ദിവസം ഇങ്ങനെ ബെഡ് റെസ്റ്റ് പോലെ വേണ്ടി വരുന്ന സാഹചര്യത്തിൽ ശരിക്കും പിന്നീട് വെയിറ്റ് കൂടാതിരിക്കാൻ എന്താണ് ശ്രദ്ധിക്കേണ്ടത്? ഈ ഒരു അസുഖം വന്ന് വെയിറ്റ് വയ്ക്കുന്നു,
അതുപോലെ തന്നെ നമ്മുടെ സൊസൈറ്റിയിൽ ഏറ്റവും കൂടുതലുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നത് ലേഡീസ് പ്രഗ്നൻ്റ് ആയിട്ട്, അതുപോലെ പ്രഗ്നൻസിയിൽ വന്നില്ലെങ്കിൽ അത് പോസ്റ്റ്പാർട്ടം ടൈമിൽ കുഞ്ഞിന് ഫീഡ് ചെയ്യുന്ന സമയത്ത്, പിന്നെ ഒരു അസുഖം വന്നു കഴിഞ്ഞ് ചിലപ്പോൾ അസുഖം വന്നു കഴിയുമ്പോൾ അയാൾ വണ്ണമൊക്കെ കുറഞ്ഞു പോയി കാണും. പിന്നെ അത് കഴിഞ്ഞിട്ട് തിരിച്ചു വരിക. ഈവൻ ഇപ്പോൾ ഒരു ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് തുടങ്ങി, കീമോതെറാപ്പിയൊക്കെ ആകുമ്പോൾ കുറഞ്ഞു വന്നു, പിന്നെ അവർക്ക് ഒറിജിനലി ഉള്ളതിനേക്കാളും പിന്നെ അങ്ങ് കൂടുകയാണ് ചെയ്യുന്നത്. മിക്കവാറും ക്യാൻസർ വന്നപ്പോൾ തന്നെ ഓവർ വെയ്റ്റിലായിരിക്കും മിക്കവാറും പേഷ്യൻസിൻ്റെയൊക്കെ ക്യാൻസറിൻ്റെ തുടക്കം. അവർ വരാൻ പോകുന്ന സമയത്ത് മിക്കവാറും ഒരു 90% ഓവർ വെയ്റ്റ് ഉള്ളവരാണ് ക്യാൻസർ വരുന്നത്. കീമോതെറാപ്പിയുടെ സമയത്ത് ഇച്ചിരി കുറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ കുറഞ്ഞു പോയല്ലോ, പിന്നെ അതെല്ലാം കൂടെ കൂട്ടിയെടുക്കാനുള്ള ഒരു ശരിക്കും ശ്രമമാണ് നടക്കുന്നത്. അപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ ആവശ്യത്തിൽ കൂടുതൽ ഭക്ഷണം കഴിക്കുന്നു. അത് തന്നെ, പ്രത്യേകിച്ച് കാർബോഹൈഡ്രേറ്റും എനർജിയും. ഇപ്പം റെസ്റ്റിലുള്ള ഒരാൾക്ക് അധികം എനർജിയുടെ ആവശ്യമില്ല. പ്രഗ്നന്റ് ലേഡീസ്, ഇപ്പം നമ്മളുടെ നാട്ടിനെ സംബന്ധിച്ചിടത്തോളം പ്രഗ്നന്റ് ലേഡീസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രഗ്നന്റ് ലേഡീസ് റെസ്റ്റ്, ഒത്തിരി ഫിസിക്കൽ ആക്ടിവിറ്റി പാടില്ല. അവരൊരു മൈൽഡ് ആയിട്ടുള്ള നിലയിലേ പാടുള്ളൂ. അത് കൂടുതൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പ്രിമച്ചർ ലേബറിനും ഒക്കെ ഉള്ള പോസിബിലിറ്റി കൂട്ടും. അത് തന്നെയാണ് നമ്മൾ കണ്ടത്. കോവിഡ് ടൈമിൽ പ്രിമച്ചർ ഡെലിവറി തന്നെ ഇല്ലായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പ്രഗ്നൻ്റ് ആണെങ്കിലും അവർ എല്ലാ കാര്യങ്ങളും ചെയ്യാനും ടൂർ പോകാനും ട്രാവൽ ചെയ്യാനും ഒക്കെ ചെയ്യുമ്പോഴാണ് ഈ കൊച്ചിന് മാസം തികയാതെ പ്രസവവും പ്രഗ്നൻസി കോംപ്ലിക്കേഷനും എല്ലാം പോകുന്നത്. എന്ന് പറഞ്ഞാൽ പ്രഗ്നന്റ് ലേഡീസ് എല്ലാം അനങ്ങാതിരിക്കണമെന്നല്ല, അവരൊരു ജെന്റിലായിട്ടുള്ള എക്സസൈസുകളാണ് ചെയ്യേണ്ടത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ പ്രഗ്നൻസി സമയത്ത് ആവശ്യത്തിൽ കൂടുതൽ ഭക്ഷണം കഴിക്കും. 2 പേർക്ക് വേണമെന്നുള്ളതെന്നും പറഞ്ഞ് ഭക്ഷണം കഴിക്കും. 2 പേർക്ക് വേണ്ട ഭക്ഷണമല്ല വരുന്നത്, ശരിക്കും ബോഡി ബിൽഡിംഗ് ഭക്ഷണങ്ങളാണ് വേണ്ടത്, എക്സ്ട്രാ വേണ്ടി വരുന്നത്. അല്ലാതെ കാർബോഹൈഡ്രേറ്റ് വരരുത്, ഫാറ്റും വരരുത്. ഫാറ്റ് വരാം, ഫാറ്റ് വേണ്ടത് ഒമേഗ 3-6 നമ്മുടെ ഫുഡിലൊക്കെ ജനറലി കൂടുതലായിരിക്കും. ഒമേഗ 3-6-9 ആണ് ബോഡി ബിൽഡിംഗ് ഫാറ്റ്. അതുപോലെ പ്രോട്ടീന്, പിന്നെ ബിൽഡ് ചെയ്യണമെങ്കിൽ അതിന് വേണ്ട ആക്സസറീസ് ആണ് ഈ വൈറ്റമിൻസും മിനറൽസും ഒക്കെ. അത് മാത്രമേ എക്സ്ട്രാ വരാൻ പാടുള്ളൂ. അല്ലാതെ സാച്ചുറേറ്റഡ് ഫാറ്റോ അതുപോലെ തന്നെ കാർബോഹൈഡ്രേറ്റോ എക്സ്ട്രാ വരരുത്, പ്രത്യേകിച്ച് റെസ്റ്റ് എടുക്കുന്ന ഒരാൾ. അപ്പം നമ്മുടെ ഒരു ടെൻഡൻസി തന്നെ നമുക്കറിയാം, ഒരാൾക്ക് പനി പിടിച്ചു കഴിഞ്ഞാൽ ഉടനെ ബ്രെഡും ബിസ്ക്കറ്റും അല്ലെങ്കിൽ കഞ്ഞിയാണ്. പക്ഷെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചോറും കഞ്ഞിയൊക്കെ വരുന്നത്. ശരിക്കും ഒരു അസുഖമുള്ള ഒരാൾക്ക് വെള്ളത്തിൻ്റെ അളവ്, അതായത് ഇലക്ട്രോലൈറ്റ്സ് വേണമെന്നുണ്ടെങ്കിൽ ചോറ് അധികം കഴിക്കരുത്, പക്ഷെ കഞ്ഞി വെള്ളമാവാം. ഉപ്പിട്ട കഞ്ഞിവെള്ളം കുടിക്കാം. പ്രത്യേകിച്ച് ഛർദിലോ പനിയോ ഒക്കെ ഉള്ളവർക്ക് അങ്ങനത്തെ ലൈറ്റ് ഫുഡേ പാടുള്ളൂ. ഒരു സിക്കായിട്ടുള്ളവർക്ക് ഭക്ഷണത്തിൽ പ്രത്യേകിച്ച് കാർബോഹൈഡ്രേറ്റ് പോലെയുള്ള, പ്രത്യേകിച്ച് ഓവർ വെയിറ്റ് ഉള്ള ഒരാളാണെങ്കിൽ ഭക്ഷണം കുറയ്ക്കണം. കാർബോഹൈഡ്രേറ്റും സാച്ചുറേറ്റഡ് ഫാറ്റും കുറയ്ക്കണം. കൂടുതൽ വാട്ടറി ആയിട്ടുള്ള ഇലക്ട്രോലൈറ്റ്സും ഇതുമൊക്കെ ഉള്ള ഒരു സൂപ്പ് പോലെയുള്ള കാര്യങ്ങൾ കഴിക്കുക. പ്രത്യേകിച്ച് ഓവർ വെയിറ്റ് ഉള്ള ഒരാളാണെങ്കിൽ അവർ ഒരു നോൺ വെജ് ആണെങ്കിൽ മട്ടൺ സൂപ്പോ അല്ലെങ്കിൽ പരിപ്പ് അങ്ങനത്തെ സാധനങ്ങൾ, ലീഫി വെജിറ്റബിൾസ് ഒക്കെ വെച്ചിട്ട് സൂപ്പി ആയിട്ടുള്ള സാധനങ്ങളാണ് കഴിക്കേണ്ടത്. അല്ലാതെ ആവശ്യമില്ലാതെ കഴിക്കുന്നതുകൊണ്ടാണ് ഈ ചോറും ചപ്പാത്തിയും എപ്പോഴും ടെൻഡൻസി അതാ. ക്ഷീണം വന്നാൽ ഉടനെ പോയി ചോറോ ചപ്പാത്തിയോ കഴിക്കുക. അതല്ല നമ്മുടെ ബോഡിക്ക് വേണ്ടത്, അതല്ല നമുക്ക് വേണ്ടത്. കാലറിയൊക്കെ ഇഷ്ടമാണ് ഓവർ വെയിറ്റ് ആയിട്ടുള്ളവർ, ഞാൻ അണ്ടർ വെയിറ്റിലുള്ളവരല്ല പറയുന്നത്. അണ്ടർ വെയിറ്റോ നോർമൽ വെയിറ്റോ ആയിട്ടുള്ളവർക്ക് അവരുടെ വിശപ്പ് അനുസരിച്ച് അവർക്ക് ഇഷ്ടമുള്ളതനുസരിച്ച് അവർക്ക് കഴിക്കാം മോഡറേറ്റ് ആയിട്ട്. പക്ഷെ ഒരു അസുഖമുള്ള ഒരാൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് വാട്ടർ കൂടുതൽ വരണം, മോഡറേറ്റ് ആയിട്ട് പ്രോട്ടീനുള്ള പയറുവർഗ്ഗങ്ങളോ ഇലക്കറികളോ അതുപോലെ വൈറ്റമിൻസും മിനറൽസും ഉള്ള കാര്യങ്ങൾ കഴിക്കാനാണ് ശ്രദ്ധിക്കേണ്ടത്. അല്ലാതെ തെറ്റിപ്പോകുന്നത് കൊണ്ടാണ് ഓവർ വെയിറ്റിലേക്ക് പോകുന്നത്. വൺസ് ഓവർ വെയിറ്റിൽ എത്തിയാൽ തിരിച്ചു വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെരി ഡിഫിക്കൽട്ടാണ്. കാരണം അവരുടെ ആ ഫുഡ് ഹാബിറ്റ്സും എല്ലാം തെറ്റിയിരിക്കുകയാണ്. പിന്നെ വെയിറ്റ് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മടിയായി വരും എന്തിനോടും. കാരണം അത്രയും വെയിറ്റ് വെച്ചുകൊണ്ട്, ഭാരം വെച്ചുകൊണ്ട് ചെയ്യണ്ടേ. നമ്മളൊരു 20 കിലോ കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ 20 കിലോ തലയിൽ വെച്ചുകൊണ്ട് നടക്കുന്ന പോലെയാണ് നമ്മൾ നടക്കാൻ പോവുകയാണ് അതിന്. അപ്പം മുട്ടിന് വേദന വരും, ആങ്കിളിന് ഹീലിന് വേദന വരും, മുപ്പൂറ്റി വേദന വരും, ആകെ പ്രശ്നമാകും. അപ്പോൾ പിന്നെ വെയിറ്റ് തിരിച്ചു കൊണ്ടുവരാൻ പറ്റാതെ വരും. അതാണ് പലപ്പോഴും ലേഡീസൊക്കെ പ്രഗ്നൻസി സമയത്ത് വെയിറ്റ് ഗെയിൻ ചെയ്ത് അത് പിന്നെ അവരുടെ ജീവിതകാലം മുഴുവൻ അത് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. അതാണ് അവരെ രോഗത്തിലേക്ക് നയിക്കുന്നത്. ഈ വെയിറ്റിന്റെ കാര്യം പറയുമ്പോഴത്തേക്കും പൊതുവെ ഒരു ധാരണ എന്താണെന്ന് വെച്ചാൽ ഈ വെയിറ്റ് കൂടുതലുള്ളവർക്ക്
എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ ആവശ്യം വരുമ്പോൾ അവർക്ക് ആ ട്രീറ്റ്മെൻറ്റ് എഫക്റ്റീവ് ആവാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ എന്തെങ്കിലും ഒരു സർജറി വേണമെങ്കിലോ അല്ലെങ്കിൽ എന്ത് ട്രീറ്റ്മെൻ്റ് ആണെങ്കിലും അവർക്ക് ആ റിക്കവറി കുറച്ചും കൂടെ പതുക്കെയാണ് എന്നുള്ള ഒരു ജനറൽ ഫീലിംഗ് ഉണ്ട്. അത് എത്രമാത്രം ശരിയാണ്? ജനറൽ ഫീലിംഗ് എന്നല്ല, 100% ഓവർ വെയിറ്റ് ഉള്ള ഒരാൾക്ക് എല്ലാ അസുഖങ്ങൾക്കും എന്ത് അസുഖം വന്നാലും കോംപ്ലിക്കേഷനിൽ പോകാൻ ചാൻസ് കൂടുതലാണ്. അത് നമ്മുടെ കോവിഡ് നമുക്ക് പ്രൂവ് ചെയ്തു തന്നു. ഓവർ വെയിറ്റ് ഉള്ളവരാണ്, മറ്റേ അസുഖം ഇല്ലായിരുന്നു എന്ന് പറയുന്ന ഓവർ വെയിറ്റ് ഉള്ള ആൾക്കാരാണ് കൂടുതൽ മരിച്ചിരിക്കുന്നത്. അവർക്ക് ഇപ്പോൾ ഒരു കോവിഡ് ഒരു എന്ത് പ്രോബ്ലം വന്നാലും, ഒരു വൈറൽ ഇൻഫെക്ഷൻ വന്നാലും, അതുപോലെ തന്നെ ഒരു ആക്സിഡന്റ് വന്നാലും, ഇപ്പൊ നമുക്ക് കാണാം ഇപ്പൊ നമ്മളൊരു ആക്സിഡന്റ് വന്നു, ഒരു ഒരു ജോയിന്റ് ഒടിഞ്ഞു, അവരുടേത് ഇപ്പോൾ ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം ട്രീറ്റ് ചെയ്യാൻ പോലും നമുക്ക് ഒത്തിരി ഈസിയാണ്. വണ്ണം കുറഞ്ഞിട്ടുള്ള ആൾക്കാര്, ആ വണ്ണം കൂടിയ ആളുടെ ഒന്ന് നമ്മളൊന്ന് പിടിച്ചിട്ട് പ്ലാസ്റ്ററിൽ ഇടുമ്പം അത് എവിടെയാണെന്നൊന്നും അറിയാൻ പറ്റില്ല, മൊത്തം ഫാറ്റിനകത്ത് ഇരിക്കുകയല്ലേ, അത് കണ്ടുപിടിക്കാൻ പറ്റില്ല. നമുക്ക് ബോണി ഡിമാർക്കേഷൻസ് പോലും കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പോൾ ഇറ്റ് വിൽ ബി ഒരു ഒടിവ് വന്നു കഴിഞ്ഞാൽ അത് നേരെയാക്കാൻ മുതൽ എല്ലാത്തിനും പാടായിരിക്കും. അപ്പം മിക്കവാറും ഈ ഓവർ വെയിറ്റ് ആയിട്ടുള്ളവർക്ക് ഡയബറ്റീസും ഹൈപ്പർ ടെൻഷനും കിഡ്നി കോംപ്രമൈസ്ഡ് ആയിരിക്കും, ഫാറ്റി ലിവർ ഉണ്ടാവും, ഇതെല്ലാം അവർക്കുണ്ടാവും. ഒൺലി തിങ് അതിനു മുമ്പ് അവർ കണ്ടുപിടിച്ച് പ്രൂവ് ചെയ്ത് വെച്ചിട്ടില്ലെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പൊ പലരും പറയുമല്ലോ, കോവിഡ് ഒരു രോഗം ഇല്ലാത്ത ആൾക്ക് കോവിഡ് ഒന്ന് മരിച്ചു, പെട്ടെന്ന് മരിച്ചു എന്നൊക്കെ പറയുമ്പോൾ, അല്ല റീനൽ ഫെയിലിയറിലേക്ക് പോയി. ഇതൊന്നും പറയുന്ന അവർക്ക് രോഗം ഇല്ലാത്തതുകൊണ്ടല്ല, അവർക്ക് രോഗം ഉണ്ടായിരുന്നു, അത് കണ്ടുപിടിച്ചിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പം ഈ ഓവർ വെയിറ്റ് ആയിട്ടുള്ളവർക്ക് എല്ലാ കാര്യങ്ങൾക്കും റിസ്ക് കൂടുതലാണ്. ഇപ്പം നമുക്കിപ്പം മോഡേൺ മെഡിസിൻ നമ്മൾ റിസ്ക് എടുത്ത് നോക്കിയാൽ ലൈഫ് സ്റ്റൈൽ ഡിസീസിന്റെ റിസ്ക്, ക്യാൻസറിന്റെ റിസ്ക് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫസ്റ്റ് ഒബേസിറ്റിയാണ്. ഡയബറ്റീസിന്റെ റിസ്ക്, ടൈപ്പ് 2 ഡയബറ്റീസ് ഒബേസിറ്റിയാണ്. ഹൈപ്പർ ടെൻഷൻ ഒബേസിറ്റിയാണ് റിസ്ക്. അതുപോലെ ഏത് രോഗത്തിനും ഡയബറ്റിസ് ഓവർ വെയിറ്റ് ആണെങ്കിൽ അത് ഒരു രോഗമായിട്ട് കണക്കാക്കണം. ശരിക്കും നമ്മളുടെ വെയിറ്റ് കൂടുന്നതിന്, അതിൻ്റെ കുടവയറ് വരുമോ നമ്മളുടെ വെയിറ്റ് കൂടുന്ന, അതിനെ തന്നെ ഒരു മുഴയായിട്ട് കണക്കാക്കണം. നമ്മൾ ആണുങ്ങൾ പോലും 10 months പ്രഗ്നൻസിയേക്കാളും കൂടുതൽ വയറുമായിട്ട് നടക്കുകയാണ്. അപ്പൊ അത് അതിനെ തന്നെ ഒരു മുഴയായിട്ട്, അത് എക്സസൈസ് ഓവർഗ്രോൺ ചെയ്തിരിക്കുന്ന ഒരു എൻഡോക്രൈൻ ഗ്ലാൻഡ് ആണ്. ഇപ്പൊ നമ്മൾ മനസ്സിലാക്കണം, പണ്ട് നമ്മൾ ഫാറ്റിനെ നമ്മൾ എൻഡോക്രൈൻ ഗ്ലാൻഡ് ആയിട്ട് അന്തർസ്രാവി ഗ്രന്ഥി, നമ്മൾ തൈറോയിഡും ടെസ്റ്റിസും ഓവറീസും അല്ലെ അഡ്രിനൽ ഗ്ലാൻഡും പോലെ നമ്മളൊരു എൻഡോക്രൈൻ ഗ്രന്ഥിയാണ് ഫാറ്റ് മാസ് എന്നുള്ളത് നമുക്കറിയില്ലായിരുന്നു. പക്ഷെ ഇപ്പം വെരി ക്ലിയർ ആണ്, നമ്മുടെ ഫാറ്റിനകത്ത് പലതരം ഹോർമോൺസ് ഉണ്ടാകുന്നുണ്ട്, നോട്ട് 1 or 2. അപ്പം പലതരം ഹോർമോൺസ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഫാറ്റ് കൂടുമ്പം ഇപ്പം നമ്മൾ തൊണ്ടയിൽ ഒരു മുഴ വരുമ്പോൾ നമ്മൾ അതിനെ സീരിയസ് ആയിട്ട് എടുക്കും, ഇല്ലേ? നമ്മൾ ഉടനെ അതിനെ എങ്ങനെയെല്ലാം തൊണ്ട മുഴയൊന്ന് മാറ്റിക്കളയാനായിട്ട് നമുക്ക് പേടിയാ, ക്യാൻസർ ആണോ എന്ന് കരുതി നമ്മൾ തൈറോയ്ഡ് ഗ്ലാൻഡിനെ എടുത്തു കളയാനായിട്ട് നോക്കും. പക്ഷെ ഫാറ്റ് ഹോൾ ബോഡിയിലായിട്ടാണ് ഇരിക്കുന്നത്. വയറിനകത്ത് നമുക്ക് പോയി വയറിലൊരു ഓപ്പറേഷൻ ചെയ്ത് ഫാറ്റിനെ എടുത്ത് മാറ്റാൻ പറ്റില്ല. കാരണം പുറമേ ഉണ്ടാകും, സ്കിന്നിനടിയിലുണ്ടാകും, കുടലിന് ചുറ്റും ഉണ്ടാകും, കുടലിലെ തൂക്കിയിട്ടിരിക്കുന്ന കേർട്ടന് മുഴുവൻ ഉണ്ടാകും, പിന്നെ അതിൻ്റെ മുമ്പിൽ കിടക്കുന്ന ഒരു കേർട്ടൻ പോലെ ഉണ്ട്, അതിൽ മുഴുവൻ ഇതായിരിക്കും. സോ നമുക്ക് ഓപ്പറേറ്റ് ചെയ്ത് തന്നെ കളയാൻ പറ്റില്ല. നമുക്കത് എക്സസൈസ് ചെയ്തും ഭക്ഷണം കൺട്രോൾ ചെയ്തും അതിനെ ബേൺ ഔട്ട് ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ. അതിനെ കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും ആക്കി മാറ്റണം. ഈ ഫാറ്റ് എന്ന് പറയുന്നത് ഹൈഡ്രോ കാർബൺ ആണ്, ജസ്റ്റ് ലൈക്ക് നമ്മുടെ മിനറൽ ഓയിൽ, പെട്രോളും ഡീസലും പോലെയുള്ള ഒരു ഹൈഡ്രോ കാർബൺ ആണ്. ഹൈഡ്രജനും കാർബണും മാത്രം. അതിനകത്ത് ഓക്സിജൻ ഇട്ട് അതിനെ ബേൺ ഔട്ട് ചെയ്ത് അതിനെ എനർജി ആക്കി നമ്മൾ യൂസ് ചെയ്ത് കളയണം. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഫൈനലി ഉള്ള കത്തിക്കലിൽ മാത്രമേ അത് തീരുള്ളൂ. അപ്പോൾ അതിലേക്ക് പോകാതെ നമ്മൾ സ്വയം തന്നെ തീരുമാനിച്ച് നമ്മളുടെ ഫുഡ് കൺട്രോൾ ചെയ്യുക, എക്സസൈസ് ചെയ്യുക. അത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബേസിക്കലി നമ്മളുടെ ഈ 90% നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന മരുന്നുകൾ നമുക്ക് ആവശ്യം വരില്ല. 90% രോഗങ്ങളും പ്രിവെന്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഒറ്റ കാര്യം ചെയ്താൽ മതി, നമ്മുടെ ഈ കൊഴുപ്പിനെ കൺട്രോൾ ചെയ്താൽ മാത്രം മതി. ഇന്ന് ഏറ്റവും വലിയ പാൻഡമിക്, ശരിക്കും പറഞ്ഞാൽ ലോകം മുഴുവനും ഏറ്റവും കൂടുതലായിട്ടുള്ള രോഗം
ഒബേസിറ്റിയും ഓവർ വെയ്റ്റുമാണ്. ഇനി ചിൽഡ്രനിലേക്ക് പോലും ഐ തിങ്ക് പഴയ കണക്കുകളൊക്കെ പറയുന്നത് തന്നെ ഒരു 60% ഓഫ് ദി പോപ്പുലേഷൻ ഈസ് ഒബേസിറ്റി എന്നാണ്. മേ ബി ഇപ്പോൾ എടുത്തു കഴിഞ്ഞത് 80% ഓവർ വെയ്റ്റ് അല്ലെങ്കിൽ ഒബേസിറ്റിയിലായിരിക്കും ഇപ്പോഴത്തെ പോപ്പുലേഷൻ. നമുക്കൊരു ഒരു ക്ലാസ്സിൽ പിള്ളേരെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 10% പോലും കാണുകയില്ലായിരിക്കും ഒബേസിറ്റിയിലില്ലെങ്കിലും ഓവർ വെയ്റ്റ് അല്ലാത്ത പിള്ളേർ. അതിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിള്ളേരുടെ കാര്യത്തിൽ കുറച്ചും കൂടെ. പിന്നെ ഓരോ സോഷ്യൽ എക്കണോമിക് അപ്പർ സ്കൂൾ ഹയർ എൻ്റെ ആൾക്കാർ എക്കണോമിക്കലി അപ്പർ ക്ലാസ് പഠിക്കുന്ന സ്കൂളുകളെല്ലാം അങ്ങനെയായിരിക്കും. ഈവൻ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈവൻ ലോവർ സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ്. ഈവൻ പഴയ കാലത്താണെങ്കിൽ ഗസ്റ്റ് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നവർ ഉള്ള ലേബറേഴ്സ് പോലെയുള്ളവരെങ്കിലും അണ്ടർ വെയ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ വന്ന് ഒരു 5 വർഷം ഇവിടെ നിന്ന് ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരും ഓവർ വെയ്റ്റ് ആയി മാറുന്നു. അപ്പോൾ ആ മൊത്തം ഒബേസിറ്റി നമ്മളുടെ ലോകം മുഴുവൻ അത് വരികയാണ്. അതിനെ പിടിച്ചു നിർത്താൻ നമുക്ക് പറ്റിയില്ലെങ്കിൽ നമ്മൾ മറ്റു രോഗങ്ങളിലേക്ക് പോകും എന്നുള്ള. പക്ഷെ അതിനെ പിടിച്ചു നിർത്താൻ പറ്റിയാൽ ഡെഫിനറ്റ്ലി 90% ഓഫ് ദി ലൈഫ് സ്റ്റൈൽ ഡിസീസ് 100% എന്ന് തന്നെ പറയാം. പക്ഷെ നമുക്കത് മാറ്റാൻ പറ്റുന്നതേ ഉള്ളൂ. ഇപ്പം പലപ്പോഴും പറഞ്ഞു കേൾക്കുന്നത് എനിക്ക് ഓവർ വെയ്റ്റ് വരുന്നത് ഭക്ഷണം കൊണ്ടല്ല, ഈ എൻ്റെ തൈറോയിഡിൻ്റെ കംപ്ലൈൻറ്റ് കൊണ്ടാണ്. അങ്ങനെ ഒരു പൊതുവെ ഒരു അണ്ടർസ്റ്റാൻഡിങ് കൊണ്ട് ഈ തൈറോയിഡിൻ്റെ കംപ്ലൈൻറ്റ് കാരണം ഭയങ്കരമായിട്ട് ഈ വെയിറ്റ് കൂടി നിൽക്കുമെന്ന്. അപ്പം അത് ശരിക്കും പറഞ്ഞാൽ അത് എങ്ങനെയാണത് മാനേജ് ചെയ്യാൻ പറ്റുക? തൈറോയിഡിന്റെ കംപ്ലൈന്റ് കൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൈറോയിഡ് ഗ്ലാൻഡ് ആണ് നമ്മുടെ മെറ്റബോളിസത്തെ കൺട്രോൾ ചെയ്യുന്നത്. അത് ഫാറ്റ് മെറ്റബോളിസം ഉണ്ട്, കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസം ഉണ്ട്, പ്രോട്ടീൻ മെറ്റബോളിസം ഉണ്ട്. ഹോൾ മെറ്റബോളിസത്തിന്റെ ഒരു സിംഗുലർ ആയിട്ട് നോക്കിയ എല്ലാത്തിനെയും കൺട്രോൾ ചെയ്യുന്ന ഒരു ഗ്ലാൻഡ് ആണ് തൈറോയിഡ് ഗ്ലാൻഡ്. ഈവൻ നമ്മൾ കൊച്ചു കുട്ടികളിൽ തൈറോയിഡ് ഡെഫിഷ്യൻസി എല്ലാം വന്നാൽ അവർ മന്ദബുദ്ധിയായി പോകും. ശരിക്കും ക്രെറ്റിനിസം എന്ന് പറയും. ഒരു സൈസും ഉണ്ടാവില്ല, വളർച്ചയും കിട്ടൂല, ബുദ്ധിയും വികസിക്കില്ല. അപ്പം വിതിൻ മന്ത്സ് തന്നെ അത് കണ്ടുപിടിച്ച് കറക്റ്റ് ചെയ്തില്ലെങ്കിൽ അവരുടെ ആ ബുദ്ധിവികാസം ഒരിക്കലും തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ല. അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഹോർമോണാണ് തൈറോയ്ഡ് ഹോർമോൺ. അപ്പം ഈ തൈറോയിഡിന്റെ കുഴപ്പം കൊണ്ട് ഇതെന്ന് പറയുമ്പോൾ നമ്മളുടെ ഇപ്പോഴത്തെ തൈറോയ്ഡ് ഹോർമോണിൽ നമ്മൾ ഈ ഓവർ വെയ്റ്റ് ഉണ്ടാക്കുന്നത് 3 തരത്തിലാണ് മെയിൻലി തൈറോയിഡിന്റെ വരുന്നത്. ഒന്ന് MNG എന്ന് പറയും, അത് മൾട്ടി നോഡുലാർ ഗോയിറ്റർ. അത് നമുക്ക് തൈറോയിഡിന് ഉണ്ടാക്കാൻ പറ്റാത്തതുകൊണ്ട് തൈറോയിഡ് ഗ്ലാൻഡ് തന്നെ വളർന്നുകൊണ്ടിരിക്കുന്ന, വളരെയല്ല ശരിക്കും അതിനകത്ത് ഒരു സിസ്റ്റ് പോലെ വരും, വെള്ളം കിട്ടുന്നത് പോലെ. അത് അയഡിൻ്റെ ഡെഫിഷ്യൻസിയാണ് അതിൻ്റെ മെയിൻ കാരണം. പിന്നെ ഉള്ളത് ഹാഷിമോട്ടോ തൈറോയിഡൈറ്റിസ് ആണ്. അത് നമ്മളുടെ തൈറോയിഡ് ഗ്ലാൻഡിനെ ഒരു തൈറോയിഡൈറ്റിസ് എന്ന് പറയും. അത് വന്നിട്ട് നമുക്ക് തൈറോയിഡ് ഗ്ലാൻഡിൻ്റെ ഹോർമോൺസ് ഉണ്ടാക്കാൻ പറ്റാതെ വരുന്നു. TSH കൂടും, അതായത് ബ്രെയിനിൽ നിന്നുള്ള ഹോർമോൺ കൂട്ടി നമ്മുടെ തൈറോയിഡ് ഗ്ലാൻഡിനോട് കൂടുതൽ T3 ഉണ്ടാക്കുക, T4 ഉണ്ടാക്കുക എന്ന് ആദ്യം പറയും. ആദ്യം TSH ആയിരിക്കും കൂടുന്നത്. അത് തൈറോയിഡ് ഉണ്ടാക്കുന്നതല്ല, ബ്രെയിൻ ഉണ്ടാക്കുന്നതാണ്. അത് പറഞ്ഞിട്ടും കേൾക്കാതെ വന്നിട്ടും പിന്നെയും ആദ്യം TSH കൂടുള്ളൂ. എന്നിട്ട് അത് എത്ര കൂട്ടാൻ പറഞ്ഞിട്ടും കൂടാതെ വരുമ്പോഴേക്കും പിന്നെ T3 T4 കുറഞ്ഞു പോകും. ഈ T3 T4 ആണ് നമ്മളുടെ ആക്റ്റീവ് ഇൻഗ്രീഡിയൻറ്റ്. അതാണ് സെല്ലിനകത്ത് കയറി ഫൈനലി നമ്മളുടെ മെറ്റബോളിസത്തെ എഫക്റ്റ് ചെയ്യുന്നത്. അപ്പം അതില്ലാതെ വരുന്നതോടുകൂടി നമ്മൾ ഡൗൺ ആവും, ഒന്നിനും മടിയാവും. തൈറോയ്ഡ് ആക്ഷൻ, നമുക്ക് എനർജി വേണ്ടേ, എനർജി മെറ്റബോളിസം, എനർജി ഉണ്ടാക്കാൻ പറ്റാതെ വരും. അപ്പോൾ എന്ത് പറ്റും, നമ്മൾ എന്ത് കഴിക്കും, നമുക്ക് ക്ഷീണം വരും, നമ്മളെടുത്ത് കഴിക്കും. കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെ ഉപയോഗിക്കാൻ പറ്റില്ല. അതെല്ലാം നമ്മളുടെ ഫാറ്റായിട്ട് കെട്ടി വന്നുകൊണ്ടിരിക്കും. ഈ എക്സ്ട്രാ ഉള്ളതിനെ പതുക്കെ ഫാറ്റാക്കി മാറ്റാൻ പറ്റും, പക്ഷെ അതിനെ കാലറി ആക്കി മാറ്റാനുള്ള എനർജി അവിടെയാണ് ബ്രേക്ക് വരുന്നത്. അപ്പം അതുകൊണ്ടാണ് തൈറോയ്ഡ്, പ്രത്യേകിച്ച് ഹാഷിമോട്ടോ തൈറോയിഡിസ് ഉള്ള ആൾക്കാർക്ക് വെയിറ്റ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നത്. അതേസമയത്ത് വേറൊരു തരം തൈറോയിഡ് ഡിസീസ് ഉണ്ട്, ഗ്രേവ്സ് ഡിസീസ് എന്ന് പറയും. അത് ഹൈപ്പർ തൈറോയിഡിസം. മറ്റേ ഇതാണ് ഹൈപ്പോ ആണ് ഉണ്ടാകുന്നത്, അത് ഹൈപ്പറാണ്. അതിലെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ തൈറോയ്ഡ് ഗ്ലാൻഡ് അതിനൊരു ഇമ്മ്യൂൺ സിസ്റ്റത്തിനൊരു കുറവ് വന്നിട്ട്, അതിനൊരു തെറ്റ് വന്നിട്ട് അത് ഈ നമ്മുടെ തൈറോയ്ഡ് ഗ്ലാൻഡിനെ കൊണ്ട് കൂടുതൽ തൈറോക്സിൻ ഉണ്ടാക്കിയ രണ്ടും ഓട്ടോഇമ്മ്യൂൺ ഡിസീസാണ്. അപ്പം അത് വേറൊരു രീതിയിൽ. അപ്പം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ മെറ്റബോളിസം എല്ലാം അങ്ങ് കൂടുക, T3 T4 ഒക്കെ കൂടി മെറ്റബോളിസം കൂടി നമ്മൾ ക്ഷീണിച്ചു പോവുക, കൈയൊക്കെ വിറയൽ വരിക.
നെഞ്ചിടിപ്പ് കൂടുക, ഇതൊക്കെ ആയിരിക്കും. അത് പക്ഷേ കമ്പാരിറ്റീവ്ലി കുറവാണ് ഉള്ളത്. പക്ഷേ ഹൈപ്പോതൈറോയിഡിസം ആണ് കൂടുന്നത്. ഹൈപ്പോതൈറോയിഡിസം ഒബേസിറ്റി ആയിട്ടാണ് ഡയറക്റ്റ്ലി കണക്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ ഒരു കോമൺ ആയിട്ടുള്ള ഒരു അനുമാനം എന്ന് പറയുന്നത് ഈ ഡിപ്രഷൻ ഒക്കെ അടിച്ചു കഴിഞ്ഞാൽ ആൾക്കാരുടെ വെയിറ്റ് കൂടും. അതേസമയം ഉള്ളൊരു പൊതുവെ ഒരു അഭിപ്രായം എന്താ വെച്ചാൽ ഈ ഡിപ്രഷൻ എന്നൊക്കെ പറയുന്നത് എന്തോ പല ആൾക്കാർക്കും ഇത് വരുന്നൊരു കാര്യമാണ്, അല്ലാതെ ഇത് റെയർ ആയിട്ടുള്ള കാര്യമല്ല. അപ്പം ഇങ്ങനെ ഈ ഡിപ്രഷൻ പല സമയത്തായിട്ട് വരാം. എന്നിട്ട് ഈ ഡിപ്രഷൻ്റെ ഒരു രീതി എന്താണെന്ന് വെച്ചാൽ വെയിറ്റ് കൂട്ടുക എന്നുള്ളതാണ്. അപ്പം അങ്ങനത്തെ സാഹചര്യത്തിൽ ശരിക്കും ഈ ഡിപ്രഷൻ്റെ സമയത്തുള്ള ഭക്ഷണത്തിൻ്റെ ക്രമീകരണവും പറ്റി എന്താണ് മനസ്സിലാക്കേണ്ടത്? ഡിപ്രഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ബ്രെയിനിനെയാണ് അഫക്റ്റ് ചെയ്യുന്നത്. നമ്മുടെ ന്യൂറോളജിക്കൽ സിസ്റ്റത്തിൽ നമ്മുടെ ബ്രെയിനിലെ കെമിക്കൽ മെക്കാനിസംസിൽ വരുന്ന വ്യതിയാനങ്ങൾ കൊണ്ടാണ് നമ്മൾ ലോ ആയി പോകുന്നത്. അതിൽ വേറൊരു 2 തരം ഇപ്പം നമ്മൾ സൈക്കാട്രിക് ഡിസീസ് എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ ലോ ആയി ഡിപ്രഷൻ അങ്ങനെ പോവും, അല്ലെങ്കിൽ ഹൈപ്പറായിട്ട് ഇറിറ്റബിലിറ്റി, സ്ട്രെസ്, ആങ്സൈറ്റി, അതിൻ്റെ എക്സ്ട്രീം ഫോമായിട്ട് വരുമ്പോഴാണ് നമ്മൾ ബൈപ്പോളാർ ഡിസീസ് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടിരിക്കും. ഇടയ്ക്ക് ഡിപ്രഷൻ വരും, പിന്നെ ഹൈയിലേക്ക് പോകും. പിന്നെ ഉള്ളത് സ്കിസോഫ്രീനിയ, അത് എക്സ്ട്രീം സൈക്കോസിസ് വരുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ പോകുന്നത്. അപ്പോൾ ഈ ഡിപ്രഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മെറ്റബോളിസത്തിൽ ബ്രെയിനിൽ ആക്ടിവേറ്റ് ചെയ്യുന്ന കാര്യങ്ങളിൽ ഒരു കുറവ് വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ നമ്മൾ ഡള്ളായി പോകുന്നു, ഒന്നിനും ഒരു എനർജി വരിക, അവിടെ എനർജി യൂസേജ് വരുന്നില്ല. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കഴിക്കുന്നത്, പിന്നെ വേറൊരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ എനർജി ഇല്ലാതെ വരുമ്പോൾ നമുക്ക് ടയർഡ് ഫീലിംഗ് ആണല്ലോ, അപ്പോൾ നമ്മൾ കൂടുതലെടുത്ത് കഴിക്കാൻ നോക്കും. അല്ലെങ്കിൽ പിന്നെ വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പലർക്കും എന്താണെന്ന് വെച്ചാൽ സ്ട്രെസ്സ് വരുമ്പോൾ ഭക്ഷണം കൂടുതൽ കഴിക്കും. അപ്പോൾ സ്ട്രെസ് ഈറ്റിംഗ് എന്ന് പറയും. അപ്പം വേറൊന്നുമില്ല, ചിലർ സ്ട്രെസ്സ് വരുമ്പോഴാണല്ലോ നമ്മൾ ഈ ഡ്രഗ് അഡിക്ഷനിലേക്കും ആൽക്കഹോൾ അഡിക്ഷനിലേക്കും ചിലർ സ്ട്രെസ് വരുമ്പോൾ ആൽക്കഹോളായിരിക്കും, അതിൻ്റെ കൂടെ കുറേ ഭക്ഷണം കൂടെ കഴിക്കും അതിൻ്റെ ഭാഗമായിട്ട്. പിന്നെ സ്മോക്കിങ്ങിലേക്ക് പോകും. എല്ലാം നമ്മൾ ഡ്രഗ് അഡിക്ഷൻസും, അതായത് നമ്മൾ ഈ റെക്രിയേഷണൽ ഡ്രഗ് അങ്ങനത്തെ വരുന്നത് നമ്മൾ യൂസ് ചെയ്യുന്നത് ശരിക്കും നമ്മളൊരു സ്ട്രെസ് മാനേജ്മെൻറ്റിൻ്റെ ഭാഗമാണ്. അപ്പം ഈ സ്ട്രെസ് മാനേജ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ആൽക്കഹോളും ഉപയോഗിക്കുന്നില്ല, അല്ല സ്മോക്കിങ്ങും ഇതൊന്നും ഇല്ലാത്തവർ പലപ്പോഴും ഫുഡിലേക്കായിരിക്കും പോകുന്നത്. അപ്പം ആ ഫുഡ് നമുക്കൊരു കഴിക്കുമ്പോൾ നമുക്കൊരു സുഖമുണ്ടല്ലോ, ഈ നമ്മുടെ ഈ സെൻസസിനെ എല്ലാം ആക്ടിവേറ്റ് ചെയ്യുന്ന കണ്ണ്, സ്മെല്ല്, കാഴ്ച, സ്മെല്ല്, ഹിയറിങ്, ഈവൻ ടേസ്റ്റ്, ടച്ച്, ഈവൻ പ്രോപ്രിയോസെപ്ഷൻ, നമ്മളെല്ലാം ഈവൻ 5 അല്ല 6 സെൻസസ് ഉണ്ട്. ഈ 6 സെൻസസിനും സുഖം കൊടുക്കുന്നത് അല്ലെ അതിനെ ആക്ടിവേറ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ് നമ്മൾ ഈ ഭക്ഷണം കഴിക്കുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് സ്ട്രെസ് വരുമ്പോൾ സ്ട്രെസ് ഈറ്റിങ്ങിലേക്ക് പോകാം, പിന്നെ ഡിപ്രഷൻ വരുമ്പോൾ അനങ്ങാതെ ഇരിക്കുന്നതുകൊണ്ടും എന്നിട്ട് ഭക്ഷണം കഴിക്കും, ക്ഷീണം വരും, ഭക്ഷണം കഴിക്കും, അപ്പം വെയിറ്റ് കൂടും. അപ്പം ഇതെല്ലാം ഒരു സൈക്കിളായിട്ടാണ് നടക്കുന്നത്. നാച്ചുറലി നമുക്കതിൽ അപ്പം അതിനകത്ത് നമ്മൾ മാറണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഈ ബ്രെയിൻ മെക്കാനിസം തന്നെ കറക്റ്റ് ചെയ്തെടുക്കേണ്ടി വരും. ഈ പലപ്പോഴും ഈ ഡയബറ്റിസ് പോലെയുള്ള അസുഖങ്ങൾ വരുന്നവർ സാധാരണ ഒരു ഓവർ വെയ്റ്റ് ടെൻഡൻസി ഉള്ളവരാണ്. അതേസമയം ഈ ഡയബറ്റീസിന് കഴിക്കുന്ന പല മരുന്നുകളും ഇൻസുലിനും എല്ലാം ഈ വെയിറ്റ് കൂട്ടാനും സാധ്യതയുണ്ട് എന്ന് കേട്ടിട്ടുണ്ട്. അപ്പം ഈ വെയിറ്റ് ഉള്ളത് കൊണ്ട് ഡയബറ്റീസ് വന്നു എന്ന് പറയുന്നു, അതിനുള്ള മരുന്ന് കാരണം വെയിറ്റ് കൂടുന്നു എന്ന് കേൾക്കുന്നു. അത് എത്രമാത്രം ശരിയാണ്? നമ്മൾ ബേസിക്കലി നമ്മൾ ടൈപ്പ് 2 ഡയബറ്റീസിനെ, ഒബേസിറ്റിയും ടൈപ്പ് 2 ഡയബറ്റീസുമായിട്ടാണ് ബന്ധം. ടൈപ്പ് 1 ഡയബറ്റീസുമായിട്ട് ബന്ധമുണ്ട്. കാരണം ടൈപ്പ് 1 ഡയബറ്റീസിൽ നമുക്ക് നമ്മുടെ പാൻക്രിയാസ് ഫങ്ഷനിങ് എല്ലാം ഇൻസുലിൻ കിട്ടിയേ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഇൻസുലിൻ എടുക്കും, ഭക്ഷണം ഇഷ്ടം പോലെ കഴിച്ചു കഴിഞ്ഞാൽ ഓവർ വെയിറ്റ് വരും, ഫാറ്റ് അക്യുമുലേറ്റ് ചെയ്യും. അപ്പം വരുമ്പോൾ എന്താ,
ഇൻസുലിനെ വർക്ക് ചെയ്യുന്നില്ല. അതിൻ്റെ കൂടെ ടൈപ്പ് 2. ടൈപ്പ് 1 എന്ന് പറഞ്ഞാൽ ഇല്ല വഴിയ, ഇൻസുലിൻ ഇല്ല. ടൈപ്പ് 2 എന്ന് പറഞ്ഞാൽ ഇൻസുലിൻ വർക്ക് ചെയ്യുന്നില്ല. അപ്പം ടൈപ്പ് 1 ഡയബറ്റിക് പേഷ്യൻറ്റും വെയിറ്റ് കൂടാതെ നമ്മുടെ കൊഴുപ്പ് ശരീരത്തിലുള്ളത് കൂടാതെ നോക്കേണ്ടത് അത്യാവശ്യമാണ്. അല്ലെങ്കിൽ അവർക്ക് ടൈപ്പ് 1ഉം കൂടെ 2ഉം കൂടെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇൻസുലിൻ എടുത്താലും ഏക്കരുന്നാവും. ടൈപ്പ് 2ലാണെങ്കിൽ ഓൾറെഡി ഇൻസുലിൻ ആവശ്യത്തിനുണ്ട്, പലരിലും ഓവറായിരിക്കും ഇൻസുലിൻ്റെ അളവ്. അപ്പോൾ വീണ്ടും നമ്മൾ എന്താ ചെയ്യുന്നത്, മരുന്ന് വഴി ഓവർ ഇൻസുലിൻ ഉണ്ടാക്കി അല്ലെ ഇൻസുലിൻ ഇഞ്ചെക്റ്റ് ചെയ്ത് വീണ്ടും നമ്മൾ ചെയ്യിപ്പിക്കാനാണ്. ആദ്യമൊക്കെ ഏക്കും, അത് കഴിഞ്ഞാൽ പിന്നെ എത്ര ഇൻസുലിൻ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏക്കാതെ വരും. ഞാൻ ബേസിക്കലി ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷനാണ് ചെയ്യുന്നത്. അതിനകത്ത് നമ്മൾ കാണുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ടൈപ്പ് 2 ഡയബറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100% ക്യൂറബിൾ ആണ്. ക്യൂറബിൾ അല്ലെങ്കിൽ കൺട്രോളബിൾ എന്നല്ല, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ക്യൂർ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും ഇതിനൊക്കെ. ഷുഗർ കൺട്രോൾ ആക്കാൻ പറ്റണം, HbA1c കൺട്രോൾ ആക്കാൻ പറ്റണം. അപ്പോൾ ഒരു ഡയബറ്റിക്കിനെ നോൺ ഡയബറ്റിക് ആക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ HbA1c ഒരു 5.5ലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മൾ അയാളെ 5.7 to 6.4 ആണ് പ്രീ ഡയബറ്റിക് എന്ന് പറയുന്നത് ഇപ്പോഴത്തെ കൺസെപ്റ്റിൽ. പിന്നെ ഇപ്പോൾ ചില വെസ്റ്റേൺ കൺട്രീസിലൊക്കെ ഈവൻ 7 ആയിട്ടുണ്ട്. 7ന് മുകളിൽ വരുമ്പോൾ, അതായത് 6 to 7 ആണ് പ്രീ ഡയബറ്റിക് എന്ന് പറയുന്നത് എന്നുള്ളത്. കാരണം എല്ലാവർക്കും ഈ 5, 6ഉം ഇതും ഒക്കെയാണ് നിൽക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ, അതായത് ഈ കാലം കഴിയുന്ന മോഡേൺ മെഡിസിനിൽ ഇതിൻ്റെയൊക്കെ റേഞ്ച് കൂട്ടിക്കൊണ്ടിരിക്കുക എന്നുള്ളതേ ഉള്ളൂ. ശരിക്കും ഒരാൾ നോൺ ഡയബറ്റിക് എന്ന് പറയുന്നത് ഒരു 5.5ലായിരിക്കണം അയാളുടെ HbA1c. നമുക്ക് ഡയറ്റ് വെച്ച് തന്നെ അത് 5.5ലേക്ക് കൊണ്ടുവരാൻ നിലനിർത്താനും പറ്റും. അതുകൊണ്ടാണ് നമുക്ക് പറയാൻ പറ്റുന്നത് ടൈപ്പ് 2 ഡയബറ്റിസ് പ്യുവർലി ലൈഫ് സ്റ്റൈൽ ഡിസീസാണ്. ലൈഫ് സ്റ്റൈൽ വില്ലിങ് ആണെങ്കിൽ എല്ലാവർക്കും പറ്റണമെന്നില്ല. അപ്പോൾ ചില പേഷ്യൻസ് ഒക്കെ കാണും ഇൻസുലിൻ എടുത്തുകൊണ്ടിരിക്കുന്നവരായിരിക്കും. ഇപ്പം ഇന്ന് ഞാൻ റിവ്യൂവിന് വന്നൊരു പേഷ്യൻ്റ് 1 മന്തേ ആയിട്ടുള്ളൂ. അദ്ദേഹത്തിന് ഇൻസുലിൻ എടുത്തുകൊണ്ടിരുന്നത് 3 തരം ഡയബറ്റീസിന് 3 തരം ടാബ്ലറ്റ് ഉണ്ടായിരുന്നു. അത് കോമ്പിനേഷൻ കൂടെ ഉണ്ടായിരുന്നോ എന്ന് എനിക്കറിയില്ല. പക്ഷെ റീസണബിൾ കൺട്രോളിലായിരുന്നു. 7 സംതിങ്ങിലായിരുന്നു നിർത്തിയിരുന്നത്. 1 മന്ത് ആയപ്പോഴേക്കും അത് 5.3 ആയി HbA1c. 7 സംതിങ്ങിലാണ് വിത്ത് ഈ മരുന്നുകളെല്ലാം വെച്ചുകൊണ്ടുള്ളത്. നമ്മളിപ്പം ഈ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ്റെ ടൈപ്പ് 2 ഡയബറ്റീസ് ആണ്. അതായത് അയാളുടെ ബോഡി ആവശ്യത്തിന് ഇൻസുലിൻ ഉണ്ടാക്കുന്നുണ്ട് എന്ന് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ ഇൻസുലിൻ എല്ലാം ഡയബറ്റീസിൻ്റെ എല്ലാം മരുന്ന് നിർത്തിക്കൊണ്ടാണ്. എല്ലാ മരുന്നും വർഷങ്ങളായിട്ട് ഡയബറ്റീസിന് ടാബ്ലറ്റും ഇൻസുലിനും ഒക്കെ എടുക്കുന്ന ആളാണ്. എല്ലാ മരുന്നും നിർത്തി ഇതിനെ മന്ത് 5.3 ആക്കാൻ പറ്റുമെങ്കിൽ അതിന് നമ്മൾ മരുന്നില്ലാതെ ഡയബറ്റീസിൻ്റെ ഷുഗറല്ല, ഷുഗർ യൂഷ്വലി നന്നായി കറക്റ്റായിട്ട് നോക്കുന്ന ആൾ 24 hours ഷുഗർ കൺട്രോൾ ആയിട്ടുണ്ടാവും. പിന്നെ ചിലർക്കൊക്കെ ഈ ഒരു ക്രേവിങ് വരും, അതായത് കാർബോഹൈഡ്രേറ്റ് ക്രേവിങ് ഒക്കെ വരുമ്പോൾ ഒരു ഇച്ചിരിയൊക്കെ എടുത്ത് അല്ലാതെയൊക്കെ കഴിച്ച് അങ്ങനെയൊക്കെ കൂടുതൽ ചോറിനോടൊക്കെ ക്രേവിങ് ഒക്കെ ഉള്ളവർക്ക് ചിലപ്പോൾ ഇച്ചിരി കൂടെ സമയമെടുക്കും. അല്ലെങ്കിൽ മിക്കവാറും പേഷ്യൻസ് ഒരു 24 to 48 hours ഷുഗർ കൺട്രോൾ ആകും. പിന്നെ HbA1c കറക്റ്റായി വരുന്നത് ഓരോരുത്തരുടെ ഏജും അവരെത്ര എന്താണ്. കാരണം HbA1c എന്ന് പറയുന്നത് നമ്മളുടെ ബോഡിയിൽ എത്ര ഗ്ലൈക്കോസിലേഷൻ വന്ന് എന്തോരം സെല്ല് ഡാമേജ് ഉണ്ട് അതെല്ലാം റീപ്ലേസ് ചെയ്ത് വരണം. അപ്പോൾ യങ് ആയിട്ടുള്ളവരും വെരി ഫിസിക്കലി ഫിറ്റ് ആയിട്ടുള്ളവരും കറക്റ്റായിട്ട് നോക്കുന്നവരും ആണെങ്കിൽ അത് ഫാസ്റ്റായിട്ട് വരും. ഇതിപ്പോൾ ഇദ്ദേഹത്തിന് 7 സംതിങ് ഉണ്ടായിരുന്നു വിതിൻ എ മന്ത്. നമ്മളിപ്പം അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ തുടക്കത്തിൽ എവറി വീക്കാണ് നമ്മൾ 3 months ആവറേജ് ആണെന്നും പറഞ്ഞ് 3 weeks വെച്ചിട്ടല്ല നോക്കുന്നത്. ഡയബറ്റിക് പേഷ്യൻസിന് ഈ ഇൻസുലിനും ഒക്കെ ഡയബറ്റിക് മെഡിസിൻസ് നിർത്തിക്കൊണ്ട് നമ്മൾ ഈ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ ചെയ്യുമ്പം തുടങ്ങുന്നതിൻ്റെ മുമ്പ് HbA1cയും ഇൻസുലിനും ഷുഗറും ഒക്കെ നോക്കും. 8th day ആകുമ്പം വീണ്ടും HbA1c നോക്കും. ഷുഗർ നമ്മൾ വീട്ടിലിരുന്ന് നോക്കാം, അല്ല HbA1c നോക്കും. അതുപോലെ 15th day നോക്കും, അതുപോലെ 30th day നോക്കും. യൂഷ്വലി ഓരോ പ്രാവശ്യം അത് കുറഞ്ഞുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ വേറൊന്നുമില്ല. പേഷ്യൻ്റ് പറയുന്ന പോലെ ചെയ്യുന്നില്ലെന്നേ ഉള്ളൂ. ട്രീറ്റ്മെൻറ്റ് സക്സസ്ഫുൾ അല്ലെന്നല്ല, ഇത് നോക്കുന്നതും പേഷ്യൻ്റ് കറക്റ്റായിട്ട് നോക്കുന്നുണ്ടോ. ഷുഗർ നോക്കുന്നതും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. കാരണം രാവിലെ ടൈമിൽ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കാൻ പറ്റില്ല. അതിൻ്റെ ഇടയിലെടുത്ത് കൂടുതൽ കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് HbA1c നോക്കുന്നത് അതുകൊണ്ടാണ്. അത് കറക്റ്റായിട്ട് പേഷ്യൻ്റ് ഫോളോ ചെയ്യുന്നുണ്ടോ എന്നറിയാനും കൂടെയാണ് നമ്മളിത് നോക്കുന്നത്. കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്ന ആളാണ്
ചിലർക്ക് വീക്കിലി ഒരു ഡിപ്പെൻസ്, അത് ഓരോരുത്തരുടെയും പോയിന്റ് എത്ര വെച്ച് കുറയും എന്നുള്ളത് നമ്മൾ ഓരോ പേഷ്യൻറ്റിൻ്റെയും അവരുടെ മൾട്ടിപ്പിൾ ഫാക്ടേഴ്സാണ്. പക്ഷെ കുറയുന്നുണ്ടാവും, അത് ഡെഫിനറ്റ് ആണ്. അത് കുറയും എന്നുള്ളതും അത് പോസിബിൾ ആണെന്നുള്ളതും എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് ഉറപ്പാണ്. അതേലും പേഷ്യൻ്റ് ഇല്ലെങ്കിൽ അവരോട് പിന്നെ ആദ്യമൊക്കെ അവർ പറഞ്ഞെങ്കിൽ പോലും പറയും, ഡോക്ടറെ ഇപ്പോൾ ചില ലേഡീസൊക്കെ ഉണ്ട്, ഈ ഹസ്ബൻഡിനും പിള്ളേർക്കും ഒക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ നമ്മൾ കൊതി വന്ന് എടുത്ത് കഴിച്ചു പോകും. ലേഡീസിനാണ് ഏറ്റവും പാട്. കാരണം ഫുഡ് ഇല്ലെങ്കിൽ നമുക്ക് ഒഴിവാക്കാൻ, നമുക്ക് വീട്ടിലേക്ക് മേടിക്കാതിരിക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് ഈസിയർ ആണ്. ഭക്ഷണം കാണുമ്പോൾ നമ്മുടെ ടെംപ്റ്റേഷൻ നമുക്ക് പലപ്പോഴും പലർക്കും ഓവർകം ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അത് ഇറ്റ്സ് എ ഫാക്ട്. നമ്മൾ എല്ലാവരും അതാണ്, ഭക്ഷണത്തിനോടുള്ള കൊതി നമുക്കുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് നമ്മളെപ്പോഴും പറയും ഹസ്ബൻഡ് ആൻഡ് വൈഫ് മാത്രമേ വീട്ടിലുള്ളെങ്കിൽ രണ്ടുപേരും കൂടെ തുടങ്ങാം. ഒരാൾക്ക് ചിലപ്പം ഡയബറ്റീസ് ഉണ്ടാവില്ല, പക്ഷെ ഓവർ വെയ്റ്റും ആർത്രൈറ്റിസും മുട്ടുവേദനയൊക്കെ ഉണ്ടാവും. അപ്പോൾ രണ്ടുപേരും കൂടെ ആകുമ്പോൾ എപ്പോഴും ഈസിയർ ആയിരിക്കും നോക്കാൻ, ടെംപ്റ്റേഷൻസ് വരാതിരിക്കുക അല്ലേ. പ്രലോഭനങ്ങളിൽ നിന്നും നമുക്ക് ഒരു മോചനം കൂടെ കിട്ടണമല്ലോ. അപ്പം ഈസിയാണ് നോക്കാൻ എന്നുള്ളതാണ്. പിന്നെ മറ്റുള്ളവരുടെ സപ്പോർട്ട് വേണം. പിന്നെ ഏറ്റവും വലിയൊരു പ്രോബ്ലം നമ്മൾ കാണുന്നത് വെയിറ്റ് കുറയാൻ തുടങ്ങുമ്പം ആൾക്കാരെല്ലാം, കാരണം ഒരാളെക്കുറിച്ചുള്ള ഒരു ബോഡി ഇമേജ് ഉണ്ടല്ലോ ഒരാൾക്ക്, അപ്പം അവനവനത് കുറയ്ക്കണമെന്നുണ്ടെങ്കിലും മറ്റുള്ളവരത് കാണുമ്പോൾ അവർക്ക് വേറൊന്നിനെ കുറിച്ച് ചിന്തിക്കേണ്ട, അവർ നമ്മൾ എന്തൊരു കൺസേൺ കാണിക്കുന്നത് പോലെ വെയിറ്റ് കുറച്ചു, അയ്യോ ഇതെന്ത് പറ്റി, എന്ത് അസുഖം പിടിച്ചു എന്നൊക്കെ ചോദിച്ചു കളയും. ആ ഒരു അപ്പം കോൺഫിഡൻ്റ് ആയിട്ട് പറയാൻ പറ്റണം. പലരും എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ട്രീറ്റ്മെൻ്റ് ആണ്, ഇൻസുലിൻ ഒക്കെ നിർത്തി, അല്ലെങ്കിൽ ഡയബറ്റിക് പേഷ്യൻറ്റിന് മറ്റുള്ളവരോട് പറയാൻ പേടി, അവർ വഴക്ക് പറയുമോ എന്നുള്ളത്. ഈ മരുന്ന് നമ്മൾ ജീവിതകാലം മുഴുവൻ കഴിക്കണമെന്നല്ലേ നമ്മൾ ഇത്രയും കാലം ലാസ്റ്റ് 52 ലാസ്റ്റ് ഒരു 50 ഇയേഴ്സ് ആയിട്ട് നമ്മൾ മരുന്ന് കൃത്യമായിട്ട് കഴിക്കുക എന്നുള്ളതിന് മാത്രമാണ് ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത്. നമ്മളുടെ ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്യുന്നതിനല്ല നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത്. ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്യാനാണ് ഫസ്റ്റ് ലൈൻ ഓഫ് മാനേജ്മെൻ്റ് എന്നുണ്ടെങ്കിലും മരുന്ന് കൃത്യമായിട്ട് കഴിക്കണമെന്നുള്ളതിനാണ് മോർ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത്. പക്ഷെ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കി എടുക്കേണ്ടത് ഇതെല്ലാം നമുക്ക് അന്ന് ഒരു 30 ഇയേഴ്സ് ബാക്ക് അല്ലെ 40 ഇയേഴ്സ് ബാക്ക് നമ്മൾ ഈ കാരണങ്ങൾ അറിയില്ലായിരുന്നു. ഇതിനെ ഒന്നും ലൈഫ് സ്റ്റൈൽ ഡിസീസിൻ്റെ കാറ്റഗറിയിൽ പെടുത്തിയിട്ടില്ല. ഇതെല്ലാം ലൈഫ് സ്റ്റൈലിൻ്റെ, അതായത് നമ്മുടെ ഫുഡും എക്സസൈസിൻ്റെയും കുഴപ്പം കൊണ്ടാണ് ഈ രോഗങ്ങൾ വരുന്നത് നമുക്ക് അറിയില്ലായിരുന്നു. പക്ഷെ ഇപ്പം ലാസ്റ്റ് 1 ഡിക്കേഡിൽ ഇത് വെരി ക്ലിയർ ആണ്. WHO എല്ലാ നാഷണൽ ICMRും എല്ലാം അംഗീകരിച്ചിരിക്കുന്ന കാര്യമാണ് ഇതെല്ലാം ലൈഫ് സ്റ്റൈൽ ഡിസീസിലാണ്. അപ്പം നമുക്ക് വിക്കിപീഡിയ ഒക്കെ എടുത്ത് നോക്കിയാൽ നമുക്ക് കാണാം ഇതെല്ലാം നമ്മൾ ഈ രോഗം അടിച്ചിട്ട് അത് ഏത് ഗ്രൂപ്പിലാണ് വരുന്നതെന്ന് വെച്ചാൽ ലൈഫ് സ്റ്റൈൽ ഡിസീസിലാണ്. ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്യാൻ പറ്റിയ ഈ രോഗങ്ങളെല്ലാം മാറ്റാവുന്നതേ ഉള്ളൂ. ഇറ്റ്സ് വെരി, അപ്പം അത് എങ്ങനെ ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്യണമെന്ന് നമ്മൾക്ക് മനസ്സിലാക്കിയെടുക്കണം. അതാണ്, അതായത് നമുക്ക് ബോഡിയുടെ ഓരോരുത്തരുടെയും അനുസരിച്ച് നമ്മളത് കറക്റ്റ് ചെയ്ത് എടുക്കുക എന്നുള്ളതാണ്. ഇപ്പം എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് ഞാനിപ്പം വർഷങ്ങളായിട്ട് നമ്മൾ ഇതിനകത്ത് ചെയ്യുന്നതുകൊണ്ട് എനിക്കറിയാം, ഏത് 3, 4, 5 ചിലരൊക്കെ കാണാം നമുക്ക് എഴുതാൻ സ്ഥലം ഉണ്ടാവില്ല, അത്രയധികം രോഗങ്ങളായിരിക്കും, അത്രയധികം പ്രശ്നങ്ങളായിരിക്കും അവർക്കുള്ളത്. കാലിന് വേദന, മുട്ടിന് വേദന, ഉപ്പൂറ്റിക്ക് വേദന, പിന്നെ ഫാറ്റി ലിവർ ഉണ്ടാകും, ഓൾറെഡി സിറോസിസ് തുടങ്ങിയിട്ടുണ്ടാകും, കണ്ണിനെ ബാധിച്ചിട്ടുണ്ടാകും, മറ്റേ ന്യൂറോപ്പതി വന്നിട്ട് കാലിന് പെരുപ്പ്, തരിപ്പ്, പുകച്ചിൽ, കൈക്ക് ഇതെല്ലാം ഉണ്ടാകും. അതുപോലെ വാസ്കുലർ കണ്ണിനെ ബാധിച്ച് റെറ്റിനോപ്പതി ഉണ്ടാകും, കിഡ്നിയെ ബാധിച്ചിട്ടുണ്ടാകും, അതിൻ്റെ കൂടെ ചിലപ്പോൾ ആസ്മ അലർജി ഉണ്ടാകും. ഇങ്ങനെ മൾട്ടിപ്പിൾ രോഗങ്ങളാണെങ്കിൽ പോലും നമ്മളെ കറക്റ്റായിട്ട് അത് ഫോളോ ചെയ്ത് കഴിഞ്ഞ് എല്ലാത്തിനും ഒരു ആശ്വാസം ലഭിക്കുന്നത്, എല്ലാം പ്രൊപ്പോർഷനേറ്റ് ആയിട്ടാണ്. അത് ഡയബറ്റീസ് മാത്രമോ അല്ലെങ്കിൽ പ്രഷർ മാത്രമോ അല്ല കറക്റ്റ് ആകുന്നത്, എല്ലാത്തിനും ഒരു പ്രൊപ്പോർഷൻ. പിന്നെ ഡാമേജ് വന്നിരിക്കുന്നത് എന്തോരം തിരിച്ചു കൊണ്ടുവരാൻ പറ്റുന്ന, എന്തോരം പെർമനൻറ്റ് ഡാമേജ് ആയി പോയെന്നനുസരിച്ചാണ്. അപ്പം കണ്ണിൻ്റെയൊക്കെ കാഴ്ച കംപ്ലീറ്റ് പോയാൽ നമുക്ക് ഫുള്ളൊന്നും കൊണ്ടുവരാൻ പറ്റില്ല. പക്ഷെ കാഴ്ച ഇപ്പം ചിലപ്പോൾ ഉണ്ട്, ചിലരൊക്കെ പിടിച്ചുകൊണ്ട് മാത്രം നടക്കേണ്ടി വരുന്നവർ ഡയബറ്റിക് റെറ്റിനോപ്പതി വന്നിട്ടാണ്. പക്ഷെ ഒരു 2-3 മാസം ആകുമ്പോഴേക്കും അവർക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നടക്കാനായി. ഇപ്പം എൻ്റെ കാഴ്ച, എനിക്ക് കാര്യങ്ങളൊക്കെ സ്വന്തം നിലയിൽ ചെയ്യാനുള്ള എല്ലാ എഫിഷ്യൻസി ആയി എന്ന് പറയുന്ന പലരും ഉണ്ട്. പിന്നെ അതുപോലെ ഹിയറിങ്, പലരുടെയും ഡയബറ്റിക് പേഷ്യൻസിന് കേൾവി കുറഞ്ഞു വരും. അപ്പോൾ കേൾവി ആദ്യത്തെ വരുമ്പോൾ നമുക്ക് നേരെ ഒന്നും സംസാരിച്ച് ഇത് ചെയ്യാൻ പറ്റാത്ത ആൾക്കാർ അടുത്ത പ്രാവശ്യം വരുമ്പോഴേക്കും സംസാരിക്കാറാവും. പിന്നത്തെ പ്രാവശ്യം ആകുമ്പോഴേക്കും അവർക്കൂടെ ഫോണിൽ, നമ്മളെല്ലാം ഫോൺ വഴിയാണ്. ഇപ്പം ഹോസ്പിറ്റൽ വിസിറ്റ് മിനിമൈസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇൻ ബിറ്റ്വീൻ ഉള്ളതൊക്കെ ഫോണിലായിരിക്കും.
അപ്പോൾ ആദ്യത്തെ സമയത്ത് അവർക്ക് ഫോണൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല, കാരണം ചെവി കേൾക്കാൻ പറ്റാത്ത കാരണം. പക്ഷെ കുറച്ച് കഴിയുമ്പോഴേക്കും ചെവിയുടെ ഇമ്പ്രൂവ് ചെയ്ത് ഹിയറിംഗ് പോസിബിളായി വരും. അതുപോലെ പലർക്കും ഈ ഒബീസിറ്റിക്കാർക്കാണല്ലോ ഡയബറ്റീസും കൂടുതൽ. ഈ ചെരുപ്പൊക്കെ ഇടാൻ തരിപ്പും പുകച്ചിലും ഒക്കെ വളരെ മിക്കവാറും നല്ല ഫാസ്റ്റായിട്ട് തന്നെ അതിന് റിലീഫ് കിട്ടും. പിന്നെ ഈ ചെരുപ്പൊക്കെ തന്നെ ഊരിപ്പോകുന്നത് കൊണ്ട് ഈ സ്പെഷ്യൽ ഡയബറ്റിക് ചെരുപ്പൊക്കെ ഇട്ട് നടക്കേണ്ടവർക്ക് സാധാ ചെരുപ്പിലേക്ക് മാറാൻ പറ്റുന്നുണ്ട്. സോ എല്ലാത്തിനും അതിൻ്റെതായ ഒരു പ്രൊപ്പോർഷൻ. ഇതെല്ലാം ഒബേസിറ്റിയുടെ ബോഡിയിലെ ഫാറ്റ് കുറയുന്നതും കൂടെ അനുസരിച്ചാണെന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഡയബറ്റീസുകാർക്ക് അത് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലാണ് ഈ ഫാറ്റും ഈ ഇൻസുലിൻ റെസിസ്റ്റൻസും തമ്മിലുള്ള ബന്ധം. അപ്പോൾ ആ പേഷ്യൻ്റ് കറക്റ്റായിട്ട് നോക്കുന്നുണ്ടോ അവരുടെ ഫാറ്റ് കുറയും. കാരണം അത് ബേൺ ഔട്ട് ചെയ്യണം. വേറെ മറ്റു ഇതും കൂടെ കഴിക്കാതെ വരുമ്പോൾ ആ ഫാറ്റ് ഡെഫിനറ്റ്ലി എടുത്ത് യൂസ് ചെയ്തു പോകും. പിന്നെ ഈ പലപ്പോഴും ഇതിൻ്റെ കൂടെ ഈ ഇൻഫ്ലമേറ്ററി ഡിസീസ്, ആർത്രൈറ്റിസ് ഒക്കെ പോലെയുള്ളവർക്ക് ഈ ഇൻഫ്ലമേറ്ററി ഫാറ്റ് ഒമേഗ-6 ബോഡിയിൽ ഒത്തിരി കൂടുതലായിരിക്കും. അതും ബേൺ ഔട്ട് ചെയ്ത് പോകണം. എന്നിട്ട് നമ്മൾ അതിനെ റീപ്ലേസ് ചെയ്ത് കുറച്ചും കൂടെ ബോഡി ബിൽഡിങ് കറക്റ്റായിട്ടുള്ള പ്രൊപ്പോർഷനിൽ ഒമേഗ-369 ഒരു 1:1 പ്രൊപ്പോർഷനിൽ എത്തിക്കാനാണ് നോക്കുന്നത്. പിന്നെ വൺസ് എത്തിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ സ്പെഷ്യൽ സപ്പോർട്ട് ഫുഡൊന്നും വേണ്ടി വരികയില്ല. അവനവന് തന്നെ മെയിൻറ്റെയിൻ ചെയ്യാം. കാര്യം എന്താണെന്ന് മനസ്സിലാക്കി അവനവന് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നതേ ഉണ്ടാവുള്ളൂ. നമ്മളുടെ ഇവിടെ പറയപ്പെടുന്നത് ഡയബറ്റിസ് വളരെ കൂടുതലാണ്. ഇൻഫെർട്ടിലിറ്റിയും നമ്മളുടെ ഇവിടെ കൂടുതലാണ്. അതുപോലെ തന്നെ ഈ PCOSും കൂടുതലാണ് എന്ന് പറയുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എന്താണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? എന്താണെന്ന് വെച്ചാൽ ഈ ഡയബറ്റീസും ഈ ഇൻഫെർട്ടിലിറ്റിയും ഈ PCOSും എല്ലാം പലപ്പോഴും ഈ ഓവർ വെയ്റ്റായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതായിട്ടാണ് കേട്ടേക്കുന്നത്. അത് എത്രമാത്രം ശരിയാണ്? ഇൻഫെർട്ടിലിറ്റി എന്ന് പറയുന്നത് ഒരു ഹോർമോണൽ ഇറഗുലാരിറ്റി കൊണ്ട് വരുന്നതാണ്. അതായത് ജനറലി ഏറ്റവും കൂടുതൽ, അതായത് ഒരു ഓർഗൻ്റെ ഇപ്പോൾ യൂട്രസിൻ്റെ ഒരു കുഴപ്പം കൊണ്ട് വരുന്ന ഒരു ഗ്രൂപ്പ്, അത് വളരെ കുറച്ചേ വരുള്ളൂ. ബാക്കിയുള്ളതെല്ലാം ഇപ്പം ലേഡീസിൻ്റെ ഇൻഫെർട്ടിലിറ്റിയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഓവുലേഷൻ കിട്ടുന്നില്ല. അതാണ് കാര്യം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇഞ്ചെക്ഷൻസ് എടുക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ ഒന്നെങ്കിൽ കൗണ്ട് കുറവായിരിക്കും. അപ്പോൾ ഈ പേഷ്യൻസ് ഇപ്പോൾ ഡയബറ്റിക് പേഷ്യൻ്റ് ആണെങ്കിൽ ആ ഡയബറ്റീസിൻ്റെ ഷുഗർ കൂടുന്നത് കൊണ്ടുള്ള പ്രശ്നങ്ങളും വരും. അപ്പോൾ ഈ ഒബേസിറ്റി വരുമ്പോൾ ഇപ്പോൾ ലേഡീസിനാണെങ്കിൽ ഒബേസിറ്റി ഉള്ള മിക്കവാറും പേർക്ക് തൈറോയ്ഡ് വന്നു, അത് ഹൈപ്പോതൈറോയിഡിസം വന്നിട്ടുണ്ട്. ഇത് കൂടാതെ ഈ ബാക്കിയുള്ള നമ്മുടെ സെക്സ് ഹോർമോൺസിനെയും കൂടി അഫക്റ്റ് ചെയ്യുകയാണ് ഈ ഇൻഫെർട്ടിലിറ്റിയുടെ കാര്യത്തിൽ വരുന്നത്. ഡയബറ്റിസ് ആണെങ്കിലും വേറൊരു തരത്തിലുള്ള ഹോർമോണൽ ഇംബാലൻസായി ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ് വരുന്നത്. അതുപോലെ അപ്പം നമ്മളത് രണ്ടും കൂടി കൂട്ടി നമ്മൾ എടുക്കേണ്ടതുണ്ട്. ഈ ഓവറിയുടെ കാര്യത്തിൽ ഓവറിയിൽ ഓവുലേഷൻ നടക്കാത്തത് എന്തുകൊണ്ടാണ്? അവിടെ നമ്മുടെ FSH എന്നുള്ള ഹോർമോൺ അതുപോലെ LH എന്നുള്ള ഹോർമോണും റെസിസ്റ്റൻ്റ് ആവുകയാണ് ചെയ്യുന്നത്. ഇവരിൽ FSH LH ഒക്കെ കൂടിക്കൊണ്ടിരിക്കുക, പ്രത്യേകിച്ച് LH ഹോർമോണിൻ്റെ ആണ്. LH കൂടുമ്പോഴാണ് PCOD എന്ന് പറയുന്നതിൻ്റെ ഒരു മെയിൻ കാര്യം. ലൂട്ടിനൈസിങ് ഹോർമോൺ എന്ന് പറഞ്ഞ് ബ്രെയിനിൽ നിന്നുള്ളൊരു ഹോർമോൺ, അത് ഓവറിയിൽ ആക്ട് ചെയ്യുന്നതാണ്. അതാണ് നമ്മുടെ ഈ പ്രൊജസ്ട്രോണും ഈസ്ട്രജനും ഒക്കെ ഉണ്ടാക്കാനായിട്ട് നമ്മുടെ ഓവറിയെ പ്രൊമോട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പം അവിടെ അത് വർക്ക് ചെയ്യുന്നില്ലെന്നാവുക ചെയ്യുന്നത്. അതുപോലെ FSH ആണെങ്കിലും ആവശ്യത്തിന് ഉണ്ടാവും, പക്ഷെ വർക്ക് ചെയ്യില്ല. അപ്പം നമ്മൾ ട്രീറ്റ്മെൻ്റ് ആയിട്ട് എടുക്കുന്നത് എന്താ? നമ്മൾ ഡയബറ്റീസിന് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നത് ഇൻസുലിൻ കൂട്ടി കൊടുക്കാൻ നോക്കും. അതുപോലെ നമ്മൾ ഓവറിയലിൻ്റെ ഫങ്ഷൻ വരാതെ വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? FSH ഹോർമോൺ ഇഞ്ചെക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ HCG എന്ന് പറഞ്ഞാൽ അതിന് LH എന്ന് പറഞ്ഞ ബ്രെയിനിൽ നിന്നുള്ള ഹോർമോണിൻ്റെ ഒരു ഫങ്ഷനാണ് വരുന്നത്. ഇത് വെച്ചാണ് നമ്മളവിടെ ട്രീറ്റ് ചെയ്യാൻ നോക്കുന്നത്. അതേ ഉള്ളൂ ട്രീറ്റ്മെൻറ്റ്. പിന്നെ നമ്മൾ ആർട്ടിഫിഷ്യലി ഈ ഇഞ്ചെക്ഷൻ എല്ലാം എടുത്ത് നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് എഗ്ഗിനെയും സ്പേമിനെയും എടുത്ത്, അതിനാണ് IVF എന്ന് പറയുന്നത്. എഗ്ഗിനെയും സ്പേമിനെയും പുറത്തെടുത്തിട്ട് നമ്മൾ ടെസ്റ്റ് പെട്രി ഡിഷിന് വെച്ച് ഇത് ചെയ്തിട്ട് ഇൻക്യുബേറ്ററിൽ വെച്ചിട്ട് 3-ാമത്തെ ദിവസം എംബ്രിയോയെ ട്രാൻസ്ഫർ ചെയ്യുന്നു. അതേ വരുന്നുള്ളൂ IVFനകത്ത് വരുന്നത്. പക്ഷെ ഈ ഇതുണ്ടാക്കണമെങ്കിലും വെരി ഹൈ ഡോസ് ഓഫ് FSH നമ്മൾ ഇഞ്ചെക്ട് ചെയ്ത് ഓവറിയെ കൊണ്ട് ഒരു എഗ്ഗ് ഉണ്ടാകേണ്ടടുത്ത് 10-15 എഗ്ഗ് ഉണ്ടാക്കിപ്പിച്ച് അതിനെ പുറത്തെടുത്ത് അതിനെ നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്ത് ചെയ്യുകയാണ് ഈ IVFനകത്ത് ചെയ്യുന്നത്. ഞാനൊരു ഇൻഫെർട്ടിലിറ്റി, എൻ്റെ ബേസിക് സ്പെഷ്യാലിറ്റി ഗൈനക്കോളജിയാണ്. ഞാൻ ഇൻഫെർട്ടിലിറ്റിയാണ് മെയിനായിട്ട് പ്രാക്ടീസ് ചെയ്തിരുന്നത്. ആക്ച്വലി ഈ ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റിൻ്റെ റിസൾട്ടിൻ്റെ ഒരു ഇതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ
ലൈഫ് സ്റ്റൈൽ കറക്ഷൻ അവർക്ക് വേണ്ടിയിട്ടാണ് ഇത് ചെയ്ത്. അതിൽ നിന്നാണ് അപ്പം പല പേഷ്യൻസും ഓവർ വെയിറ്റ് ആയിരിക്കും, പലരും ഡയബറ്റിക് ആയിരിക്കും. അപ്പം അതിലാണ് എൻ്റെ ഇനിഷ്യൽ എക്സ്പീരിയൻസും വരുന്നത്. അതുകൊണ്ടാണ് എനിക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റുന്നത്. ബേസിക്കലി നമ്മളുടെ ഈ ഓവർ വെയിറ്റും നമ്മളുടെ ബോഡി കറക്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 90% ഇൻഫെർട്ടിലിറ്റി മാറിക്കിട്ടും. പിന്നെ ഒരു 10% കാണുള്ളൂ മറ്റ് റീസൺസ് വരുന്നത്. അപ്പോഴേക്കും മിക്കവാറും ഈ ഓവർ വെയിറ്റും ഈ തൈറോയിഡിന് പ്രോബ്ലം എല്ലാം ഉള്ളവർക്ക് അവരുടെ DNA ഡാമേജ് എന്ന് പറയും. അതായത് എഗ്ഗിനകത്ത് അല്ലെങ്കിൽ സ്പേമിൻ്റെ ജനറ്റിക് മെറ്റീരിയൽ ഡാമേജ്ഡ് ആയിരിക്കും ഈ ടോക്സിൻസ് കാരണം. ഈ ഫാറ്റ് ഒരു ടോക്സിൻ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ആ ഫാറ്റ് അതൊരു ടോക്സിനാണ്. അത് കൂടാതെ മറ്റ് പലതരം ഈ ഹെവി മെറ്റൽസ് പലതരം ടോക്സിനെയും ഇത് അബ്സോർബ് ചെയ്യും. അത് അവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് ആയിട്ടിരിക്കും. അപ്പം ഈ ഫാറ്റ് പോയി കഴിയുമ്പം അത് മതി. ഡയബറ്റിക് ഇപ്പം അത് ജസ്റ്റ് ഇൻഫെർട്ടിലിറ്റിക്ക് മാത്രമല്ല, റെക്കറൻറ്റ് അബോർഷൻ, റിപ്പീറ്റഡ് ആയിട്ട് അബോർഷൻ വന്നുകൊണ്ടിരിക്കുന്നവർക്ക്, റിപ്പീറ്റഡ് ആയിട്ട് IVF-ഉം ഫെയിൽ ചെയ്തിരിക്കുന്നവർക്ക് ഒക്കെ ഈ ലൈഫ് സ്റ്റൈൽ കറക്ഷൻ ചെയ്ത് നമ്മുടെ ബോഡിയെ പ്രൊപ്പോർഷനേറ്റ് ആക്കിയിട്ട് മാത്രമേ എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് എടുക്കുകയാണെങ്കിലും ചെയ്യാവുള്ളൂ. അല്ലെങ്കിൽ ഇവന് കുഞ്ഞിൻ്റെ ഹെൽത്തിനെ പോലും ബാധിക്കും എന്നുള്ളതാണ്. അപ്പം അതാണ് നമ്മൾ നോക്കേണ്ടത്. ഡയബറ്റീസിനാണെങ്കിലും ഇൻഫെർട്ടിലിറ്റിക്കാണെങ്കിലും നമ്മൾ ആദ്യം ചെയ്യേണ്ട ഏത് രോഗത്തിനാണെങ്കിലും നമ്മുടെ ബോഡിയെ കറക്റ്റ് ചെയ്യുക, പ്രൊപ്പോർഷൻസ് കറക്റ്റ് ചെയ്യുക. അപ്പം നമ്മുടെ ബോഡിയിൽ നിന്ന് നാച്ചുറലി നമ്മൾ ഈ എക്സസ് ഫാറ്റ് പോകുന്നതിൻ്റെ കൂടെ നമ്മുടെ ബോഡിയിൽ അടങ്ങിയിരിക്കുന്ന ടോക്സിൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതും കൂടെ ക്ലിയർ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി വരികയാണ്. അപ്പം ഈ ഫാറ്റ് പോകുന്നതോടെ നമ്മുടെ ഹോർമോൺസ് വർക്ക് ചെയ്യാൻ തുടങ്ങും പ്രോപ്പർലി. ആ ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയും, LH റെസിസ്റ്റൻസ് കുറയും. ഇപ്പം ഞാൻ ഇപ്പോൾ ഡയബറ്റീസ് പേഷ്യൻസിനെ നോക്കുമ്പോൾ നമ്മൾ കാണുന്നുണ്ട് ചിലരുടെയൊക്കെ ഇൻസുലിൻ ലെവൽ ഒത്തിരി കൂടുതലായിരിക്കും. ഡയബറ്റിക് ആവണമെന്നില്ല. ഇൻഫെർട്ടിലിറ്റി പേഷ്യൻസിനാണേലും നമ്മൾ എപ്പോഴും നോക്കുന്നത് ലേഡീസിനാണെങ്കിൽ LH നോക്കും. ഈ PCOD പേഷ്യൻസിന് ആക്ച്വലി PCOD പോലെ ഇപ്പം നമ്മളിതേ പറഞ്ഞുള്ളൂ, PCODയും ഇൻഫെർട്ടിലിറ്റിയും ഒബേസിറ്റിയും ഡയബറ്റീസും പറഞ്ഞു. അതുപോലെ നമ്മൾ നോക്കി നമ്മൾ ഈ കഷണ്ടി, ആണുങ്ങൾക്ക് വരുന്ന കഷണ്ടി ആക്ച്വലി ഈ PCODയുടെ ഒരു മെയിൽ വേരിയൻ്റ് ആണ്. ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് സ്റ്റഡീസ് കാണിക്കുന്നത് ലേഡീസിൽ വരുന്ന PCODയുടെ മെയിൽ വേരിയൻ്റ് ആണ് കഷണ്ടി എന്നുള്ളതാണ്. ഇപ്പോൾ കൊച്ചു പിള്ളേർ ഏറ്റവും കൂടുതൽ വറി ചെയ്യുന്നതും ഈവൻ എന്തൊക്കെ ട്രീറ്റ്മെൻറ്റ് പിള്ളേർ പോകുന്നത് 10-24 വയസ്സുള്ള പിള്ളേർ മുടി കൊഴിയാൻ തുടങ്ങുമ്പോഴേക്കും അവർ വറീഡാവും. ആക്ച്വലി അത് പെൺകുട്ടികളിൽ PCOD പോലെ ആൺകുട്ടികളിൽ ഉള്ള ഒരു ടെസ്റ്റോസ്റ്ററോൺ റെസിസ്റ്റൻസ് പോലെ വരുന്നതാണ്, മെയിൽ ഹോർമോണിനോടുള്ള റെസിസ്റ്റൻസ്. അതിൻ്റെ റീസൺ നമ്മളുടെ ഈ ബോഡി പ്രൊപ്പോർഷൻസ് തെറ്റുന്നതും എക്സസ് ഫാറ്റും ഒക്കെയാണെന്നുള്ളതാണ്. ഈ ഓവർ വെയ്റ്റിൻ്റെ കാര്യം പറയുമ്പോൾ ചില മരുന്നുകൾ ഈ പറഞ്ഞ പോലെ വെയിറ്റ് കൂട്ടുമെന്ന് പറയുമല്ലോ. അപ്പം ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് പേഷ്യൻസ് മനസ്സിലാക്കാൻ പറ്റുക ഈ വെയിറ്റ് കൂടുന്നത് മരുന്ന് കാരണമാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണമാണോ എന്ന് അവർക്ക് തിരിച്ചറിയാൻ വല്ല മാർഗമുണ്ടോ? സൈക്കാട്രിക് ഡിസീസ് ആകുമ്പം നമ്മളുടെ ബ്രെയിനിലെ മെക്കാനിസംസ് തെറ്റും. ആരാ നമ്മളുടെ ഈ ഫുഡ് ഇൻടേക്കിനെയും നമ്മളെ വിശപ്പിനെയും ഒക്കെ കൺട്രോൾ ചെയ്യുന്നത്? നമ്മളുടെ ബ്രെയിനിൽ നിന്നുള്ള ബ്രെയിൻ തന്നെയാണ്. ബ്രെയിൻ 2 രീതിയിൽ കൺട്രോൾ ചെയ്യും. ഒന്ന് നെർവ്സ് വഴി കൺട്രോൾ ചെയ്യും, പിന്നെ ഹോർമോൺസ് വഴി കൺട്രോൾ ചെയ്യും. നമ്മളുടെ പുറമേ ഉള്ള പല ഹോർമോൺ ഗ്രന്ഥികളുണ്ട്, തൈറോയ്ഡ് ഗ്രന്ഥിയും അഡ്രിനൽ ഗ്ലാൻഡും ഫാറ്റും, അതായത് അഡിപ്പോസ് ടിഷ്യൂവും പാൻക്രിയാസും ഈവൻ നമ്മുടെ ഇൻറ്റസ്റ്റൈനിൽ തന്നെ സോ മെനി ഹോർമോൺസ് ഉണ്ടാക്കുന്നുണ്ട്. ഇവരെല്ലാം കൺട്രോൾ ചെയ്യുന്ന ബ്രെയിനിൽ നിന്നുള്ള പെനിയൽ ഗ്ലാൻഡ് ഉണ്ട്, ഹൈപ്പോതലാമസ് ഉണ്ട്, പിറ്റ്യൂട്ടറി ഉണ്ട്. ഈ 3 ഹോർമോൺസ് ആണ് നമ്മളെ 3 അന്തസ്രാവി ഗ്രന്ഥികൾ ആണ് അവിടെയും കൺട്രോൾ വരുന്നത്. അവരെ കൺട്രോൾ ചെയ്യുന്ന അകത്തുള്ള ന്യൂറോളജിക്കൽ മെക്കാനിസംസ് ആണ്. നമ്മൾ ഒരു സൈക്കാട്രിക് ഒരു ഡിപ്രഷനോ ഉള്ള ആളാണല്ലോ ഈ മരുന്നുകൾ കഴിക്കാൻ തുടങ്ങുന്നത്. അപ്പം അവിടെ ഒരു മെക്കാനിസം തെറ്റിയപ്പം ആണ് നമ്മൾ ഈ മരുന്നുകൾ കഴിച്ചു തുടങ്ങുന്നത്. ഈ മരുന്നുകൾ ആരെയാണ് അഫക്റ്റ് ചെയ്യുന്നത്? ഈ നെർവ്സിനെയും ഈ കെമിക്കൽ മെക്കാനിസത്തിനെ അഫക്റ്റ് ചെയ്യാനാണ് നോക്കുന്നത്. അപ്പം അതിന് നമ്മൾ എല്ലാ സൈക്കാട്രിക് മെഡിസിനും തന്നെ നമ്മൾ ഒന്നെങ്കിൽ ഡള്ളാക്കാനോ അല്ലെങ്കിൽ ഒന്ന് ആക്ടിവേറ്റ് ചെയ്യാനാണ് നോക്കുന്നത്. അപ്പം ഈ ഡള്ളാക്കാനായിട്ട് ഇപ്പോൾ സ്ട്രെസ്സിനും ആങ്സൈറ്റിക്കും മാനിയയ്ക്കും സ്കിസോഫ്രീനിയയ്ക്കും ഉള്ളതെല്ലാം ഡള്ളാക്കാനുള്ള മരുന്നുകളാണ്.
അപ്പം നമ്മൾ ആക്ടിവിറ്റി കുറയുകയും ചെയ്യും. ഇപ്പം ഈ സൈക്കാട്രിക് മെഡിസിൻ എടുക്കുന്നവരറിയാം, അവർ എവിടെയെങ്കിലും കിടക്കാനായിരിക്കും, അവർക്ക് ഒന്നിനും ഒരു എനർജി ഉണ്ടാവില്ല. അപ്പം വല്ലയിടത്തും പോയി കിടക്കുകയായിരിക്കും, നമ്മൾ ഭക്ഷണം കഴിക്കും, കിടക്കും, അപ്പം വെയിറ്റ് കൂടും. അതുപോലെ തന്നെ പല മരുന്നുകളും സൈക്കാട്രിക് മെഡിസിൻ എടുക്കുന്നവർ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒത്തിരി അങ്ങ് ഇനാക്റ്റീവ് ആയി പോയവർ നമുക്കൊന്നും പറഞ്ഞു പോലും ചെയ്യാൻ പറ്റില്ല. അവർക്ക് വിശപ്പ് കൂടും ഈ മരുന്നിൻ്റെ സൈഡ് ഇഫക്റ്റ് ആയിട്ട്. വിശപ്പും കൂടും, പിന്നെ ഒരു ആക്ടിവിറ്റി ഇല്ലെന്നാകുമ്പോൾ നമുക്കറിയാമല്ലോ, ഈ നമുക്ക് റെസ്റ്റ് ആൻഡ് റീപ്രൊഡക്ഷൻ എന്നുള്ള ഒരു ഇതാണ് വരുന്നത്. അപ്പോഴേക്കും എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, റെസ്റ്റ് സമയത്ത് നമുക്ക് വിശപ്പ് വരും. അതും നമ്മളിപ്പം എല്ലാ ജോലികളൊക്കെ ചെയ്ത് നടക്കുമ്പോൾ നമുക്ക് വിശപ്പും തോന്നിയല്ല. അതേസമയത്ത് വൈകിട്ട് വീട്ടിലേക്ക് വരുമ്പം നമ്മൾ റെസ്റ്റ് ആണല്ലോ, വീട് കാണുമ്പോൾ തന്നെ നമുക്ക് വിശപ്പും വരാൻ തുടങ്ങും, ഓർ ആക്റ്റീവായിട്ട്. അതേസമയത്ത് നമ്മൾ വീട്ടിലിരിക്കുന്ന ഒരാളാണ്, ഇപ്പം പ്രത്യേകിച്ച് എല്ലാവരും കമ്പ്യൂട്ടറിൽ വർക്ക് ഫ്രം ഹോം ആണല്ലോ, എപ്പോഴും നമ്മൾ വീട്ടിലായിരിക്കുമ്പോൾ നമുക്ക് എപ്പോഴും വിശപ്പായിരിക്കും. അത് ഫുഡ് കാണുമ്പോഴും നമുക്കറിയാം, ടി വിക്കകത്തൊരു പരസ്യം കാണുമ്പോഴായിരിക്കും നമുക്കൊരു അല്ല ഫുഡിൻ്റെ പരസ്യം ഇല്ലേ, എല്ലാവരും എക്സ്പീരിയൻസ് ചെയ്യുന്നതാണ്. ഫുഡിൻ്റെ പരസ്യം കാണുമ്പോൾ നമ്മുടെ വിശപ്പ് കൂടും, അപ്പോൾ നമുക്ക് എന്തെങ്കിലും എടുത്ത് കഴിക്കണമെന്ന് തോന്നും. സോ ഇത് നമ്മൾ പഴയ കാലത്ത് എന്താ ഡോഗിനൊരു കൃത്യസമയത്ത് ഭക്ഷണം കഴിച്ച് ബെല്ലടിച്ചിട്ട് ഭക്ഷണം കൊടുക്കുമ്പോൾ ബെല്ലടിച്ച് കഴിയുമ്പോൾ തന്നെ വായിന്ന് വെള്ളം വരാൻ തുടങ്ങുന്നു എന്നുള്ളത് നമുക്കറിയാം. നമുക്കും ഭക്ഷണത്തിൽ ചിന്തിക്കുമ്പോൾ തന്നെ നമ്മുടെയും വായിൽ വെള്ളം വരും, അതായത് സലൈവേഷൻ വരും. ഇതെല്ലാം കണക്റ്റഡ് ആണ്. അപ്പം നമ്മൾ സൈക്കാട്രിക് മെഡിസിൻ എടുക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി അവിടെ ഒരു വെയിറ്റ് ഗെയിനുള്ള പോസിബിലിറ്റി വരും. അപ്പം അതുപോലെ പല മരുന്നുകൾക്കും വെയിറ്റ് ഗെയിൻ ഇതുണ്ട്, അതൊക്കെ പ്രൂവ്ഡ് ആയിട്ടുള്ളത്. അപ്പം നമ്മൾ സൈക്കാട്രിക് മെഡിസിൻസിൻ്റെ ഏത് മരുന്നാണേലും നമ്മളതിൻ്റെ സൈഡ് ഇഫക്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. നമുക്കിപ്പോൾ എല്ലാത്തിനും നമുക്ക് വിക്കിപീഡിയയിലോ ഇപ്പോൾ വിക്കിപീഡിയയൊക്കെ കമ്പാരിറ്റീവ്ലി ഇൻഡിപെൻഡൻറ്റ് ഒപ്പീനിയൻ തരുന്നവരാണ്. അപ്പോൾ അതിനകത്തൊരു മരുന്നിൻ്റെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് ഒരു മരുന്ന് കഴിക്കുന്നുണ്ട്, ഡെഫിനറ്റ്ലി നമ്മൾ അതിനെക്കുറിച്ചുള്ള സൈഡ് ഇഫക്ട്സും കൂടെ മനസ്സിലാക്കണം. അതിൽ സൈക്കാട്രിക് മെഡിസിൻ ആണെങ്കിൽ മിക്കവാറും എല്ലാത്തിനും കാണും വെയിറ്റ് ഗെയിൻ ഉണ്ടാവും. രണ്ടാമത് സൂയിസൈഡൽ ഐഡിയലേഷൻ, സൂയിസൈഡൽ ചിന്തകൾ വരും. അതാണ് കാരണം. എന്താണെന്ന് വെച്ചാൽ ഇതെല്ലാം നമ്മുടെ ബ്രെയിനിലെ കെമിക്കൽ മെറ്റബോളിസത്തിലെയാണ് വരുന്നത്. അപ്പം അത് മനസ്സിലാക്കി അത് നമ്മൾ വെച്ചില്ലെങ്കിൽ നമ്മൾ അറിയില്ല എന്താന്നുള്ളത്. അപ്പോൾ നമ്മൾ സൈക്കാട്രിക് മെഡിസിൻ എടുക്കുന്നവരോട് ചോദിക്കണം, അത് അങ്ങനെ വരുന്നുണ്ടോ എന്നുള്ളത് ചോദിക്കണം. അവരോട് തന്നെ ചിന്തിക്കണം, എനിക്കിങ്ങനെ ചിന്തകൾ വരുവാണെങ്കിൽ ഒരു അസുഖം കൊണ്ടാവണമെന്നില്ല, അത് നമ്മളുടെ ഈ മരുന്നിൻ്റെ സൈഡ് ഇഫക്റ്റ് ആകാം. അപ്പം നമ്മൾ ഒത്തിരി ആത്മഹത്യകൾ നമുക്ക് കാണാം, പലപ്പോഴും ഒരു സൈക്കാട്രിക് മെഡിസിൻ എടുത്തുകൊണ്ടിരിക്കുന്നവരാ, അത് അസുഖത്തിൻ്റെ കൊണ്ടായിട്ട് അവർ ആത്മഹത്യ ചെയ്തെന്നായിരിക്കും നമ്മൾ പറയുന്നത്. പലപ്പോഴും അത് അതിൻ്റെ സൈഡ് ഇഫക്റ്റ് ആയിട്ട് വരുന്നതും ആകാം. അപ്പം അതിനെക്കുറിച്ചും നമ്മൾ വളരെ അവെയർ ആയിരിക്കണം എന്നുള്ളതാണ്. അപ്പം എന്ത് മരുന്ന് നമ്മൾ കഴിക്കുന്നുണ്ടോ അതിൻ്റെ എല്ലാം സൈഡ് ഇഫക്റ്റും കൂടെ, എല്ലാവർക്കും എല്ലാ സൈഡ് ഇഫക്റ്റും വരണമെന്നില്ല. പക്ഷെ നമ്മൾ കഴിക്കുന്ന മരുന്ന് ഇപ്പോൾ ഡോക്ടേഴ്സ് ഞാൻ പലപ്പോഴും കാണാറുണ്ട്, 10ഉം 15ഉം മരുന്നായിരിക്കും കഴിക്കുന്നത്, 2ഉം 3ഉം സ്പെഷ്യലിസ്റ്റ് എഴുതിയിരിക്കുന്ന മരുന്നായിരിക്കും കഴിക്കുന്നത്. ഇതിൻ്റെ എല്ലാം കൂടെ സൈഡ് ഇഫക്റ്റ് ഒരു ഡോക്ടർക്കും മനസ്സിലാക്കി എടുക്കാനും നമുക്ക് കഴിക്കുന്ന മരുന്നുകളുടെ നമ്മളും കൂടെ തന്നെ മനസ്സിലാക്കണം. കാരണം പലരുടെ അടുത്തുനിന്നാകുമ്പോൾ അതെല്ലാം കൂടെ ടാലി ചെയ്ത് ഡ്രഗ് ഇൻട്രാക്ഷൻ ഒന്നും പ്രാക്ടിക്കലി ഇമ്പോസിബിൾ ആണ്. ഒരു 2 അല്ലെങ്കിൽ 3 മരുന്നിന് മുകളിലേക്ക് നമ്പർ കൂടിയിട്ടുണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ ഒന്നും ഡ്രഗ് ഇൻട്രാക്ഷൻ ഒന്നും നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ തന്നെ പറ്റില്ല. കാരണം അതൊന്നും സ്റ്റഡീഡ് അല്ല. കാരണം ഒരു മരുന്നിനെ കുറിച്ചല്ലേ ഒരിടത്ത് സ്റ്റഡി നടക്കുന്നുള്ളൂ. ഇതും കൂടെ എടുക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു അറിയാനുള്ള ഒരു സ്റ്റഡി നടക്കുന്നില്ല. നമ്മൾ ഒരു മരുന്നിനെ ഡെവലപ്പ് ചെയ്യുന്ന അതിനെ വെച്ചിട്ടാണ്, അല്ലെങ്കിൽ ആ മരുന്ന് കഴിക്കുന്ന ആൾക്ക് ഈ മരുന്ന് കൊടുത്താലെന്നുള്ളതിൻ്റെ ഒരു സ്റ്റഡി വരുന്നില്ല. സോ നമ്മൾ മനസ്സിലാണ് 15 മരുന്നുകൾ പല കോമ്പിനേഷനിൽ എടുക്കുമ്പോൾ നമുക്കതിൻ്റെ ഒന്നും സ്റ്റഡീസ് ഒന്നും ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു സ്റ്റഡി ഈ കോമ്പിനേഷനിലുള്ളതും എല്ലാം കൂടെ വരുമ്പോൾ എങ്ങനെയായിരിക്കും എന്നുള്ളത്. സോ ഇതെല്ലാം കെമിക്കലാണ്. ഇതെല്ലാം ഇപ്പം മുട്ടിന് വേദനയ്ക്ക് കഴിക്കുന്ന മരുന്നും ബ്രെയിനിലെ എല്ലാ സെല്ലിലേക്കുമാണ് പോകുന്നത്. നമ്മളൊരു കഴിക്കുകയാണെങ്കിലും ബ്ലഡിലേക്ക് ഇഞ്ചെക്ട് ചെയ്താലും എല്ലാ സെല്ലിലേക്കും ഈ മരുന്നുകൾ എത്തും. അത് ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും. മുട്ടിന് വേദനയ്ക്ക് എടുക്കുന്ന മരുന്നിന് ചിലപ്പം ബ്രെയിനിൽ ഡിപ്രഷൻ ഉണ്ടാക്കാം. അതുപോലെ പ്രഷറിന് കഴിക്കുന്ന മരുന്നിന് ബ്രെയിനിൽ ആക്ഷൻ വരാം. അല്ലെങ്കിൽ ഹാർട്ടിന് വേണ്ടിയിട്ട് കഴിക്കുന്ന മരുന്ന് BP ഫോൾ വരുത്താം. അതുപോലെ ചില മരുന്നുകൾ BP കൂട്ടാം, കുറയ്ക്കാം. എല്ലാം നമ്മൾ ഒരു മരുന്ന് നമ്മുടെ കയ്യിലേക്ക് നമ്മുടെ മേത്തേക്ക് കയറിയാൽ എല്ലാ സെല്ലിലേക്കും അത് എത്തും എന്നുള്ള കാര്യം മനസ്സിലാക്കണം. അപ്പം
നമ്മളുടെ ഒരു ലങ്സിൽ ഒരു രീതിയിൽ ആക്ട് ചെയ്യുന്നത് ബ്രെയിനിൽ വേറൊരു രീതിയിലായിരിക്കും ആക്ട് ചെയ്യുന്നത്. ഇതെല്ലാം റിസപ്റ്റേഴ്സ് വഴി, അതിനൊക്കെ പ്രത്യേക ഓരോന്നിനും ഓരോ റിസപ്റ്റേഴ്സ്, അതിനെ സ്റ്റഡി ചെയ്തിട്ടാണ് ഇതൊക്കെ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് പല മരുന്നുകളും വിതിൻ 6 മന്ത്സ് മാർക്കറ്റിൽ നിന്ന് വിത്ഡ്രോ ചെയ്യുന്നു, വന്നു വിത്ഡ്രോ ചെയ്യുന്നു. 2 വർഷം കഴിയുമ്പോഴാണ് അറിയുന്നത് ഈ മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ ഹാർട്ടിന് ഹാർട്ട് അറ്റാക്ക് വരാൻ ചാൻസ് കൂടുന്നെന്നറിയുന്നു. അപ്പം നമ്മളത് നിർത്തുന്നു. ഇപ്പം പ്രത്യേകിച്ച് ഒബേസിറ്റിക്ക് വേണ്ടിയിട്ടുള്ള മരുന്നുകൾ പലതും വന്നു, പലതും നിർത്തി. കാരണം അത് സൈക്യാട്രിക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്ന് കാണുന്നു. അല്ലെങ്കിൽ ഹാർട്ടിന് പ്രശ്നം ഉണ്ടാക്കുന്നു. വിശപ്പ് കുറയ്ക്കും, പക്ഷേ ഹാർട്ടിന് പ്രശ്നം ഉണ്ടാക്കും. പിന്നെ വേറൊരു മരുന്നുണ്ട്, ഡയബറ്റീസിന് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്നൊരു ഗ്രൂപ്പിൽപ്പെട്ട മരുന്നുണ്ട്, ഇഞ്ചക്ഷനായിട്ട് എടുക്കുന്നതാണ് മെയിൻലി. അതാണെങ്കിൽ ഒരു പാൻക്രിയാറ്റൈറ്റിസ് എന്ന് പറഞ്ഞത്, അക്യൂട്ട് പാൻക്രിയാസിന് ഇൻഫ്ലമേഷൻ വരുത്താവുന്നൊരിതാണ്. പിന്നെ അത് തൈറോയ്ഡ് ക്യാൻസർ ഉണ്ടാക്കും, ഒരു മെഡുലറി കാർസിനോമ ഓഫ് തൈറോയ്ഡ് ഉണ്ടാക്കും. അപ്പം ശരി, അത് ഭയങ്കര ഇഫക്റ്റീവാണ്, വിശപ്പ് കുറയ്ക്കും. നല്ല ഇഫക്റ്റാണ് വിശപ്പ് കുറയ്ക്കാനായിട്ട്. അപ്പം വെയിറ്റ് കുറയും, കാരണം അവർക്ക് ഭക്ഷണം കാണുന്നതിനോട് വെറുപ്പ് വരും. പക്ഷെ സംഭവം ഇതാണ്, നമുക്കതിന് ചിലപ്പോൾ തൈറോയ്ഡ് ക്യാൻസർ വരാം, അക്യൂട്ട് പാൻക്രിയാറ്റൈറ്റിസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഒരു വലിയൊരു മെഡിക്കൽ എമർജൻസിയാണ്. അതിനൊന്നും മരുന്നില്ല, പിന്നെ സപ്പോർട്ടീവ് മെഷേഴ്സ് മാത്രമേ ഉള്ളൂ. അങ്ങനെയും കൂടി മനസ്സിലാക്കണം. നമുക്ക് ഈ വെയിറ്റ് കുറയ്ക്കാനായിട്ട് മരുന്നെടുക്കുന്നവരും അതുപോലെ തന്നെ സർജറിക്കൊക്കെ പോകുമ്പോഴും അതിൻ്റെതായ കോംപ്ലിക്കേഷൻസും ഇതുണ്ടെന്നുള്ളത് മറക്കരുത്. ഇപ്പൊ ഈ മരുന്നിന്റെ കാര്യം പറഞ്ഞല്ലോ, മരുന്ന് കാരണം ഇങ്ങനെ ഭക്ഷണത്തോടുകൂടി ശരിക്കും പറഞ്ഞാൽ കഴിക്കാൻ പറ്റാതെ ആവുന്ന ഒരു സ്റ്റേജ്. ചില ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ ഈ സർജറി ഈ വയറ് അല്ലെങ്കിൽ വണ്ണം കുറയ്ക്കാൻ വേണ്ടിയുള്ള സർജറി കഴിച്ചു കഴിഞ്ഞാലും ചില അഭിപ്രായങ്ങൾ കേട്ടിട്ടുണ്ട്. ഈ നേരത്തെ കഴിച്ചിരുന്നത് വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ ഒന്നും തന്നെ കഴിക്കാനായിട്ട് സാധിക്കുന്നില്ല. അതുകൊണ്ട് ഈ പറഞ്ഞ വയറ് ചുരുക്കി എടുക്കുന്ന ഒരു പ്രക്രിയ വെച്ചാണ് ഇത് ചെയ്യുന്നത്. അതുകൊണ്ട് ഒന്നും കഴിക്കാൻ പറ്റില്ല. അപ്പം ശരിക്കും പറഞ്ഞാൽ ഈ സർജറി കാരണം ആളുടെ പേഷ്യൻറ്റിൻ്റെ വയറ് ചുരുക്കിയുകൊണ്ട് പിന്നെ ഈ ഫുഡ് കുറവ് കഴിക്കാനും പറ്റുള്ളൂ. പിന്നെ ആ ഫുഡിൻ്റെ കുറേ റെസ്ട്രിക്ഷൻസും എല്ലാം കയറി വരുന്നു. സമയവും വെള്ളം വരെ എന്തോരം കുടിക്കാൻ പറ്റുക എന്നുള്ളത് വരെ കൺട്രോൾ ചെയ്യണം. അങ്ങനെ കുറേ റെസ്ട്രിക്ഷൻസ് ഒക്കെ വരുന്നുണ്ട്. അപ്പം ശരിക്കും ഇങ്ങനത്തെ സാഹചര്യത്തിൽ ശരിക്കൊരു പേഷ്യൻ്റ് ഇങ്ങനെ ഈ വെയിറ്റ് കുറയ്ക്കാനായിട്ടുള്ള സർജറി ചെയ്യുന്നതിന് മുമ്പ് എന്താണ് മനസ്സിലാക്കേണ്ടത്? വെയിറ്റ് കുറയ്ക്കാൻ സർജറി ചെയ്യാൻ പോകുന്നവർ ആദ്യം അതിന് മുമ്പ് എന്താണ് ഈ സർജറി ചെയ്യുന്നതെന്ന് മനസ്സിലാക്കണം. പിന്നെ എന്താണ് സർജറിയുടെ ഓൺ ദ ടേബിൾ വരാവുന്ന റിസ്ക്, പോസ്റ്റ് ഓപ്പറേറ്റീവിൽ വരാവുന്ന റിസ്ക്, അത് കഴിഞ്ഞിട്ട് എന്തെല്ലാം റിസ്ക് ഉണ്ട്, ഈ ബറിയാട്രിക് സർജറി എന്ന് പറഞ്ഞാൽ ഒരു എമർജൻസി സർജറി അല്ലല്ലോ. ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് ഒരാൾ ഒരു സർജറിക്ക് പോവുള്ളൂ. ബറിയാട്രിക് സർജറിയിൽ ഏറ്റവും സിമ്പിളായിട്ട് ഇന്ന് ബാൻഡ് ഇടുക എന്നൊക്കെ പറയുന്നുണ്ട്. അത് പലപ്പോഴും ഈ ആമാശയത്തിൽ ഒരു ബാൻഡ് ഇട്ടിട്ട് അതിനൊന്ന് ചുരുക്കാൻ നോക്കുന്നത്. പക്ഷേ അത് പലപ്പോഴും ടോളറേറ്റ് ചെയ്യാൻ പറ്റില്ല, വല്ലാത്ത അസ്വസ്ഥമായിട്ട് അവരെ ബാൻഡ് മാറ്റും. പിന്നെ അതുപോലെ തന്നെ ബലൂൺ ഇട്ട്, അതായത് ആമാശയത്തിനകത്തേക്ക് ഒരു ബലൂൺ ഇട്ട് വയ്ക്കും. അപ്പോൾ അതെപ്പോഴും വീർത്തിരിക്കുകയാണല്ലോ, അപ്പോൾ പിന്നെ വിശപ്പ് വരികയില്ല എന്നുള്ളൊരിത്. പക്ഷെ പലർക്കും അത് പറ്റില്ല. അവർക്ക് ഇട്ട് കഴിഞ്ഞിട്ട് ഇടാൻ തന്നെ ഫ്യൂ ലാക്സ് വേണ്ടി വരുന്നുണ്ടാവും. അത് ഓരോ ഹോസ്പിറ്റലിൻ്റെ അനുസരിച്ച് 1 to 2 lakhs ഒക്കെ വന്നെന്നിരിക്കും. പക്ഷേ ഒരാഴ്ച പോലും ടോളറേറ്റ് ചെയ്യാതെ എടുത്തു കളയുന്നവർ പലരും ഉണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പം ഇവിടെയൊക്കെ എനിക്ക് തോന്നുന്നു ഡോക്ടേഴ്സ് അങ്ങനത്തെ ഇടുന്നില്ല. ആദ്യത്തെ ഒരു ഇൻട്രസ്റ്റിൽ പേഷ്യൻസും ഡോക്ടേഴ്സും ഒക്കെ ഇട്ടു. പക്ഷെ പലപ്പോഴും എടുത്തു കളയേണ്ട ഒരു 2-3 പേഷ്യൻറ്റ്, 5-10 പേഷ്യൻ്റ് ഇട്ട് കഴിഞ്ഞിട്ട്, 5-10 പേഷ്യൻ്റ് ഇടാൻ തന്നെ സമയം എടുക്കും. 2-3 പേഷ്യൻ്റ് ഇട്ട് അതിനകത്ത് 2 പേരും 3 പേഷ്യൻ്റ് ഇട്ട് 2 പേരും വിതിൻ ഫ്യൂ വീക്സ്, മന്ത്സ് പോലും ടോളറേറ്റ് ചെയ്യാൻ പറ്റില്ല. അല്ലെ 2 ദിവസത്തിനുള്ളിൽ തന്നെ ഇന്ന ഡോക്ടറെ എനിക്കിതൊന്ന് എടുത്ത് മാറ്റി തരാൻ പറയുന്ന പേഷ്യൻസും ഉണ്ടെന്നുള്ളതാണ്. പിന്നെ ജസ്റ്റ് അവിടെ കിടന്നാൽ തന്നെ ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്നവരാണെങ്കിലും അവർക്ക് വെയിറ്റ് റിഡക്ഷൻ ഒന്നും കാര്യമായിട്ട് കിട്ടുന്നുണ്ടാവില്ല. സോ ഇൻ എഫക്റ്റ് അതൊന്നും അത്ര സക്സസ്ഫുൾ ആയിട്ടില്ല. സക്സസ്ഫുൾ ആയത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആമാശയത്തെ ചെറുതാക്കുക. ആമാശയത്തിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വികസിച്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓൾമോസ്റ്റ് 1 ലിറ്റർ, നമുക്കറിയാമല്ലോ, ഒരു ലിറ്റർ വെള്ളമൊക്കെ നമുക്ക് കുടിക്കാൻ പറ്റും ഒറ്റയടിക്ക് വേണമെങ്കിൽ.
നന്നായിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ പതുക്കെ പതുക്കെ നമ്മൾ അതിനകത്തോട് സ്റ്റോറാണ്. നമ്മളുടെ ഭക്ഷണത്തിൻ്റെ ഒരു സ്റ്റോറേജ് സ്പേസാണ് ആമാശയം എന്ന് പറയുന്നത്. അതിന് 1 ലിറ്റർ ഇതുള്ള ഒരു കപ്പാസിറ്റി ഉള്ള ആമാശയം അതിന് വികസിക്കാനും ഇതുള്ളതിനെ കട്ട് ചെയ്ത് കളഞ്ഞ് നമ്മൾ അതിനൊരു ട്യൂബ് പോലെ ആക്കി ഒരു 15 ml കയറുള്ളൂ എന്നാവും. അപ്പം നമുക്കൊരു 15 ml കുടിച്ച് കഴിയുമ്പോഴേക്കും അല്ലെങ്കിൽ 25 ml കുടിക്കുമ്പോഴേക്കും നമുക്ക് വയറ് ടൈറ്റായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റില്ല, അസ്വസ്ഥത വരും. അതാണ് അതിനകത്താക്കുന്നത്. അത് കൂടാതെ എന്താ ചെയ്യുന്നത്, നമ്മുടെ ഇതൊക്കെ ആണേലും നമ്മുടെ ബോഡിക്ക് ഒത്തിരി ഹീലിംഗ് പവർ ഉണ്ട്. നമുക്ക് ബോഡിക്ക് അറിയാമല്ലോ ഇതൊക്കെ എൻ്റെ 15 ml പോരാന്ന്. അപ്പോൾ അത് വളരാൻ തുടങ്ങും. പതുക്കെ 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 ആമാശയം വളരാൻ തുടങ്ങി കുറച്ച് നാൾ കഴിയുമ്പോഴേക്കും അവർക്ക് പിന്നെയും കൂടുതൽ. അതുകൊണ്ടാണ് ആദ്യം ഒരു വെയിറ്റ് റിഡക്ഷൻ കിട്ടിയിട്ട് പിന്നെ അവർ പതുക്കെ കൂടി കൂടി വന്ന് ആമാശയം വളർന്ന് അതിനകത്ത് സ്റ്റോർ ചെയ്യാൻ പറ്റുമ്പോഴേക്കും പിന്നെ എടുത്ത് കഴിക്കാൻ തുടങ്ങും. പിന്നെ ഇങ്ങനെയുള്ളവരോടൊക്കെ പറഞ്ഞിട്ടുണ്ട് എല്ലാ മണിക്കൂറും കുറേശ്ശെ കഴിച്ചോളാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആമാശയം വളരാനും തുടങ്ങി പിന്നെ എല്ലാ മണിക്കൂറും കഴിക്കലും കൂടി ചെന്ന് കഴിയുമ്പോഴേക്കും ആദ്യത്തെ വെയിറ്റ് റിഡക്ഷൻ കഴിഞ്ഞിട്ട് പിന്നെ വെയിറ്റ് ഗെയിനിലേക്കുള്ളവർ വരും. പിന്നെ ആമാശയത്തിൽ മാത്രമല്ല ചെയ്യുന്നത്, ഇൻറ്റസ്റ്റൈൻ്റെ തുടക്ക ഭാഗം അതിന് ജജനം എന്ന് പറയും. ആ ഭാഗത്തിന് ബൈപ്പാസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കുടലിൻ്റെ ഒരു ഭാഗത്തിന് അപ്പുറത്തേക്ക് കൊണ്ടുപോയാണ് പിന്നെ ഈ ആമാശയത്തിൻ്റെ ഇതിനെ കണക്ട് ചെയ്ത് വെക്കും. അതൊരു ഭാഗത്തിനെ ബ്ലൈൻഡ് ആക്കിയിടും. അപ്പോൾ എന്താ കഴിഞ്ഞാൽ അവിടെ ഇല്ലല്ലോ, നമുക്ക് അബ്സോർപ്ഷന് വേണ്ടിയിട്ട് നമ്മുടെ ഒരു ട്യൂബാണല്ലോ, അത് കൂടെ ആണല്ലോ ഇപ്പം അതിൻ്റെ സർഫസ് ഏരിയയിൽ കൂടെയാണ് ഇത് അബ്സോർബ് ചെയ്യുന്നത്. അപ്പം പറ്റുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ ബariatric സർജറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞാൽ കേൾക്കുന്നില്ല, എന്നാൽ പിന്നെ അവരുടെ കുടലങ്ങ് മുറിച്ച് കളഞ്ഞേക്കാം അല്ലെങ്കിൽ ഇത് ചെയ്തേക്കാം. അതാണ് ഇതിനകത്ത്. പറഞ്ഞാൽ കേൾക്കാത്ത ആൾ ഇല്ല ഞാൻ എന്തായാലും നന്നാവില്ല എന്നാൽ പിന്നെ എന്നെ ഓപ്പറേഷൻ ചെയ്തോ എന്ന് പറഞ്ഞു കൊടുക്കുന്നതിന് തുല്യമാണ്. എന്നെ ബലമായിട്ട് ചെയ്തു, എൻ്റെ ആമാശയോ കുടലോ എന്ത് വേണമെങ്കിൽ എടുത്തു കളഞ്ഞു, എന്നെക്കൊണ്ട് അല്ലാതെ ഞാൻ നന്നാവുകയില്ല എന്നുള്ളത് കൊണ്ട് മാത്രം. അപ്പം പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ആമാശയത്തിലെ ചില ഇതുകളൊക്കെ ഉണ്ട്, അവിടെ നിന്നുള്ള ചില കാര്യങ്ങളാണ് അവിടെ നിന്നുള്ളത് വേണ്ട പോലെ വർക്ക് ചെയ്താൽ മാത്രമേ ഇൻറ്റസ്റ്റൈനിൽ വെച്ച് അബ്സോർപ്ഷൻ നടക്കുള്ളൂ. ഫോർ എക്സാമ്പിൾ, ആമാശയത്തിൽ ഉണ്ടാക്കുന്ന ഒരു ഇൻട്രിൻസിക് ഫാക്ടർ എന്ന് പറയുന്ന ഒരു B12 അതുണ്ടെങ്കിൽ B12 എന്ന് പറഞ്ഞ ന്യൂട്രിയൻറ്റിനെ അബ്സോർബ് ചെയ്യാൻ പറ്റുള്ളൂ. അബ്സോർബ് ചെയ്യുന്നത് കുടലിൻ്റെ അങ്ങേയറ്റത്ത് ചെല്ലുമ്പോഴാണ്, താഴെ ചെന്നിട്ട് അതിൻ്റെ അബ്സോർപ്ഷൻ നടക്കുള്ളൂ. പക്ഷെ അതിനെ അബ്സോർബിൾ ഫോം ആക്കണമെങ്കിൽ ഈ ഇൻട്രിൻസിക് ഫാക്ടർ, ആമാശയം ഉണ്ടാക്കുന്ന ഇൻട്രിൻസിക് ഫാക്ടർ അതുമായിട്ട് റിയാക്ട് ചെയ്തിട്ടുണ്ടാവണം. അപ്പം ഈ ആമാശയം എടുത്തു കളഞ്ഞ് അല്ലെ ആമാശയത്തിനെ ട്യൂബ് പോലെ ആക്കി കളഞ്ഞ് കഴിയുമ്പോൾ ഇൻട്രിൻസിക് ഫാക്ടർ ഇല്ല. സോ അവർ ലൈഫ് ലോങ് നമ്മൾ B12 ഇഞ്ചക്ഷൻ കൊടുത്തുകൊണ്ടിരിക്കണം. അതുപോലെ നമുക്ക് B12ൻ്റെ കാര്യമാണ് ഇപ്പം നമുക്കറിയാവുന്നത്. അതുപോലെ പല ന്യൂട്രീഷനും ഡെഫിഷ്യൻ്റ് ആയി പോകും. കാരണം പിന്നെ ഈവൻ പ്രോട്ടീൻ അബ്സോർബ് ചെയ്യണമെങ്കിൽ നമ്മളിപ്പോൾ ഇറച്ചിയും മീനും അല്ലെങ്കിൽ പാലും മുട്ടയൊക്കെ കഴിച്ചു, അല്ലെ പ്രോട്ടീൻ അബ്സോർബ് ചെയ്യണമെങ്കിൽ നമ്മുടെ ഈ ആമാശയത്തിലെ ഹൈഡ്രോക്ലോറിക് ആസിഡ് പ്രശ്നമാണ് നമ്മളിപ്പോഴും പറയുമല്ലോ, അസിഡിറ്റി പ്രശ്നം. പക്ഷെ ഈ ആസിഡാണ് നമ്മളുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ ഒരു മേജർ പാർട്ടാണ്. ഈ ആസിഡ് വേണം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ ബാക്ടീരിയയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ കൊന്ന് നമുക്ക് കോളറയും മറ്റു രോഗങ്ങളോ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ആ ബാക്ടീരിയയൊക്കെ കൊന്ന് നമ്മളെ ഇത് ചെയ്യിക്കുന്ന ഈ ആസിഡ് എൻവിറോൺമെൻറ്റാണ്. ഇപ്പം ഈ ആസിഡിൻ്റെ പ്രൊഡക്ഷൻ കുറയും. അപ്പം ഈ ആസിഡ് വെച്ചിട്ട് ഒന്ന് ബാക്ടീരിയ കൊല്ലണം, രണ്ടാമത് നമ്മുടെ ഈ പ്രോട്ടീനിന് ഇത് ചെയ്ത് നമ്മളുടെ പെപ്സിൻ എന്ന് പറഞ്ഞ് പ്രോട്ടീൻ നമ്മളുടെ ലിവറിൽ നിന്നും പ്രത്യേകിച്ച് പാൻക്രിയാസിൽ നിന്നൊക്കെ വരുന്ന പെപ്സിനോജൻ അങ്ങനത്തെ കുറേ ഹോർമോൺസ് എൻസൈംസ് ഉണ്ട്. ഇതൊക്കെ ആക്ട് ചെയ്ത് ഇതിനെയൊക്കെ ഡൈജസ്റ്റബിൾ ഫോം ആക്കണമെങ്കിൽ ഈ ആമാശയത്തിലെ ആസിഡുമായിട്ട് മിക്സ് ചെയ്ത്, ശരിക്കും മിക്സ്ഡ് ആണ്, അതാണ് ഇങ്ങനെ ചേൺ ചെയ്ത് ശരിക്കും ഒരു ഫോമാറ്റിലാക്കിയിട്ടാണ് കുടലിനകത്തേക്ക് പോകുന്നത്. അത് ചെയ്യാതെ പോയാൽ നമ്മൾ കഴിച്ചാലും അത് അബ്സോർബ് ആവില്ല. അതുകൊണ്ടാണ് ഈ വൈറ്റമിൻസിൻ്റെയും മിനറൽസിൻ്റെയും പ്രോട്ടീൻ്റെയും ഒന്നും അബ്സോർപ്ഷനോട് കറക്റ്റ് ആകാതെ വരുന്നത് കൊണ്ടാണ് പലപ്പോഴും ഈ ബariatric സർജറി ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് അവരിങ്ങനെ വണ്ണം കുറയും, പക്ഷെ ഇങ്ങനെ സ്കിന്നൊക്കെ തൂങ്ങി വരുന്നതും അതൊക്കെ പലപ്പോഴും ഈ ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി കൊണ്ടാണ്. അതായത് പല ആവശ്യമുള്ള സാധനങ്ങളും കിട്ടാതെ വരും. അതിനെ ഓവർകം ചെയ്യാനാണ് പലയിടത്തും ഈ പല ആർട്ടിഫിഷ്യൽ ഫുഡായിട്ടുള്ള ഈസിലി അബ്സോർബിൾ ആയിട്ടുള്ള പ്രോട്ടീൻ ഫോംസും വൈറ്റമിൻസും ഇഞ്ചക്ഷനായിട്ടും ഒക്കെ കൊടുക്കുന്നതിന് കാരണം അതാണ്. അപ്പം നമ്മളുടെ ഇൻറ്റസ്റ്റൈൻ നമ്മളുടെ ബോഡി എന്ന് പറയുന്നത് എന്താ, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം വെച്ചുണ്ടാക്കുന്നതാണ്.
അപ്പൊ ഈ ഭക്ഷണത്തിനെ അബ്സോർബ് ചെയ്യാതെ ആക്കാനായിട്ട് നമ്മുടെ കുടലിന്റെ ഭാഗം മുറിച്ചു കളയും, ആമാശയത്തിന്റെ ഭാഗം മുറിച്ചു കളയോ അല്ലെങ്കിൽ അതിനെ ബൈപ്പാസ് ചെയ്യുകയൊക്കെയാണ് ഈ സർജറികൾ ചെയ്യുന്നത്. അപ്പൊ അത് വേണോ അതോ സ്വയം തന്നെ നന്നാകാമോ എന്ന് നോക്കുക. നമുക്ക് മാനസികമായിട്ട് തന്നെ എനിക്കിന്ന് ഇമ്പ്രൂവ് ചെയ്തുകൂടെ എന്ന് ചിന്തിച്ചിട്ട് മാത്രമേ അതിനകത്തൊക്കെ പോകാവുള്ളൂ. കാരണം നമ്മളുടെ ശരീരം നമ്മളുടെ ഒരു ഡിസൈൻ ചെയ്തിരിക്കുന്ന അത്ര പെർഫെക്റ്റ് ഡിസൈനാണ് ശരിക്കും. ആ പെർഫെക്റ്റ് ഡിസൈനുള്ള ഒരു സാധ്യതയിൽ നിന്ന് ഒരെണ്ണം എടുത്ത് കളയാനോ മാറ്റാനോ എളുപ്പമാണ്. ഒരു സർജന്, ഞാൻ ബേസിക്കലി ഗൈനക്കോളജി എന്ന് പറയുന്ന ഒരു ബേസിക് സർജിക്കൽ സ്പെഷ്യാലിറ്റിയാണ്. ഇപ്പോൾ അതിന് MS എന്നാക്കിയെന്ന് തോന്നുന്നു. പണ്ട് MD ഗൈനക്ക് എന്നൊക്കെയായിരുന്നു. നമ്മളെല്ലാം കൂടുതലും ചെയ്യുന്ന നമ്മുടെ ഒരു സ്പെഷ്യാലിറ്റിയിലെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെഡിസിനും ഈക്വലി യൂസ് ചെയ്യുന്നുണ്ട്, ഈക്വലി സർജറിയും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം മെഡിക്കൽ ഈ ഗൈനക്കൻ്റെ ഇൻഫെർട്ടിലിറ്റി ഒക്കെ വർക്ക് ചെയ്യുമ്പോൾ അതാണ് എല്ലാ കാര്യത്തിൽ കൂടെ കടന്നു പോകുന്നുണ്ട് നമ്മൾ. അപ്പോൾ അതുകൊണ്ട് ഞാനും സർജറി ചെയ്തിരുന്ന ആളായതുകൊണ്ട് എനിക്ക് ഇതിനെക്കുറിച്ചൊക്കെ വ്യക്തമായിട്ട് അറിയാവുന്നതുകൊണ്ട് പറയാണ്. ബേസിക്കലി നമ്മൾ ഒരു സർജറിക്ക് മുമ്പ് എല്ലാ സർജറിക്കും റിസ്ക് ഉണ്ട്. നമ്മൾ ഒരു കുഴപ്പമില്ലാന്നിരിക്കുന്ന ആളാണെന്നും കരുതി നമ്മൾ സർജറിക്ക് പോകും. പക്ഷെ ബറിയാട്രിക് സർജറി ഇറ്റ്സ് വെരി ഹൈലി റിസ്കി. കാരണം അത്ര കാരണം കുടലിനെ തന്നെ മുറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്യുന്നതാണല്ലോ. അപ്പോൾ അതിനകത്തുനിന്ന് ലീക്ക് വരാം. കാരണം അതിനകത്തെല്ലാം എൻസൈംസ് അല്ലേ, അതുപോലെ മുഴുവൻ ബാക്ടീരിയസ് അല്ലേ. അപ്പോൾ അവിടെ ഒരു ലീക്ക് വന്നു കഴിഞ്ഞാൽ എന്ത് കോംപ്ലിക്കേഷനിലേക്കും പോകാം. ഇനി എന്ത് കോംപ്ലിക്കേഷനും ഇല്ലാതെ ഇരുന്നു കഴിഞ്ഞാലും നമ്മൾ ഈ ചെയ്തതിൻ്റെ നമ്മൾ ലൈഫ് ലോങ് കോംപ്ലിക്കേഷൻസ് അനുഭവിക്കേണ്ടി വരും. കോംപ്ലിക്കേഷൻസ് സൈഡ് എഫക്റ്റും. പിന്നെ അല്ലെങ്കിൽ അത്ര പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ ബോഡിയെ കീപ്പ് ചെയ്യാനായിട്ട് പഠിക്കണം. ഈ ബറിയാട്രിക് സർജറി എല്ലാം ചെയ്താലും എക്സസൈസ് ചെയ്യാൻ ഫുഡ് കൺട്രോളും ഒക്കെ വേണം. എന്നാൽ പിന്നെ ഇതൊന്നും ചെയ്യാതെ തന്നെ നമുക്ക് എക്സസൈസും ഫുഡ് കൺട്രോളും ചെയ്തുകൂടെ? നമ്മുടെ ബോഡിയെ മ്യൂട്ടിലേറ്റ് ചെയ്യാതെ, നമ്മുടെ ബോഡിക്ക് തന്നിരിക്കുന്ന ഓർഗൻസിനെ നശിപ്പിക്കാതെ നമ്മൾ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് ചെയ്തുകൂടെ എന്നുള്ള ഒരു ചോദ്യം നമ്മൾ അവനവനോട് തന്നെ വീണ്ടും വീണ്ടും ചോദിച്ച് ട്ട് മാത്രമേ, അതുപോലെ സൈഡ് എഫക്ട്സിനെ കുറിച്ചും സർജറിയിൽ എന്താ ചെയ്യുന്നതെന്നും എല്ലാം മനസ്സിലാക്കിയിട്ട് ഇതിലേക്ക് തീരുമാനം എടുക്കാവുള്ളൂ. അവര് ബന്ധുക്കളാണെങ്കിലും അതിനവരെ ഹെൽപ്പ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഓരോരുത്തരും അവനവൻ്റെ ബോഡിയെ കുറിച്ച് തീരുമാനം എടുക്കേണ്ടോന്ന് അവനവനാണ്. അവരവരുടെ ബോഡിയെ പ്രൊട്ടക്റ്റ് മാനേജ് ചെയ്യേണ്ടത് അവരവരാണ്. ബേസിക്കലി നമ്മളുടെ ബോഡിയുടെ മാനേജറാണ് നമ്മൾ. ഒരാളുടെ നമ്മളുടെ ബോഡിയുടെ മാനേജറാണ് അവനാണ്. അത് ചെയ്യാൻ നമുക്ക് പറ്റാതെ വരുമ്പോൾ മാത്രമാണ് അസുഖത്തിലേക്ക് പോകുന്നത്. അപ്പം ആ ബോഡിയുടെ മാനേജ്മെന്റ് എന്നാ കറക്റ്റ് ഫുഡ് കൊടുക്കുക, കറക്റ്റ് എക്സസൈസ് ചെയ്യുക. ഇതാണ് ബോഡിയുടെ എന്ന് പറഞ്ഞാൽ ബോഡിയും മൈൻഡും എല്ലാം ഒരു ഇൻറ്റഗ്രൽ പാർട്ടാണ്. എല്ലാം കൂടെ ഒന്നിച്ചാണ് പോകുന്നത്. ബോഡി ആണെങ്കിലും മൈൻഡ് ആണെങ്കിലും നമ്മുടെ തോട്ടും എവറിത്തിങ് കണക്റ്റഡ് ആണ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണമാണ് നമ്മളുടെ ചിന്തകളെ പോലും നയിക്കുന്നത്. ഇപ്പം നമുക്ക് ശ്രദ്ധിച്ചപ്പോൾ ഈ ജർമ്മനിയിലൊക്കെ പോലെയുള്ള രാജ്യങ്ങളിൽ, അവിടെ ജർമ്മനിയിൽ ഇത്ര സ്റ്റഡീസ് ഒക്കെ കൂടുതൽ നടക്കുന്നത്, അവർ ഓരോരുത്തർക്കും പലതരം ഫുഡ് ബ്രേക്ക്ഫാസ്റ്റിന് കൊടുത്തിട്ട് അവരുടെ റിയാക്ഷൻ സ്റ്റഡി ചെയ്തിട്ടുണ്ട്. അപ്പം ആ വിതിൻ അവേഴ്സ് അത് റിഫ്ലക്റ്റ് ചെയ്യുന്നുള്ളതാ ഇന്ന് ഒരു ഫുഡ് കഴിച്ചാൽ ഒരു ഇതിലേക്ക് വരുന്നത്. അപ്പം നമ്മളുടെയും എക്സ്പീരിയൻസ് പറയുന്നു. നമുക്ക് കാണാം, നമ്മൾ ഇപ്പുറത്തെ വെച്ച് നമുക്ക് ഓരോരുത്തർക്കും എന്ത് ഫുഡാണ്. അപ്പം എല്ലാവർക്കും എല്ലാ ഫുഡും പറ്റില്ല. അപ്പം ഞാനൊരു എക്സാമ്പിൾ പറയാം. ഒരു കുട്ടിയാണ്, 15 വയസ്സേ ഉള്ളൂ. അപ്പം ഈ കൊച്ചിന് പരീക്ഷ ആകുമ്പോഴേക്കും ഭയങ്കര സ്ട്രെസ്സാണ്. അപ്പം 10ാം ക്ലാസ് പരീക്ഷ എല്ലാവരുടെയും സ്ട്രെസ് കൂടുന്ന സമയമാണല്ലോ കുട്ടികളുടെ. അപ്പം ഈ ഫുഡ് ഇതായിട്ട് ഈ കുട്ടി ഓവർ വെയിറ്റ് ഒന്നും അല്ല, ഇറ്റ്സ് വെരി പെർഫെക്റ്റ് വെയിറ്റാണ്. പക്ഷേ അവർക്ക് ആങ്സൈറ്റി വരുന്നു, പരീക്ഷയെക്കുറിച്ചുള്ള ഭയം വരുന്നു. അതുകൊണ്ടും കൂടെയാണ് അവർ വേറെ മേജർ ഇതൊന്നും ഇല്ലെങ്കിൽ പോലും അവർ ആ ഹെൽത്ത് കറക്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ പിന്നെ സൈക്യാട്രിക് മെഡിസിനും അല്ലെങ്കിൽ നമ്മൾ ക്ലിനിക്കൽ സൈക്കോളജി, അങ്ങനെ സൈക്യാട്രിക് മെഡിസിനിലേക്ക് പോകും എന്നുള്ള ഫിയർ വന്നപ്പോഴാണ് ഇത് വരാൻ കാരണം. അപ്പോൾ ഈ കൊച്ചു ഇത് ചെയ്തു തുടങ്ങിയിട്ട് നമ്മൾ ഒക്കെ പരീക്ഷ സമയമാണല്ലോ ഇപ്പം പറയാം, ഇടയ്ക്ക് എന്നാലും മോക്ക് ഇത് വരുന്നുണ്ട്, ഒരു ടെൻഷൻ വരുന്ന പരീക്ഷയ്ക്ക് പോകുന്നതിൻ്റെ ഇടയിൽ. അപ്പം നമ്മളവരുടെ ഫുഡ് അനലൈസ് ചെയ്തപ്പോൾ നോക്കുമ്പോൾ അവർ എല്ലാ ദിവസവും എഗ്ഗ് കഴിക്കുക. അപ്പോൾ എഗ്ഗിനോട് അവർക്ക് അലർജിക്കാണ്, അവർ ഇൻടോളറൻ്റ് ആണ്, എഗ്ഗ് അവർക്ക് പറ്റില്ലാത്ത ഫുഡാണ്. പക്ഷെ ഇതൊക്കെ നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്നാലും തെറ്റിപ്പോകുന്നു. മനഃപൂർവ്വം അല്ലാതെ ഫുഡിൻ്റെ കാര്യം നമ്മളുടെ കയ്യിലുണ്ടെങ്കിൽ പോലും നമുക്ക് തെറ്റിപ്പോകാൻ അത്ര സാധ്യത കൂടുതലുള്ളതാണ്. അപ്പം നമ്മൾ ആ ഫുഡിൻ്റെ ആ സാധനം ഒന്ന് മാറ്റിയാൽ മതി. അപ്പം ഈ ഫുഡുമായിട്ട് നമുക്ക് അത്ര റിലേറ്റഡ് ആയിട്ടുണ്ടെന്നുള്ളതാണ്. അതുപോലെ വേറൊരു പേഷ്യൻ്റ് ഫുഡുമായിട്ട്
ഞാൻ പറയുകയാണ് ഇത്. ആണെങ്കിൽ നമ്മൾ ഭയങ്കര നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നും. ഇപ്പം വേറൊരു ലേഡി ട്രീറ്റ്മെൻറ്റ് ഡയബറ്റീസിന് വേണ്ടിയിട്ട് ട്രീറ്റ്മെൻറ്റ് തുടങ്ങി ഒരാഴ്ചയായപ്പോൾ വന്നപ്പോൾ പറയാം, എൻ്റെ മേത്തെല്ലാം ഇങ്ങനെ പൊടിച്ചു പോകുന്ന ഡോക്ടർ, ഇത്രയും നാളില്ലാതിരുന്ന എൻ്റെ ഷുഗറൊക്കെ ഷുഗറൊക്കെ പക്ക കൺട്രോളായി, പ്രഷർ കുറഞ്ഞു, മരുന്നൊക്കെ കുറഞ്ഞു. പക്ഷേ എൻ്റെ മുഖത്തൊക്കെ ഇങ്ങനെ ഇങ്ങനെ ഈ എന്താ കുരു പോലെ വരുന്നു. നോക്കിയപ്പോൾ ശരിയാ, കുരു വരുന്നുണ്ട്. അപ്പം ഇതെന്താണ്? അപ്പം എന്താണ്? ഇൻഫെക്ഷൻ വല്ലതും ആയിരിക്കും. സ്റ്റാഫിൽ നമ്മൾ എപ്പോഴും എടുക്കുമ്പോൾ അതാണ് പയോഡെർമ, അതായിരിക്കും എന്ന് എഴുതി. പക്ഷെ പിന്നെ അവരുടെ ചാർട്ട് അനലൈസ് ചെയ്ത് നോക്കുമ്പോഴാണ് വരുന്നത്, എവറി ഡേ ഓൾമോസ്റ്റ് 2 എഗ്ഗ് വെച്ചാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. എഗ്ഗിന് അവർക്ക് അലർജിയാണ്. അവരുടെ എഗ്ഗ് വെരി ഹൈലി ഇൻടോളറൻറ്റ്, ഹൈലി അലർജിക് ആയിട്ടുള്ള നേച്ചറിലാണ് കിടക്കുന്നത്. അപ്പം ചിലർക്ക് അത് മതി. പലപ്പോഴും പലരും ശ്രദ്ധിച്ചാൽ മതിയാവും, ഈ കുട്ടികൾക്കൊക്കെ ആണെങ്കിലും കുരു വരുന്നവർ ഈ എഗ്ഗ് അലർജി കുരുകൾ വരുന്നു, എഗ്ഗിനോട് പറ്റാത്തവർ. അപ്പം എഗ്ഗ് നമ്മൾ ടെസ്റ്റ് ചെയ്യാതെ തന്നെ നമുക്ക് എഗ്ഗ് കുറച്ച് നോക്കുമ്പോൾ കുരു വരുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി. പലരും ഉണ്ട് ഈ കുരു, അത് ഇതൊരു എക്സ്ട്രീം ഫോം ഓഫ് കുരുവായിരുന്നു, മറ്റത് പിമ്പിൾസ് പോലെ വരും. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളുടെ ഫുഡും ഈ നമ്മളുടെ ഓരോ ബിഹേവിയറും അതിൽ ഓരോ അസുഖമായിട്ട് അത്ര റിലേറ്റഡ് ആണ്. കാരണം നമ്മുടെ ബോഡി ഉണ്ടാക്കുന്നത് ഫുഡ് വെച്ച് നമ്മൾ ഈ കഴിക്കുന്ന ഭക്ഷണമാണ് നമ്മുടെ ബോഡിയായിട്ട് മാറുന്നത്. ആ ഒരു സിമ്പിൾ കാര്യം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹെൽത്ത് മാനേജ് ചെയ്യാനും അസുഖം മാറ്റാനും ഒക്കെ ഈസിയാണെന്നുള്ളതാണ്. ഈ ചില കേസുകളിൽ ഇങ്ങനെ കേട്ടിട്ടുണ്ട്, ദാറ്റ് ഇങ്ങനെ ഈ ഭക്ഷണത്തോടുള്ള ഒരു അമിത താല്പര്യം എന്ന് പറയുന്നതും അതുപോലെ തന്നെ അത് കാരണം വരുന്ന ഓവർ വെയ്റ്റും ഒബീസിറ്റിയും പലപ്പോഴും ഈ മെൻ്റലായിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസിനെ ആസ്പദമാക്കി ഉള്ളതാവാം എന്ന്. അത് എത്രമാത്രം ശരിയാണ്? നമ്മളുടെ ഫുഡിൻ്റെക്ക് ശ്വാസം എടുക്കുന്നത്, ഹാർട്ട് ബീറ്റ് ചെയ്യുന്നത്, ഇൻഡസ്റ്റൈനൊക്കെ കണ്ടിന്യൂസ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക, ഹാർട്ട് ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന പോലെ ശ്വാസം നമ്മൾ ഓട്ടോമാറ്റിക് നമ്മളറിയാതെ എടുത്തുകൊണ്ടിരിക്കുന്നില്ല. ഇതൊരു ഓട്ടോണോമസ് സിസ്റ്റമാണ് അത് ഫങ്ഷൻ ചെയ്യുന്നത്. അതുപോലെ നമ്മുടെ കുടൽ കണ്ടിന്യൂസ് ആയിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മുടെ കൈയൊക്കെ നമ്മൾ വെറുതെ അനക്കാതെ വെച്ചിരുന്ന് അനങ്ങാതിരുന്നോളും. പക്ഷെ നമ്മുടെ ഇൻഡസ്റ്റൈൻ്റെ മോട്ടിലിറ്റി നമുക്ക് അങ്ങനെ അനക്കാതിരിക്കാൻ പറ്റില്ല, നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അത് എല്ലാം ഓട്ടോമാറ്റിക് ആയിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ഇതിനെ എല്ലാം കൺട്രോൾ ചെയ്യുന്നത് നമ്മൾ ഇതുവരെ കരുതിയിരുന്നതെല്ലാം ബ്രെയിനിൽ നിന്നാണെന്നാണ്. പക്ഷെ ഇപ്പം ലേറ്റസ്റ്റ് സ്റ്റഡീസ് പറയുന്നത് എന്താണ്? ഫൈനലി നമ്മുടെ ഫാറ്റാണ് കൺട്രോൾ ചെയ്യുന്നതെന്ന്. നമ്മളുടെ ഫാറ്റിൽ നിന്ന് വരുന്ന ഈ ഹോർമോൺസ് ഉണ്ട്, ലെപ്റ്റിൻ, അഡിപ്പോനെക്റ്റിൻ, പിന്നെ നമുക്കറിയാൻ മേലാത്തതും പുതിയതായിട്ട് പറയുന്നതും കുറേ സാധനങ്ങളുണ്ട്. അതുപോലെ നമ്മുടെ മസിലിൽ നിന്ന് വരുന്നതുണ്ട്, മയോകൈൻസ് എന്നും പറഞ്ഞ്. അത് ആക്ടിവേറ്റ് ചെയ്യുമ്പോഴാണ്, അതായത് മസിൽ ആക്ടിവിറ്റി വരുമ്പോൾ ഒരു രീതിയിലാണ് വരുന്നത്. പിന്നെ ഈവൻ സ്കിന്ന്, നമ്മൾ നമുക്കിപ്പോൾ അറിയാം വൈറ്റമിൻ ഡി ഉണ്ടാക്കുന്നത് സ്കിന്നാണെന്ന്. അതുപോലെ തന്നെ ഈവൻ നമ്മുടെ സന്തോഷവും സങ്കടവും ഒക്കെ സംബന്ധിച്ചുള്ള പല ഹോർമോൺസും പല കെമിക്കലുകളും നമ്മുടെ സൂര്യപ്രകാശം നമ്മുടെ സ്കിന്നിൽ വീഴുമ്പോൾ വരുന്നു എന്നാണ്. ഇതൊക്കെ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് സ്റ്റഡീസാണ്. അപ്പം നമുക്കറിയാം പഴയ കാലത്ത് നമ്മൾ മലയാളികളാണെങ്കിൽ നന്നായിട്ട് സൂര്യപ്രകാശം നമ്മുടെ ദേഹത്തുള്ളൂ. ആണുങ്ങളാണെങ്കിൽ ആകെ ഒരു മുണ്ട് മാത്രമാണ് ഉടുത്തിരുന്നത്. ഈവൻ ലേഡീസിനാണെങ്കിൽ തന്നെ വർക്കിംഗ് ക്ലാസ്, അതായത് ലോവർ, അവരുടെ വർക്കിംഗ് ക്ലാസ്, അവർക്ക് മേൽമുണ്ട് ഇടാനുള്ള പെർമിഷൻ ഇല്ലായിരുന്നു. അവരും എക്സ്പോസ്ഡ് ആയിരുന്നു. അപ്പം നമ്മുടെ സ്കിന്നൊക്കെ വളരെയധികം എക്സ്പോസ്ഡ് ആയിരുന്നു. ഈവൻ നമുക്കറിയാം നമ്മുടെ സന്യാസിമാർ ആകെ കൗപീനം മാത്രമാണ് ധരിച്ചിരുന്നത്. അവർ സൂര്യപ്രകാശം അവർക്ക് ദേഹത്തടിക്കണം എന്നുള്ളതായിരുന്നു അവരുടെ വസ്ത്രം വേണ്ട എന്നുള്ളതാണ്. ഈവൻ നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും റെക്കോർഡഡ് ആയിട്ടുള്ള ഏറ്റവും പ്രായമുള്ള ആളെന്ന് പറയുന്നത് 380 years ഉണ്ടായിരുന്നൊരു സന്യാസിയാണ്. അദ്ദേഹം ഡ്രസ്സ് ഇടുകയില്ലായിരുന്നു. ഡ്രസ്സ് ഇടാത്തതിന് വേണ്ടിയിട്ട് പല പ്രാവശ്യവും ജയിലിൽ പിടിച്ചിട്ടു. ബ്രിട്ടീഷുകാരുടെ കാലത്ത് നമ്മുടെ അതിൻ്റെ റെക്കോർഡ്സ് ഉള്ളതാണ് പറയുന്നത്. പക്ഷെ അദ്ദേഹം ജയിലിൽ പിടിച്ചിട്ടിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാലും ജയിലിൻ്റെ ടെറസിൽ അന്നത്തെ ഓടിട്ട ഇതാണല്ലോ, അതിൻ്റെ മുകളിൽ ആളെ കാണും. സോ അത് അത്രയും പവർഫുൾ ആയിട്ടുള്ള സന്യാസിയായിരുന്നു അദ്ദേഹം എന്നുള്ളതാണ് വരുന്നത്. അപ്പം അങ്ങനെയും ഉണ്ട്. അപ്പം അവരൊക്കെ
നമുക്കറിയാം ഹിമാലയത്തിലൊക്കെ ഉള്ളവർ ആ തണുപ്പത്തിരിക്കുമ്പോഴും ആ മിനിമം ഡ്രസ്സില്ലാതെ ഉള്ളവരൊക്കെ ഒത്തിരി പേരുണ്ട്. അവരൊക്കെ ആ നമ്മുടെ ഈ കോസ്മിക് എനർജി വാട്ടെവർ എനർജി നമുക്കറിയാൻ പാടില്ലാത്തതെല്ലാം അന്ധവിശ്വാസമാണ് നമ്മൾ എടുക്കാതിരിക്കുക. നമുക്ക് അറിയത്തില്ലാത്ത പല കാര്യങ്ങളും ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കുക. ഈവൻ നമ്മൾ കാണുന്നത് ഈ എക്സസൈസ് ചെയ്യുക, ഇപ്പം ഒബേസിറ്റിക്കും നമ്മുടെ ഡിപ്രഷനും മാനസിക രോഗങ്ങൾക്കും എല്ലാം ഫസ്റ്റ് ലൈൻ ഓഫ് മാനേജ്മെന്റ് ഈവൻ മോഡേൺ മെഡിസിൻ അഡ്വൈസ് ചെയ്യുന്നതും ഫുഡ്, എക്സസൈസ്, സൺറൈസ്, സൂര്യപ്രകാശത്തിൽ പോവുക. കുറച്ച് നേരമെങ്കിലും നമ്മൾ സൂര്യപ്രകാശം നമ്മുടെ സ്കിന്നിലടിക്കാൻ, നമ്മൾ ഉടുപ്പെല്ലാം ഇട്ട് നമ്മൾ ഹോൾ കവർ ചെയ്തിട്ട് കാര്യമില്ല, നമ്മുടെ സ്കിന്നിൽ കുറച്ച് സൂര്യപ്രകാശം കൊള്ളാനുള്ള അവസരം ഒരുക്കുക. നമ്മുടെ ഡിപ്രഷന് കുറവ് വരും. അതുപോലെ ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യുക. നമ്മുടെ മയോക്കൈൻസ്, നമ്മുടെ മസിലിൽ നിന്ന് മയോക്കൈൻസ് വരും, ബോണീസ് നിന്ന് ഓസ്റ്റിയോക്ലാസ്റ്റിയം വരും. ഈവൻ ആ ഹോർമോണിന് ബ്രെയിനിൽ ആക്ട് ചെയ്യുന്ന പോലെ ഈവൻ പാൻക്രിയാസിൻ്റെ ഫങ്ഷനെ കൂട്ടും എന്നുള്ളതാണ്. ഈ ബോണിൽ നിന്ന് നമ്മൾ എക്സസൈസ് ചെയ്യുമ്പം വരുന്ന ഹോർമോൺസ്, അതുപോലെ മസിലിൽ നിന്ന് വരുന്ന ഹോർമോൺസ് നമുക്ക് സന്തോഷം തരും. അതായത് നമുക്ക് അനന്തമൈൻഡ് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ബ്രെയിനിൽ നിന്ന് കുറച്ച് ഈ പൈപ്പിനിയൽ ഗ്ലാൻഡും ഹൈപ്പോതലാമസും ഒക്കെ ആയിട്ട് റിലേറ്റഡ് ആയിട്ട് ചില കെമിക്കലുണ്ട്. അങ്ങനെ ഇതെല്ലാം കെമിക്കലാണ്. നമ്മുടെ സന്തോഷവും സങ്കടവും എല്ലാം മനസ്സിലാക്കണം, ഇതെല്ലാം കെമിക്കൽ റിയാക്ഷൻസ് ആണ്. ഈ കെമിക്കൽ റിയാക്ഷൻ ഉണ്ടാക്കാനുള്ള ബേസ് മുഴുവൻ വരുന്നത് നമ്മുടെ ഫുഡിൽ നിന്നാണ്. നമുക്ക് പല സാധനങ്ങളും പ്ലാന്റിന് നമ്മൾ എയറും മണ്ണിൽ നിന്നുള്ള സാധനം അബ്സോർബ് ചെയ്യാനും ഒക്കെയുള്ള കപ്പാസിറ്റി ഉണ്ട്. പക്ഷെ നമ്മുടെ സൂര്യപ്രകാശത്തിൽ നിന്ന് ചില കാര്യങ്ങളൊക്കെ നമ്മളുടെ ബോഡിക്ക് അല്ലാതെ അബ്സോർബ് ചെയ്യാനും കെമിക്കൽസ് ഉണ്ടാക്കാനും പറ്റും. അത് നമുക്ക് ഇന്നും നമ്മളുടെ റിസർച്ച് അതിനെക്കുറിച്ച് അത്രയധികം വളർന്നിട്ടില്ല. പക്ഷെ ഇപ്പോൾ പുതിയതായിട്ട് പല കാര്യങ്ങളും കണ്ടുപിടിച്ച് വരുന്നുണ്ട്. അപ്പം അതിൽ കുറെ കൂടി കൂടുതൽ കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞ് നമ്മൾ കുറച്ച് സൺറൈസ് എക്സ്പോസ് ചെയ്യാൻ നോക്കുക. ഫുഡ് നമുക്ക് ഏതാണ് നമുക്ക് പറ്റിയ ഫുഡ്. പിന്നെ ടൂ മെനി ഐറ്റംസ് ഹാൻഡിൽ ചെയ്യാൻ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് പറ്റില്ല എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പം നമുക്ക് ഈ ഗ്ലോബലൈസേഷൻ്റെ ഭാഗമായിട്ട് ഭയങ്കര വെറൈറ്റി ഓഫ് ഫുഡാണ് വരുന്നത്. അതിനൊപ്പം തന്നെ വെറൈറ്റി ഓഫ് കെമിക്കൽസ് അതിനകത്ത് കയറുന്നു. ഫുഡ് അഡിക്റ്റീവ്സ് ആയിട്ട് കളറും പ്രിസർവേറ്റീവ്സും എല്ലാം ആയിട്ട് സോ മെനി ഐറ്റംസ് അതിനകത്ത് വരുന്നു. അത്രയൊന്നും ഹാൻഡിൽ ചെയ്യാൻ നമ്മളുടെ ജനറ്റിക്കലി നമ്മൾ അതിനൊന്നും കേപ്പബിൾ അല്ല. അതുകൊണ്ടാണ് നമ്മുടെ പല രോഗങ്ങളും വരുന്നത്. അപ്പം നമ്മൾ ലോക്കലി ഉള്ളതോ അല്ലെങ്കിൽ റെസ്ട്രിക്റ്റഡ് നമ്പർ ഓഫ് ഐറ്റംസ് കുറയ്ക്കുക, നമ്മളുടെ ബോഡി കറക്റ്റ് ചെയ്ത് വെക്കാൻ നോക്കുക. എക്സസ് ഫാറ്റ് നമ്മൾ ബാങ്കിൽ എത്ര കാശ് കൊണ്ടുവിട്ടാലും നമുക്ക് കുഴപ്പമില്ല. പക്ഷെ നമ്മുടെ ബോഡിയുടെ ബാങ്കാണ്, എനർജിയുടെ ബാങ്കാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫാറ്റ്. പക്ഷെ അത് ഓവർ ആവരുത്. ഓവറായാൽ നമ്മൾ അസുഖമാകും. ബാങ്കിലെ പൈസ നമ്മൾ പറഞ്ഞതുപോലെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആരും എടുത്തുകൊണ്ട് പോവുകയില്ല, അല്ലെങ്കിൽ കറക്റ്റായിട്ടുള്ള രീതിയിൽ ഗെയിൻ ചെയ്തതാണെങ്കിൽ കുഴപ്പമില്ല. ഇതിപ്പോൾ കറക്റ്റായിട്ടുള്ള രീതിയിൽ നമ്മൾ കഴിച്ച ഫുഡാണെങ്കിൽ തന്നെ ഓവറായി പോയി കഴിഞ്ഞാൽ നമുക്ക് നേച്ചറിനൊരു റൂളുണ്ട്. ആ റൂളിന് അപ്പുറത്തേക്ക് നമ്മൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് രോഗമായിട്ട് പ്രതിഫലിക്കും. രോഗത്തിൻ്റെ നമ്മളെ ലക്ഷണങ്ങൾ കാണിക്കുന്നത് നമ്മളത് മനസ്സിലാക്കണം. നമുക്കൊരു വേദന വരുന്നു, ചുമ വരുന്നു, പനി വരുന്നു, രോഗലക്ഷണമാണ്. അത് പറയുന്നത് നമ്മുടെ ബോഡി നമ്മളോട് പറയുകയാണ്, എന്നെ മാനേജ് ചെയ്യുന്നത് ശരിയാകുന്നില്ല, യു ആർ ദ മാനേജർ, യു ടേക്ക് കെയർ. അത് പറയുന്നതാണ്. അല്ലെങ്കിൽ ഐ എം ഇൻ ട്രബിൾ, ഐ നീഡ് ഹെൽപ്പ്. അപ്പം നമ്മൾ മാത്രമേ ഉള്ളൂ നമ്മുടെ ശരീരത്തെ ഹെൽപ്പ് ചെയ്യാൻ. അതെങ്ങനെ ഹെൽപ്പ് ചെയ്യണമെന്ന് മനസ്സിലാക്കിയെടുത്ത് നമ്മൾ സ്വയം ചെയ്യാനായിട്ട് അത് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഈ വെയിറ്റിനെ പറ്റിയും ഓവർ വെയിറ്റിനെ പറ്റിയും ഭക്ഷണത്തിനെ പറ്റിയും എല്ലാം നമ്മൾ പറയുമ്പോൾ ഈ സാധാരണ മെഡിക്കൽ പ്രാക്ടീഷണേഴ്സിന് ഒരു വലിയ പരിമിതിയുണ്ട്. ഈ പേഷ്യൻസിൻ്റെ അടുത്ത് ആ പേഷ്യൻസ് വേറെ അസുഖങ്ങളായിട്ട് വരുമ്പോൾ ഈ കാര്യം അവതരിപ്പിക്കാൻ എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത് എന്തുകൊണ്ടാണ്? ഒരു മോഡേൺ മെഡിസിൻ ഡോക്ടറിൻ്റെ അടുത്ത് ചെല്ലുമ്പം എല്ലാവരും എക്സ്പെക്റ്റ് ചെയ്യുന്നത്, അവർ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും, ഞാനും മോഡേൺ മെഡിസിൻ 10-40 വർഷമായിട്ട് ഈ ഫീൽഡാണല്ലോ, ആരും ജീവിതശൈലി കറക്റ്റ് ചെയ്യാനൊന്നും അല്ല വരുന്നത്. അവർക്ക് എല്ലാവരെയും വേണ്ടത് മരുന്നാണ്. അപ്പം നമ്മൾ ലൈഫ് സ്റ്റൈൽ ഡിസീസ് കറക്ഷനാണ്. അപ്പം നമ്മൾ പറയും നമ്മളിത് മരുന്നല്ല, നിങ്ങൾക്ക് ജീവിതശൈലി കറക്റ്റ് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രം നോക്കിയാൽ മതി. അപ്പം ഇതൊക്കെയാണ് നോക്കേണ്ടത്.
നിങ്ങൾ സ്പെഷ്യൽ ഫുഡ് ഉണ്ടാകും, സ്പെഷ്യൽ എക്സസൈസ് ഉണ്ടാകും, ബെഡിൽ കിടന്ന് ചെയ്യുന്ന എക്സസൈസാണ്, പക്ഷെ അത് ചെയ്യാൻ വില്ലിങ് ആയിരിക്കണം. ഫുഡ് റെസ്ട്രിക്ഷൻസ് ഉണ്ടാകും. കുറച്ച് ആഴ്ചയിൽ ഒരു ദിവസം നമ്മൾ വേണേൽ ഒരു സദ്യക്ക് വേണേലും പൊക്കോ, ഒരു ബുഫേ വേണേലും കഴിച്ചു, പക്ഷെ ബാക്കിയുള്ള ദിവസം കൺട്രോൾ ചെയ്യണം. ഇവിടെ തരുന്നതെല്ലാം കഴിക്കണം. കുറച്ച് ലിമിറ്റഡ് ആയിട്ടുള്ള അവർക്ക് ഓരോരുത്തരുടെയും ബോഡിയുടെ അനുസരിച്ച് എന്തൊക്കെ അല്ലാതെ കഴിക്കാം. എല്ലാ ദിവസവും കുറച്ചല്ലാത്തതും കഴിക്കാം. പിന്നെ ആഴ്ചയിൽ ഒരു ദിവസം ഇഷ്ടമുള്ളത് കഴിക്കാൻ നമ്മുടെ ബോഡിക്ക് പറ്റിയതായിരിക്കണമെന്ന് നമ്മൾ കണ്ടുപിടിച്ച് കൊടുക്കുന്നതനുസരിച്ച് കഴിക്കണമെന്നേ ഉള്ളൂ. ഇതൊക്കെയാണ് നമ്മൾ പറയുന്നത്. ഈ കണ്ടീഷൻ അനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാമെങ്കിൽ ഇതിൽ വന്നിട്ട് കാര്യമുള്ളൂ. അപ്പം അത് നമ്മളിപ്പം ക്ലിനിക്കലി സപ്പോർട്ട് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ മാത്രം ഞാൻ ചെയ്യുന്നതുകൊണ്ടാണ്. പണ്ട് ഞാൻ അങ്ങനെ ആയിരുന്നില്ല. നമ്മൾ 2 രീതിയിലും ചെയ്യുന്നുണ്ട്. വേണ്ടവർക്ക് ഇതും കൊടുക്കും, മറ്റവർക്ക് പറ്റും. പക്ഷേ ഇപ്പം നമുക്ക് എല്ലാം കൂടെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. നമുക്ക് എല്ലാത്തിനും ഒരു പരിമിതികളുണ്ടല്ലോ. അപ്പോൾ ഇപ്പം നമ്മൾ ഇത് മാത്രമേ ചെയ്യുന്നുള്ളൂ. ഇത് നിങ്ങൾക്ക് പറ്റുമോ എന്ന് നോക്കുക, എന്നിട്ട് മാത്രം ഇതിനകത്ത് ഇത് ചെയ്യുക. പിന്നെ ഈ പറയുന്ന പോലെ ചെയ്താലേ ഇതിന് ഇഫക്റ്റ് കിട്ടുള്ളൂ. അപ്പം നിങ്ങൾക്കൊരു 3 മാസമായാലും പിടിച്ചു നിൽക്കാൻ പറ്റിയാൽ നിങ്ങൾ പിന്നെ ഓട്ടോമാറ്റിക്കലി ഏകദേശം അതിലേക്കൊക്കെ വന്നിട്ടുണ്ടാവും. ഒരാളുടെ ബോഡി എന്ന് പറയുമ്പം നമ്മളുടെ ബോഡി ഒരു ക്യൂർ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഡാമേജ്ഡ് ആയിട്ട് സെല്ല് മാറി പുതിയത് വരണം. നമ്മളുടെ ഈ ലേറ്റസ്റ്റ് സ്റ്റഡീസ് അനുസരിച്ച്, നമ്മുടെ മോഡേൺ സയൻസ് അനുസരിച്ച്, മോഡേൺ മെഡിസിൻ എന്ന് പറയാനല്ല, മോഡേൺ സയൻസ് അനുസരിച്ച് നമ്മളുടെ ബോഡിയിലെ 90% ഓഫ് ദ സെല്ലും ഒരു 3 months 90 days കൊണ്ട് മാറി വരും. അതായത് നമ്മളുടെ ഇമ്മ്യൂൺ സിസ്റ്റമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സെല്ല് ഒരു നല്ല ശതമാനം ഒരാഴ്ച കൊണ്ട് തന്നെ മാറും, കുറേ നല്ലൊരു പെർസെൻറ്റേജ്. പിന്നെ ഇങ്ങനെ വന്നു കഴിയുമ്പോഴേക്കും ഏകദേശം ഇപ്പം നമുക്ക് കറക്റ്റ് ന്യൂട്രീഷനും കറക്റ്റ് എക്സസൈസും ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരു 90 ദിവസം കൊണ്ട് 90% സെൽസ് ഒക്കെ മാറി ഏകദേശം കറക്റ്റ് ആവും. അപ്പം പിന്നെ നമുക്ക് കുറച്ചും കൂടി ഈസിയർ ആവും. ശരിക്കും നമ്മുടെ ഹോൾ ബോഡി റീപ്ലേസ് ചെയ്യുന്നത് നമ്മുടെ ഹോൾ ബോഡിയുടെ, അപ്പം ചില സെല്ലുകളൊക്കെ മാറി വരും ഓരോ സെല്ലിൻ്റെയും ലൈഫ് സ്പാൻ അനുസരിച്ചാണ്. അപ്പം നമ്മളുടെ വൈറ്റ് ബ്ലഡ് സെൽസ്, അതാണല്ലോ ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ സോൾജിയേഴ്സ്, ഇവർക്ക് 3 to 4 days, അത് മാക്സിമം 7 days ലൈഫ് വരുന്നത്. മാക്സിമം എന്ന് പറഞ്ഞാൽ നമ്മളുടെ സ്ട്രെസ് അനുസരിച്ചിരിക്കും. ഒരു വൈറൽ ഇൻഫെക്ഷനൊക്കെ കയറി വരുവാണെങ്കിൽ അവരുടെ ഫാസ്റ്റ് ടേൺ ഓവർ ആയിരിക്കും വരുന്നത്. അപ്പോൾ 7 ദിവസം കൊണ്ട് ഈ സെൽസ് എല്ലാം മാറി പുതിയത് വരും. RBC, നമ്മൾ ഈ HbA1c ഒക്കെ നോക്കുന്ന RBCയുടെ ആണല്ലോ. RBC ആണെങ്കിൽ മാറി വരാൻ 90 to 120 days ആണ് വരുന്നത്, കംപ്ലീറ്റ് റീപ്ലേസ് ചെയ്യും. അപ്പം ഈ ടൈം പീരീഡിൽ നമ്മൾ കറക്റ്റ് ന്യൂട്രീഷനും കറക്റ്റ് എക്സസൈസിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാൽ ബ്ലഡ് സർക്കുലേഷൻ ഇമ്പ്രൂവ് ചെയ്യണം. സർക്കുലേഷൻ വന്നാൽ മാത്രമേ അങ്ങോട്ട് ന്യൂട്രീഷൻ കിട്ടുള്ളൂ. അതാണ് ബേസിക്കലി ഇതിൻ്റെ പ്രിൻസിപ്പിൾ വരുന്നത്. ഹോൾ ബോഡിയിലെ എല്ലാ സെൽസും മാറി വരുന്ന, ഇപ്പം മസിലിനാണെങ്കിൽ ലിവറിനാണെങ്കിൽ 1.5 വർഷം, ബോണിനാണെങ്കിൽ 4 months, അങ്ങനെ ഓരോ ടൈപ്പ് സെല്ലിനും എല്ലാം വ്യത്യാസം വരും. പിന്നെ നമ്മുടെ ബ്രെയിൻ സെൽസ് മാറി വരില്ല എന്നാണ് നമ്മൾ ജനറലി ഒരു ഇതെങ്കിലും കുറേയൊക്കെ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് പറയുന്ന ഈവൻ ബ്രെയിനിൽ പോലും നെർവ് സെൽസിന് പോലും റെപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ്. പിന്നെ ഈ പറ്റാത്ത സെല്ലുകളിൽ അവർക്ക് അതിനകത്ത് കുറേ ഓർഗനൽസ് ഉണ്ട്, അതിനെ റിപ്പയർ ചെയ്യാം. സെല്ലിനെ മാറ്റി വെക്കുന്നില്ല, പക്ഷെ റിപ്പയർ ചെയ്തെടുക്കാം. അപ്പോൾ ഇപ്പം ഇതൊക്കെ ഞാൻ പറയുന്നത് നമ്മൾ പക്ക ഉള്ള സയൻസ് അനുസരിച്ചുള്ളത് തന്നെയാണ്. അതായത് നമ്മൾ സെല്ലിൻ്റെ ലൈഫിൻ്റെ സ്പാൻ വെച്ചിട്ടുള്ള കണക്കിൽ ഏകദേശം 7 വർഷം കൊണ്ട് നമ്മളുടെ ഹോൾ ബോഡി മാറി വരുമെന്നുള്ളതാണ്. നമ്മുടെ ബോഡി ഒരു ദിവസം പോലും സ്റ്റാറ്റിക് അല്ല. ഇപ്പം ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ കുറേ സെൽസ് മരിക്കുന്നുണ്ട്, കുറേ പുതിയത് വരുന്നുണ്ട്, ഇക്വലി വന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ന്. അപ്പം നമ്മൾ കറക്റ്റ് ന്യൂട്രീഷനും കറക്റ്റായിട്ട് നമ്മൾ ബോഡിയെ ഇതിങ്ങനെ റിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. 7 years എടുക്കും ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ഇത് വരാൻ. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ന്യൂക്ലിയർ ബോംബ്, നമ്മൾ ഹിരോഷിമ നാഗാസാക്കിയിലൊക്കെ ബോംബ് ഇട്ടല്ലോ, അതിൻ്റെ ആ റേഡിയേഷൻ വന്നപ്പോൾ അത് വെച്ചിട്ടുള്ള കാർബൺ ഈ ഇതും വന്നിട്ടാണ്, ആ ബേസിലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്റ്റഡീസ്. അതായത് നമ്മൾ ഈ 40 ബോംബിൻ്റെ ഇത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു സ്റ്റഡിയും സെല്ലിൻ്റെ ലൈഫ് സ്പാനും നമുക്ക് അതുകൊണ്ട് വന്ന് ശരിക്കും പറഞ്ഞ ഏറ്റവും വലിയ സയൻറ്റിഫിക് അഡ്വാൻസ്മെൻറ്റ് ഇൻ ഹെൽത്ത് ടേംസിൽ വരുന്ന ഇതാണ്. നമുക്കത് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. എത്ര നാളെടുക്കും ഈ സെല്ലിൻ്റെ ടേൺ ഓവർ, ഇതെല്ലാം മനസ്സിലാക്കി. അതെല്ലാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ന്യൂക്ലിയർ ബോംബ് വന്നു കഴിഞ്ഞിട്ടാണ്, അത് കഴിഞ്ഞിട്ട് വന്നിരിക്കുന്ന സ്റ്റഡീസാണ് ഇതെല്ലാം കൊണ്ടുവന്നിരിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രിൻസിപ്പിൾ തന്നെയാണ് നമുക്ക് പണ്ട് പറയാമല്ലോ, കായ ചികിത്സ എന്നൊക്കെ പറഞ്ഞ് ഈ ആയുർവേദത്തിലുണ്ടല്ലോ.
ഒക്കെ നമുക്ക് ട്രഡീഷണൽ ആയിട്ടുണ്ടായിരുന്ന. പക്ഷെ അതിൽ നമ്മൾ കറക്റ്റായിട്ട് അതിലും ഇത് തന്നെ ഫുഡും എക്സസൈസും അത് അതിനകത്ത് തന്നെ ഇരുന്ന് 90 ഡേയ്സും 180 ഡേയ്സും ഒക്കെ ഇരുന്നിട്ടാണ് ചെയ്യുന്നത്. പക്ഷെ ഇപ്പം നമുക്കിത് കുറച്ചും കൂടെ സിമ്പിളായിട്ട് നമ്മളുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് ചെയ്തുകൊണ്ട് തന്നെ ഒരു റീസണബിൾ ഇതിനകത്ത് ഇതിലൂടെ നമുക്ക് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതാണ്. അപ്പം നമുക്കതിന് പക്ഷെ നമ്മൾ എത്ര diligent ആയിട്ട് നോക്കുന്നു എന്നുള്ളതാണ്. കാരണം നമ്മുടെ ഡെയിലി ലൈഫിൽ പ്രത്യേകിച്ച് ഇപ്പം ഒരു എന്താ കുടിലിനകത്ത് മറ്റേ അതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രാവശ്യം കയറാതെയും അങ്ങനത്തെ പല രീതിയിലൊക്കെയാണല്ലോ. അങ്ങനെ ഇരിക്കുമ്പോൾ ഉള്ളതുപോലെ അല്ല നമ്മൾ ഇത് നോക്കുമ്പോൾ നമ്മൾ പലർക്കും നമുക്കിപ്പോൾ ഇപ്പോഴത്തെ ജീവിതശൈലിയിൽ അതൊന്നും പലപ്പോഴും പലർക്കും പറ്റാതെ വരും. അങ്ങനെ ടോട്ടലി സെക്ലൂഡഡ് ആയിട്ട് ഇരുന്നുകൊണ്ട് ചെയ്യുകയാണെങ്കിൽ മച്ച് ബെറ്റർ റിസൾട്ടാണ്. പക്ഷേ ഇപ്പം എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഇതൊന്നുമല്ല നമ്മളുടെ കോമൺ ജീവിതശൈലി കൺട്രോൾ ചെയ്തുകൊണ്ട് ഇവൻ ഡെയിലി അല്ലെ ആഴ്ചയിൽ 2 ഫ്ലൈറ്റിലും ട്രാവലും ഒക്കെ വേണ്ടി വരുന്നവർക്ക് പോലും അവർക്ക് വേണമെന്ന് വെച്ചാൽ ഇത് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. പക്ഷെ അത് നമ്മൾ തീരുമാനിക്കണം. നമ്മളാണ് നമ്മുടെ മാനേജർ. നമ്മുടെ ബോഡി എങ്ങനെയാകണം എന്നുള്ളതും ഇത്രയാണെന്നുള്ളത് ഇറ്റ്സ് എ ചോയ്സ്. ആക്ച്വലി ഹെൽത്തും ഡിസീസും ഒക്കെ ഇറ്റ്സ് എ ചോയ്സ് ആണ്. നമ്മൾ വിളിച്ചു വരുത്തുന്നത് തന്നെയാണ് ഒരു പരിധി വരെ വരുന്നത്. നമ്മളുടെ കാലസ്നെസ് ആണ് നമുക്ക് രോഗം ഉണ്ടാക്കുന്നത്. പിന്നെ അറിവില്ലായ്മ, 2 കാര്യമാണ്. അറിവില്ലായ്മയും വരാം, നമുക്ക് താല്പര്യമില്ലായ്മയും വരാം. ഇപ്പം അറിവ് കൂട്ടണമെന്നുകൊണ്ട് താല്പര്യവും വരുവാണെങ്കിൽ തീരെ പോകുന്നതിൻ്റെ മുമ്പാണെങ്കിൽ, അതായത് ഓർഗൻസ് ഒക്കെ നശിഞ്ഞു പോയി കഴിഞ്ഞിട്ട് ഇപ്പം റീനൽ ഫെയിലിയർ ഒന്ന് എഴുന്നേറ്റ് നടക്കാൻ പോലും മേലാത്ത നിലയിൽ ഹാർട്ടും ലങ്സും ഒക്കെ പോയി കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ ജോയിൻ്റ് ഒക്കെ ഫിക്സ്ഡ് ആയിപ്പോയി, ആർത്രൈറ്റിസ് വന്ന് ആ നിലയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ അതിന് മുമ്പ് നമുക്ക് ആരോഗ്യം ഉള്ളപ്പം വേണം ആരോഗ്യത്തിന് വേണ്ടിയിട്ട് ശ്രമിക്കാനും കൂടെ നോക്കാനായിട്ട്. അല്ലാതെ എല്ലാം തീർത്തു പോയി കഴിഞ്ഞ് വെച്ചിട്ട് പിന്നെ നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല. ഇന്ന് ഈസി ആയിട്ട് എല്ലാ കാര്യങ്ങളും തന്നെ നമുക്ക് ടെസ്റ്റുകളൊക്കെ വഴി വളരെ നേരത്തെ തന്നെ കണ്ടുപിടിക്കാം. പിന്നെ ഒരാളും ക്യാൻസർ വരാൻ കാത്തിരിക്കേണ്ട കാര്യമില്ല. കുടവയറ് വരുന്നുണ്ടോ, വെയിറ്റ് കൂടുന്നുണ്ടോ, ജസ്റ്റ് BMI ഒരു വെയ് മെഷീൻ ഉണ്ടെങ്കിൽ നമുക്ക് ആ തുടക്കം തന്നെ കണ്ടുപിടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്യാൻസർ എന്നല്ല, ഓൾമോസ്റ്റ് ഓൾ അസുഖങ്ങൾ, ലൈഫ് സ്റ്റൈൽ ഡിസീസിൽപ്പെട്ട എല്ലാം തന്നെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അറ്റ്ലീസ്റ്റ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ക്യൂർ ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. അതിനുള്ള ക്ഷമ ഉണ്ടാവണം, അത് മാത്രം. ഇപ്പം ഒരു കോമൺ ആയിട്ട് വരുന്നൊരു സംശയം എന്താണെന്ന് വെച്ചാൽ, ഈ സ്റ്റെറോയിഡ്സ് പല അസുഖങ്ങൾക്കും നേരത്തെയൊക്കെ ചിന്തിച്ചിരുന്നത് ഇങ്ങനെ ഒരു കുറച്ച് സമയത്തേക്ക് യൂസ് ചെയ്യാമെന്നായിരുന്നു. പക്ഷെ ഇപ്പം അതിൽ നിന്ന് മാറി പലപ്പോഴും ഇങ്ങനെ സ്റ്റെറോയിഡ്സ് നീണ്ട കാലം ഇങ്ങനെ ഉപയോഗിക്കുന്ന ഒരു സ്ഥിതി വിശേഷം വരാറുണ്ട് എന്നാണ് കേട്ടേക്കുന്നത്. അപ്പോൾ ഈ സ്റ്റെറോയിഡ്സും ഇതേപോലെ തന്നെ വെയിറ്റ് കൂട്ടുന്നു എന്ന് ഒരു ഭൂരിഭാഗം സ്റ്റെറോയിഡ്സ് കണ്ടിന്യൂസ് ആയിട്ട് എടുക്കുന്നവർ ഈ വെയിറ്റ് കൂടുന്ന ഒരു പ്രശ്നമുണ്ടെന്നാണ് കേട്ടേക്കുന്നത്. അപ്പം അതിനെന്താണ് ഒരു സൊല്യൂഷൻ? എന്താണെന്ന് വെച്ചാൽ ഈ സ്റ്റെറോയിഡ്സ് പല അസുഖങ്ങൾക്കും ഇപ്പം വേണ്ടി വരാറുണ്ടല്ലോ. സ്റ്റിറോയിഡ്സ് എല്ലാം ഇമ്മ്യൂണോ സപ്രസൻസ് ആണ്. നമ്മൾ മിക്കവാറും ഉപയോഗിക്കുന്ന എല്ലാ മരുന്നുകളും നമ്മൾ ഇമ്മ്യൂണിറ്റിയെ സപ്രസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇമ്മ്യൂണിറ്റിയുടെ ഭാഗമാണ് വേദന, പെയിന്, പനി, ചുമപ്പ്, തടിപ്പ്, ഇതൊക്കെയാണ് ഇമ്മ്യൂൺ സിസ്റ്റം വർക്ക് ചെയ്യുന്നു. നമ്മുടെ ഡിഫൻസ് ആക്ടിവിറ്റിയുടെ ലക്ഷണങ്ങളാണ്. അതാണ് നമുക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്നത്. അപ്പം അസ്വസ്ഥത ഉണ്ടാകുന്നത് നമ്മുടെ ബോഡിയുടെ ലാംഗ്വേജ് ആണത്. ഐ ഹാവ് എ പ്രോബ്ലം എന്ന് നമ്മൾ ഓരോ ഓർഗനും അല്ലെങ്കിൽ ഓരോ സെല്ലും പറയുന്നതാണ്. പക്ഷെ നമ്മൾ അതിനെന്താ ചെയ്യുന്നത്? അത് പ്രോബ്ലം കണ്ടുപിടിച്ച് അതിനെ പരിഹരിക്കാനല്ല നോക്കുന്നത്, അതിനെ അനങ്ങാതെ ആക്കാനാണ് നോക്കുന്നത്, അതിനെ മിണ്ടാതാക്കാനാണ് നോക്കുന്നത്, അതിനെ സൈലൻസ് ചെയ്യാനാണ് നോക്കുന്നത്. അതിനാണ് നമ്മൾ ഈ സ്റ്റിറോയിഡ്സ് ഉപയോഗിക്കുന്നത്. പെയിൻ കില്ലറും അതുപോലെ തന്നെ ഒരു ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണ്. അതിനാണല്ലോ പറയുന്നത് ആൻറ്റി ഇൻഫ്ലമേറ്ററി എന്നാണല്ലോ പറയുന്നത്. സ്റ്റിറോയിഡ്സ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഇതാണ്. മറ്റേതാണെങ്കിൽ പെയിനിനെ മാത്രം, അപ്പം പനിയെ മാത്രം കുറയ്ക്കാൻ, അല്ലെ വേദന കുറയ്ക്കാൻ, അങ്ങനെ ഓരോന്നിനായിട്ടാണ്. പക്ഷെ സ്റ്റിറോയിഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ ഗ്രൂപ്പ് എന്ന് പറയുന്നത് എല്ലാ ഇമ്മ്യൂൺ ഫങ്ഷൻസിനെയും സപ്രസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം അതും നമ്മുടെ ബ്രെയിനിൻ്റെ ആക്ടിവിറ്റിയും ഇൻസുലിനും ഒക്കെ ആയിട്ട് ഇതെല്ലാം ഇൻട്രാക്ട് ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. അപ്പം അത് നമുക്ക് ബോഡിക്ക് പ്രോബ്ലമാണ്. പണ്ട് ഞാനൊക്കെ MBBS-നൊക്കെ പഠിക്കുന്ന സമയത്ത്, തുടങ്ങുന്ന സമയത്ത് പറയുമായിരുന്നു, നമ്മൾ സ്റ്റിറോയിഡൊക്കെ അന്ന് വളരെ കെയർഫുള്ളായിട്ട് യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പം അന്നൊക്കെ നമ്മൾ പറയും ഈ ഹോമിയോയിലും മറ്റ് പല ഫേക്ക് ഡോക്ടേഴ്സ് അല്ലെങ്കിൽ ഫേക്ക് ഇതിലോ അല്ലെങ്കിൽ
മറ്റേ വേറെ എന്തെങ്കിലും സ്പെഷ്യാലിറ്റിയിലൊക്കെ ഉള്ളവർക്ക് ഒരു ഗുണം കിട്ടിയെന്ന് കഴിഞ്ഞാൽ അതിനകത്തൊക്കെ സ്റ്റീറോയിഡ് കാണുമെന്ന് പറയും. അത് സ്റ്റീറോയിഡ് കൊടുക്കുന്നതായിരിക്കും. സ്റ്റീറോയിഡ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് സിംറ്റമാറ്റിക് റിലീഫ് കിട്ടും. പ്രത്യേകിച്ച് ഈ ആസ്മയ്ക്കും അലർജിക്കും ഒക്കെ സ്റ്റീറോയിഡ് മെഡിസിൻ കൊടുത്തു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് റിലീഫാണ്. പക്ഷെ അന്നത്തെ കാലത്ത് നമ്മൾ ഇത്തരം മരുന്നുകൾ വളരെ സൂക്ഷിച്ചേ കൊടുക്കണ്ടായിരുന്നുള്ളൂ. സൈഡ് ഇഫക്ട്സ് ഉണ്ടെന്നുള്ളത് അറിയാം. അത് ഇമ്മ്യൂൺ സിസ്റ്റത്തെ സപ്രസ് ചെയ്യുകയാണെന്നുള്ളതുകൊണ്ട് വളരെ പേടിച്ചായിരുന്നു കൊടുക്കുന്നത്. ഇപ്പൊ കൊടുത്ത് എല്ലാവർക്കും നല്ല ധൈര്യമായി. അതുകൊണ്ട് ഇപ്പം നമ്മൾ കാണുമ്പോൾ എത്ര 3-4 ഇമ്മ്യൂണോ സപ്രസൻസ് ഒറ്റയടിക്ക് കഴിച്ചുകൊണ്ടിരിക്കുന്നവർ നമ്മൾ കാണുന്നുണ്ട്. അപ്പം അതൊക്കെ കുഴപ്പമില്ലാതെ അങ്ങ് പോകും. പക്ഷെ ഒരു ഇൻഫെക്ഷനൊക്കെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കൂടുതൽ ട്രബിളിലേക്ക് പോകും. പിന്നെ കുറച്ച് ദിവസം എടുത്തു കഴിയുമ്പോൾ ബോഡി അതുമായിട്ട് അഡ്ജസ്റ്റഡ് ആകും. ഇപ്പം നമ്മൾ ഒരു പരിധി വരെ അത് എല്ലാത്തിനും ഓവർകം ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി, അതാണല്ലോ നമ്മുടെ ഡിസൈനിന്റെ മെച്ചം, അത് ഉണ്ടാവും. അത് കാരണം അതിനെ ഓവർകം ചെയ്ത് ബോഡി ഇങ്ങനെ കൊണ്ടുപോകുന്നു. അപ്പം നമുക്ക് പലപ്പോഴും ഈ മരുന്നുകൾ ഇത്രയും വർഷങ്ങളായിട്ട് ഇമ്മ്യൂണോ സപ്രസന്റും ആന്റി മെറ്റബോളൈറ്റ്, പ്രത്യേകിച്ച് ഈ ആർത്രൈറ്റിസ് പോലെ വാദം പോലെയുള്ളവർക്ക് 3-4 എണ്ണമൊക്കെ ആയിരിക്കും കഴിച്ചുകൊണ്ടിരുന്നത്. സ്റ്റിറോയിഡ്സ് ഉണ്ടാകും, അതിൻ്റെ കൂടെ പ്രെഡ്നിസലോണോ വൻസിലോണോ അതൊക്കെ കാണും. അതുകൂടാതെ ആന്റി മെറ്റബോളൈറ്റ് ഉണ്ടാകും. പിന്നെ സ്ട്രോങ് ഇമ്മ്യൂണോ സപ്രസൻസ്, ഈ ട്രാൻസ്പ്ലാന്റ് സർജറി കഴിഞ്ഞവർക്ക് കഴിക്കുന്ന ടൈപ്പിലുള്ള സൈക്ലോഫോസ്ഫമൈഡ്, MMF, ഇതൊക്കെ കഴിക്കുന്നവരും. പിന്നെ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് സാധനങ്ങളുണ്ട്, കുറച്ച് നിബ്സ്, മോണോക്ലോണൽ ആന്റിബോഡീസ്, അങ്ങനത്തെ ഇപ്പം ലേറ്റസ്റ്റ് ഉണ്ട്. അത് വെരി എക്സ്പെൻസീവ് ആയിട്ടുള്ള ഇഞ്ചെക്ഷൻസും ടാബ്ലറ്റ്സും ഒക്കെ ഉണ്ട് ഇപ്പം. ഇതെല്ലാം കൂടെ കഴിച്ചാലും സിംറ്റംസ് ഒന്ന് ഒതുങ്ങി നിൽക്കുന്നു. അവർ കുഴപ്പമില്ലാതെ പോകുന്നതേ ഉള്ളൂ. പലരും സിംറ്റം ഫ്രീ ആയിരിക്കുകയില്ല. നീരും ഇപ്പം ഒക്കെ ആയിട്ട് തന്നെ ആയിരിക്കും, കഷ്ടപ്പെട്ട് തന്നെ ആയിരിക്കും. അപ്പം ഞാനിപ്പോഴും ഒരു ലേഡിയുടെ കാര്യം പറയണ, അവർ പറയും, ഡോക്ടറെ ഞാനിങ്ങനെ ഒരു ഭാരമാണ്. ഞാനിപ്പോഴും ഓർക്കും, ഹസ്ബൻഡ് രാവിലെ എന്നെ ഒന്ന് എഴുന്നേൽപ്പിക്കണമെങ്കിൽ തന്നെ എനിക്കൊന്ന് തിരുമ്മിയൊക്കെ തന്നാൽ തന്നെ എനിക്കിന്ന് എഴുന്നേറ്റ് നടക്കാൻ പറ്റുള്ളൂ. പിന്നെ എൻ്റെ ഹസ്ബൻഡ് എന്നെ ഇങ്ങനെ കൊണ്ടു നടക്കുന്നു, പൊക്കിക്കൊണ്ട് നടക്കുന്നു എന്ന് പറയാനേ എനിക്ക് പറ്റുള്ളൂ. മടുത്തു. കാരണം ഇവർക്കും ഒരു ഭാരമാണ്, അത്രയ്ക്ക് കഷ്ടപ്പെടുന്നു. ലേഡി ഒരു പറയുമായിരുന്നു. അപ്പൊ അവരത്രയ്ക്ക് മടുത്തു. അവര് ഹസ്ബൻഡിന്റെ സ്നേഹവും കെയറും കാരണം അവരിങ്ങനെ ജീവിച്ചു പോകുന്നു എന്നുള്ളത് അവർക്കും അറിയാം. അപ്പം കുറേ മരുന്നുകളും ഉണ്ട്. ആർത്രൈറ്റിസ് ഉണ്ട്, അതിൻ്റെ കൂടെ വേറെ ഏതാണ്ടൊക്കെ ഉണ്ട്, ഡയബറ്റീസോ ഹൈപ്പർ ടെൻഷനോ ഏതാണ്ടെല്ലാം കൂടെ ഉണ്ട്. അപ്പൊ ആക്ച്വലി ഈ മരുന്ന് ഇപ്പം ഐ തിങ്ക് അവരിപ്പോ എനിക്ക് തോന്നുന്നു 1 or 2 months ആയെന്ന് തോന്നുന്നു ലാസ്റ്റ് വന്നത്. അവരുടെ മിക്കവാറും എല്ലാ പ്രശ്നങ്ങളും തീർന്നു. അവര് ഇപ്പം ചോദിച്ചു നോക്കി, ഹസ്ബൻഡിന് ഞാനിപ്പം നല്ല ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നില്ലെന്ന് ചോദിച്ചു എന്ന് പറയുകയാണ്. അപ്പം മരുന്നുകളെല്ലാം തീർന്നു, സ്പീഡായി. ഇത്രയും കാലമായിട്ട് കഴിച്ചു മരുന്നൊന്നും ഇല്ലാതെ. പക്ഷെ അവർ കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട്. ലൈഫ് ഇപ്പം ഞാൻ ചോദിച്ചപ്പോൾ കൊതി വരികയല്ലേ, ഹസ്ബൻഡിന് നല്ല ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഇവർക്ക് ഓവർ വെയിറ്റും ഉണ്ട്. എൻ്റെ വെയിറ്റ് കുറച്ചേ പറ്റുള്ളൂ, കൊഴുപ്പൊക്കെ ഇറക്കി കളഞ്ഞേ പറ്റുള്ളൂ. ഇല്ല, എനിക്ക് അതിൽ പ്രശ്നമൊന്നുമില്ല. എനിക്ക് എങ്ങനെയെങ്കിലും ഇതൊന്ന് കംപ്ലീറ്റ് ഒന്ന് മാറി ഒന്ന് ശരിയായാൽ മതി. ബട്ട് നൗ വിതിൻ എ മന്ത് അവർ നന്നായിട്ട് ആക്റ്റീവ് ആയെന്നുള്ളതാണ്. അപ്പം ആദ്യത്തെ 8th ഡേ വന്നപ്പോൾ തന്നെ പറഞ്ഞു നല്ല ആശ്വാസമുണ്ട്. 15th ഡേ 1 month ആയപ്പോഴേക്കും എല്ലാ പ്രശ്നങ്ങളും ഏകദേശം തീർന്ന. എല്ലാം പിന്നെ കുറച്ച് ഈ ആർത്രൈറ്റിസ് ഒക്കെ വന്ന് കുറേ ജോയിൻസ് ഒക്കെ ഫിക്സ്ഡ് ആയി പോയിട്ടുണ്ടല്ലോ, ആ ഫ്ലെക്സിബിലിറ്റി തിരിച്ചു കൊണ്ടുവരാനും കൂടെ പറ്റണം. പലരും ഉണ്ട് തീരെ ഈവൻ ജോയിന്റ് ഒക്കെ കുറച്ചൊക്കെ ഫിക്സ് ആയി പോയെങ്കിൽ പോലും അത് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുന്നുണ്ട്. തീരെ ഡാമേജ് ആയ അവർക്ക് ഫുഡ് കൺട്രോൾ നോക്കാനുള്ളതും എക്സസൈസ് ചെയ്യാൻ, അതായത് ബെഡിൽ കിടന്നും ഇരുന്നും ആണെങ്കിലും ചെയ്യാനുള്ള ഒരു മാനസികവും ശാരീരികവുമായിട്ടുള്ള വില്ലിങ്നെസ്സും കൂടെ ഉണ്ടെങ്കിൽ നമുക്കിതൊക്കെ തിരിച്ചു പിടിക്കാം. ഈവൻ കുറച്ച് പോയ ജോയിന്റ് ഫിക്സിറ്റി ഒക്കെ ആണെങ്കിലും തിരിച്ചു കൊണ്ടുവരാൻ പറ്റുന്നിരിക്കും, അറ്റ്ലീസ്റ്റ് പാർഷ്യലി. പക്ഷെ വില്ലിങ്നെസ് ആണ്. പക്ഷെ ചിലരൊക്കെ ഉണ്ട്, 10-27 വയസ്സുള്ള കുട്ടികൾ പോലും, ചിലര് കുട്ടികളെന്ന് പറയാൻ പറ്റില്ലല്ലോ, പ്രായപൂർത്തിയായവരാണല്ലോ. പക്ഷെ പലര് അങ്ങ് മടിയാ, ഹസ്ബൻഡൊക്കെ നിർബന്ധിച്ചാൽ പോലും അത് ചെയ്യാനുള്ളതും. അത് കാണുമ്പോൾ നമുക്ക് വിഷമം തോന്നി. എന്തുകൊണ്ടാണ് അവർക്ക് മനസ്സിലാകുന്നില്ലേ? ഓൾറെഡി ഇപ്പം ജോയിന്റും ഇപ്പം റിസ്റ്റ് ജോയിന്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ ഇതിലും വരുന്നതാണല്ലോ, ഫിംഗേഴ്സിനും ഒക്കെ ഫിക്സിറ്റി വന്നിരിക്കുക. പക്ഷെ എന്നാലും പറയുന്ന പോലെ ചെയ്യൂല. അങ്ങനെയുള്ളവരും ഉണ്ട്. അപ്പം ചിലർ നന്നായിട്ട് ചെയ്യും, ചിലർ പാർഷ്യലായിട്ട് ചെയ്യും, ചിലർ ഒട്ടും ചെയ്യൂല. ഈ എല്ലാ ഗ്രൂപ്പിനെയും നമുക്ക് കാണാൻ പറ്റും. പക്ഷെ ഈ ക്ലിനിക്കലി സപ്പോർട്ട് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ കൊണ്ടോ സ്വയം ചെയ്യാൻ പറ്റാത്തതിൻ്റെ ഒരു സപ്പോർട്ടാണ് തരുന്നത്. ഇത് ചെയ്താൽ മാത്രമേ ഗുണം കിട്ടുള്ളൂ. പറയുന്ന പോലെ ഭക്ഷണം പറയുന്നത് കഴിക്കണം, കഴിക്കരുതെന്ന് പറയുന്നത് കഴിക്കാതിരിക്കണം, പറയുന്ന എക്സസൈസ്, ഇതെല്ലാം ഒരു 3 to 6 months മതി. അത് കഴിഞ്ഞ് ഇഷ്ടം പോലെ ആകാമെന്നല്ല, അപ്പോഴേക്കും നമ്മൾ ആ
ഏകദേശം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത്രയും നാൾ 3 മന്ത്സ് പിടിച്ച് നിന്നവർ തന്നെ പിന്നെ ആരും തന്നെ തിരിച്ച് കറക്റ്റായിട്ടൊരു 90 ദിവസം നോക്കിയവരാരും തിരിച്ച് പോയതായിട്ട് കണ്ടിട്ടില്ല എന്നുള്ളതാണ്. പാർഷ്യലായിട്ട് നോക്കിയതല്ല, ശരിക്കും നോക്കി ഒരു 90 ഡേയ്സ് നിന്നവർ കറക്റ്റായിട്ട് പോകും. അവർ പലപ്പോഴും 6 മന്ത്സിലെയോ 1 ഇയറിലെയോ റിവ്യൂവിന് പോലും വന്നിട്ടുണ്ടാവില്ല. പക്ഷെ അവർ 2-3 വർഷം കഴിഞ്ഞ് വരുമ്പോഴും അവർ ഏകദേശം അതുപോലെയൊക്കെ തന്നെ കറക്റ്റ് ചെയ്ത് കൊടുത്തതുപോലെ തന്നെ അവർ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ടാകും. അതുകൊണ്ടാണ് അവർ വരാതിരിക്കുന്നത്. അവർക്ക് ആവശ്യമില്ല. രോഗിക്കല്ലേ ഡോക്ടറെ ആവശ്യമുള്ളൂ. അതുകൊണ്ട് അവർ വരുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. യൂഷ്വലി 30 ഡേയ്സ് എങ്കിലും കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ടോ? അവർ പലരും ഉണ്ട്. ഇപ്പം അച്ഛനും മോനും കൂടെ ഇവരെ ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്ത് പറയായിരുന്നു. അച്ഛനും മോനും കൂടെ ജോയിൻ ചെയ്ത അച്ഛന് ഹാർട്ടിൻ്റെ പ്രശ്നങ്ങളാണ്. മോനാകെ അലർജി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മോന് ഒരു 30 ഡേയ്സ് കഴിഞ്ഞപ്പോഴേക്കും അവൻ്റെ പ്രശ്നങ്ങളെല്ലാം മാറി. അവൻ്റെ അലർജിയും മാറി, തുമ്മലും മാറി, എല്ലാ പ്രശ്നങ്ങളും മാറി. പിന്നെ അവനത് മെയിൻറ്റെയിൻ ചെയ്ത് പോയാൽ മതി. മോൻ 27 or 30 ഇയേഴ്സുകൾ. അച്ഛനാണെങ്കിൽ ഹാർട്ടിൻ്റെ പ്രോബ്ലമാണ്. ഈവൻ ട്രൊപ്പോണിൻ ഒക്കെ കൂടി നിന്നിരുന്ന ആളാണ്. അദ്ദേഹത്തിന് ആ കംപ്ലീറ്റ് കറക്ഷൻ ട്രൊപ്പോണിനൊക്കെ ഒരു 30 ഡേയ്സോ 60 ഡേയ്സ് 30 ഡേയ്സ് ആയപ്പോൾ തന്നെ കറക്റ്റായി. ബാക്കിയുള്ളതും കൂടെ കൺട്രോൾ ചെയ്ത് ഇപ്പം 90 ഡേയ്സ്. ഇപ്പം 90 ഡേയ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം 180-ക്കോ 1 ഇയറിലൊക്കെ ചിലപ്പോൾ ഒരു അസുഖമൊന്നും ഇല്ലെങ്കിൽ ചിലർ വന്നില്ല എന്നിരിക്കും. ചിലർ എല്ലാം കറക്റ്റായിട്ട് നോക്കണം എന്നുള്ള ആഗ്രഹമുള്ളവർ പിന്നെയും വന്നുകൊണ്ടിരിക്കും. അതാണ് ബേസിക്കലി നമ്മളാണ് നമ്മുടെ ബോഡിയെ മാനേജ് ചെയ്യേണ്ടത്. നമ്മളുടെ സമയം ഇവിടെ അവസാനിക്കുകയായി. അടുത്ത ആഴ്ച വേറൊരു വിഷയമായിട്ട് ഇതേ സമയം വരുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.